n into n minus 2. ഇങ്ങനെയാണ് വാല്യൂ കിട്ടുക. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. 2gh is equal to n u square into n minus 2. നെക്സ്റ്റ് question number 3. A circular plate of uniform thickness has a diameter of 56 cm. A circular portion of diameter 42 cm is removed from one edge as shown in the figure. The center of mass of the remaining portion from the center of the plate will be. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സർക്കുലർ പ്ലേറ്റിൻ്റെ തിക്നെസ് യൂണിഫോം ആണ്, അതിൻ്റെ ഡയമീറ്റർ 56 cm ആണ്. അതിൽ നിന്ന് 42 cm ഡയമീറ്റർ ഉള്ള ഒരു ഡിസ്ക് റിമൂവ് ചെയ്തു. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ വൺ എഡ്ജിൽ നിന്നാണ് റിമൂവ് ചെയ്തേക്കുന്നത്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ റിമൈനിങ് പോർഷൻ ഫ്രം ദ സെൻറ്റർ ഓഫ് പ്ലേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ, അതായത് റിമൈനിങ് പോർഷൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അത് ഈ ആക്ച്വൽ സെൻറ്ററിൽ നിന്ന്, അതായത് ഈ കംപ്ലീറ്റ് ഡിസ്കിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര ഷിഫ്റ്റ് ചെയ്തു എന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസിൻ്റെ, അതായത് റെസിഡ്യുവൽ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആർ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എം ഇൻറ്റു ക്യാപിറ്റൽ ആർ മൈനസ് എം ഇൻറ്റു സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം മൈനസ് സ്മോൾ എം ആണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബോഡിയുടെ റേഡിയസ് ആണ്, അതായത് ഡിസ്കിൻ്റെ റേഡിയസ് ആണ്. സ്മോൾ ആർ എന്ന് പറയുന്നത് കട്ട് ചെയ്തെടുത്ത പോർഷൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ അതായത് അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ്. അങ്ങനെയാണ് കണ്ടീഷൻ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് ബോഡിയിൽ നിന്ന് ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ റിമൈനിങ് പോർഷൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ കംപ്ലീറ്റ് ബോഡിയുടെ മാസ് ഇൻറ്റു അതിൻ്റെ പൊസിഷൻ വെക്ടർ, അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ മൈനസ് കട്ട് ചെയ്തെടുത്ത പോർഷൻ്റെ മാസ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ മാസ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എടുക്കേണ്ടത് കംപ്ലീറ്റ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറാണ് ക്യാപിറ്റൽ ആർ. അത് ആക്ച്വലി ഒറിജിനായിട്ട് തന്നെ സെലക്ട് ചെയ്യുന്നത്, കാരണം അവിടെ നിന്ന് റെസിഡ്യുവൽ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് അത് 0 വരും, 0 മൈനസ്. ഇനി ഈ കട്ട് ചെയ്തെടുത്ത പോർഷൻ്റെ മാസാണ് സ്മോൾ എം. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത പോർഷൻ്റെ മാസ് അതിൻ്റെ റേഡിയസിന്, അതായത് ഏരിയയ്ക്ക് പ്രൊപ്പോർഷണലാണ്. ദാറ്റ് മീൻസ് റേഡിയസിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റേഡിയസ് 21 ആണ്. അപ്പോൾ 21 സ്ക്വയർ, ഓക്കെ, ഇൻറ്റു ഇനി അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, ഈ കട്ട് ചെയ്തെടുത്ത പോർഷൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ O2 ല, കാരണം അതിൻ്റെ സെൻറ്ററിലാണ്. അവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7 cm വരും. അതുകൊണ്ട് 7 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് മൈനസ് കട്ട് ചെയ്തെടുത്ത മാസ്. അപ്പോൾ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലായിരിക്കും. എന്ന് വെച്ചാൽ 28 സ്ക്വയർ മൈനസ് കട്ട് ചെയ്തെടുത്ത പോർഷൻ്റെ മാസിൻ്റെ വാല്യൂ അതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. സോ 21 സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് മൈനസ് 21 ഇൻറ്റു 21 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 49 ഇൻറ്റു 7 വരും. സോ ഇവിടെ നിന്നൊരു 7, ഇവിടെ നിന്നൊരു 7 ക്യാൻസൽ ചെയ്ത് പോവും. 49 3 3 അല്ലേ, അതായത് 49 7 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 7 വരും, വീണ്ടും ഒരു കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 3 കിട്ടും. സോ മൈനസ് 9 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഒരു 9 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ O2 എന്ന് പറയുന്നത് റെസിഡ്യുവൽ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷനാണ് അവർ കാണിച്ചിരിക്കുന്നത്. സോ അതൊരു 9 സെൻറ്റിമീറ്റർ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് നെഗറ്റീവ് എക്സ് ആക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്, 9 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. A jet airplane travelling from east to west at a speed of 500 km/h eject out gases of combustion at a speed of 1500 km/h with respect to the jet plane. What is the velocity of the gases with respect to an observer on the ground? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ജെറ്റ് പ്ലെയിൻ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ജെറ്റ് പ്ലെയിൻ്റെ വെലോസിറ്റി. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എയർപ്ലെയിൻ ട്രാവലിംഗ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 500 km/h. അപ്പോൾ ജെറ്റ് പ്ലെയിൻ്റെ വെലോസിറ്റി നമുക്കറിയാം, വെലോസിറ്റി ഓഫ് പ്ലെയിൻ ഈസ് ഈക്വൽ ടു 500 km/h ആണ്. ഇജക്റ്റ് ഔട്ട് ഗ്യാസസ് ഓഫ് കമ്പഷൻ അറ്റ് എ സ്പീഡ് ഓഫ് 1500 km/h വിത്ത് റെസ്പെക്ട് ടു ദ ജെറ്റ് പ്ലെയിൻ. അപ്പോൾ വെലോസിറ്റി ഓഫ് എക്സ്ഹോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലെയിൻ എന്ന് പറയുന്നത് 1500 km/h ആണ്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഓഫ് എക്സ്ഹോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എക്സ്ഹോസ്റ്റ് മൈനസ് വെലോസിറ്റി ഓഫ് പ്ലെയിൻ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഗ്യാസസ് വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ട് എന്നാണ്. അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി ഓഫ് എക്സ്ഹോസ്റ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എക്സ്ഹോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലെയിൻ പ്ലസ് വെലോസിറ്റി ഓഫ് ജെറ്റ് പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് എക്സ്ഹോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലെയിൻ എന്ന് പറയുന്നത് ഇയാൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റ്, അതായത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടാണ് ഇജക്റ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അതായത് ഈ ഡയറക്ഷനിലേക്കാണ് എക്സ്ഹോസ്റ്റ് ഇജക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ 1500 മൈനസ് 500 എടുക്കേണ്ടി വരും. സോ 1000 km/h.
അതായത് വെലോസിറ്റി ഓഫ് എക്സോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലെയിനും വെലോസിറ്റി ഓഫ് പ്ലെയിനും ഓപ്പോസിറ്റ്ലി ഡയറക്റ്റ് ആണ്. തീറ്റ 180 ഡിഗ്രി ആണ്. അപ്പോൾ അവരുടെ വെക്ടർ സം എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡുകളുടെ ഡിഫറൻസ് വരും. സോ 1500 മൈനസ് 500 1000 km/h. അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെസ്റ്റ് ടു ഈസ്റ്റ്. സോ ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ടെൻഷൻ ഇൻ ദ ടു സ്ട്രിങ്സ് G is equal to 10 m/s², A and B are. അപ്പോൾ ഈ എയിലെയും ബിയിലെയും ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് 0.3 കിലോഗ്രാം മാസാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ്, അതായത് ഒരു 3 ന്യൂട്ടൺ ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ 3 ന്യൂട്ടനെ ബാലൻസ് ചെയ്യാനുള്ള ടെൻഷനാണ് ബിയിലുണ്ടാകുന്നത്. അപ്പോൾ ടി ബിയുടെ വാല്യൂ 3 ന്യൂട്ടൺ വരും. ഓക്കെ, ഇനി ഇവിടെ ടോട്ടൽ 0.2 + 0.3 ടോട്ടൽ 0.5 കിലോഗ്രാം മാസാണ് എയിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഈ സ്ട്രിങ് മാസ്ലെസ് ആണ്. അപ്പോൾ ടോട്ടൽ 5 ന്യൂട്ടൺ ഫോഴ്സ് ഏതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും? ടി എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഓൺ എ എന്ന് പറയുന്നത് 5 ന്യൂട്ടൺ ആണ്. സോ ടെൻഷൻ ഓൺ എ 5 ന്യൂട്ടണും ടെൻഷൻ ഓൺ ബി 3 ന്യൂട്ടണുമാണ്. സോ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഇഫ് ഫോഴ്സ് F is equal to 5i + 3j + k makes displacement S is equal to 6i + 5k, work done by the force is. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു F.S ആണ്. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ 5 × 6 30 ന്യൂട്ടൺ പ്ലസ് 1 × 5. ജെയുടെ കോർഡിനേറ്റ് ഒന്നുമില്ല. സോ 0j എന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടെ വരിക. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രോഡക്റ്റ് 0 വരും. അപ്പോൾ 5 × 6 30 പ്ലസ് 1 × 5 35. സോ 35 ജൂള് വർക്ക് ഡൺ ചെയ്യുന്നുണ്ടാവും. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m starting from rest undergoes uniform acceleration. If the speed acquired in time t is v, the power delivered to the particle is. അപ്പോൾ പവറിൻ്റെ വാല്യൂ നമുക്കറിയാം. പവർ p is equal to F.V ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് പവർ p is equal to F ഇൻറ്റു, അതായത് MA ഇൻറ്റു V എന്ന് വരും. ദാറ്റ് മീൻസ് M ഇൻറ്റു dV/dt ഇൻറ്റു V ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു P. അപ്പോൾ P/dt ഈസ് ഈക്വൽ ടു M ഇൻറ്റു V/dV. സോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ P ഇൻറ്റു T ഈസ് ഈക്വൽ ടു M ഇൻറ്റു V² / 2 ആണ്. സോ P ഈസ് ഈക്വൽ ടു ½ mv²/t ആണ്. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. ½ mv²/t. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. A uniform square plate ABCD has a mass of 10 kg. If 2 point masses 3 kg each are placed at the corners C and D as shown in figure, then the center of mass shift to the point which is lie on. അതായത് ഈ കാണിച്ചിരിക്കുന്ന സ്ക്വയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്തായാലും സ്ക്വയറിൻ്റെ സെൻറ്ററിലാണ് കിട്ടുക. സ്ക്വയറിൻ്റെ സെൻറ്ററിൽ വരും. അപ്പോൾ ഇവിടെ 2 ഐഡൻറ്റിക്കൽ മാസുള്ള പാർട്ടിക്കിൾസ് കൊണ്ട് വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഐഡൻറ്റിക്കൽ മാസുള്ള പാർട്ടിക്കിൾസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്തായാലും അവരെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റ് വരും. അപ്പോൾ പിന്നെ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ സെൻറ്റർ ഓഫ് മാസ് ഇവരെ രണ്ടുപേരെയും ജോയിൻ ചെയ്യുന്ന ലൈനിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് OYയിലായിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്, OY. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. A wheel has angular acceleration of 3 radian/s² and an initial angular speed of 2 radian/s in a time of 2 seconds. It has rotated through an angle of. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആംഗുലർ ആക്സലറേഷൻ തന്നിട്ടുണ്ട്. സോ ആംഗുലർ ആക്സലറേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു 3 radian/s² ആണ്. ഇനിഷ്യൽ ആംഗുലർ സ്പീഡ് ω0 ഈസ് ഈക്വൽ ടു 2 radian/s. ഓക്കെ, ടൈം ഇൻ്റർവൽ t 2 സെക്കൻഡ് ആണ്. അപ്പോൾ ഈ 2 സെക്കൻഡിൽ റൊട്ടേറ്റ് ചെയ്ത ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് വാല്യൂ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ω0t പ്ലസ് ½ α t². ഇതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ω0 എന്ന് പറയുന്നത് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് 2 radian/s എന്നാണ്. ടൈം ഇൻ്റർവൽ 2 സെക്കൻഡ് പ്ലസ് ½ ഇൻറ്റു ആൽഫ 3 ഇൻറ്റു t². ഇപ്പോൾ 2 × സ്ക്വയർ, ഇവിടെ നിന്നൊരു 2 ഇവിടെ നിന്നൊരു 2 ക്യാൻസൽ ചെയ്ത് പോകും. സോ 4 + 6 10. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്, 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ എ സാറ്റലൈറ്റ് റിവോൾവിംഗ് അറൗണ്ട് ദ എർത്ത് ഇൻ പർട്ടിക്കുലർ ഓർബിറ്റ്. അപ്പോൾ ഓർബിറ്റ് റിവോൾവ് ചെയ്തിട്ടിരിക്കുന്ന സാറ്റലൈറ്റിൻ്റെ
ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, കാരണം ഡയറക്ഷൻ വേരി ചെയ്യും. അതുപോലെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്, പക്ഷേ അതും അതിൻ്റെ ഡയറക്ഷൻ വേരി ചെയ്യുന്നുണ്ട്. ആംഗുലർ വെലോസിറ്റിയും വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ കാരണം ഈ റേഡിയസിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആംഗുലർ മൊമെൻറ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളവിടെ M1 അതായത് M1V1 അതായത് നമ്മൾ ആംഗുലർ മൊമെൻറ്റം MVR = a കോൺസ്റ്റൻ്റ് എന്ന് എഴുതിയിട്ട് നമ്മളവിടെ ഇക്വേഷൻ എഴുതുന്നുണ്ട്. MV1 R1 = MV2 R2 എന്ന്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്തായാലും കൺസേർവ്ഡ് ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഡിപ്പെൻഡൻസ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് E ഓഫ് എർത്ത് വിത്ത് ഡിസ്റ്റൻസ് R ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത് ഈസ് കറക്റ്റ്ലി റെപ്രസെൻറ്റഡ് ബൈ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ E = -GM/R² എന്ന് പറയുന്നതാണ്. അതായത് സർഫസിന് പുറത്ത് ആണെന്നുണ്ടെങ്കിൽ GM/r², സ്മോൾ r ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ R. ഇനി സർഫസിന് അകത്താണെന്നുണ്ടെങ്കിൽ -GM/R³ × സ്മോൾ r ആണ്. ദാറ്റ് മീൻസ് സ്മോൾ r ലെസ് ദാൻ ക്യാപിറ്റൽ R ആയിരിക്കുമ്പോൾ. പിന്നെ ഓൺ ദ സർഫസ് ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി GM/-GM/R² ആണ്, അതായത് മാക്സിമം വാല്യൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ രണ്ട് ഗ്രാഫും പോസിബിൾ ആണ്. പക്ഷേ വിത്ത് ഡയറക്ഷൻ കാണിക്കുമ്പോൾ ഏത് ഗ്രാഫ് തന്നെ നമ്മൾ ടിക്ക് ചെയ്യണം? ഓപ്ഷൻ 3 തന്നെ ടിക്ക് ചെയ്യണം. കാരണം ഇൻസൈഡ് അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. ഔട്ട്സൈഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² ആണ്. സർഫസിലാകുമ്പോൾ മാക്സിമം വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ ഗ്രാഫും ശരിയായിട്ട് വരാം. പക്ഷേ ഈ രണ്ട് ഗ്രാഫും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ ആൻസർ ആയിട്ട് എഴുതണം. കാരണം ഇത് ഡയറക്ഷനെ കൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എർത്ത്. അപ്പോൾ സെൻറ്റർ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണെന്നുള്ള കൂടെ കാണിക്കുന്നതാണ് ഈ ഗ്രാഫ്. അതുകൊണ്ടാണ് ഇത് 4th ക്വാഡ്രൻ്റിൽ വരച്ചേക്കുന്നത്. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എ ബോഡി സ്ലൈഡ്സ് ഡൗൺ a fixed inclined plane in twice the time it takes to slide down the same distance in the absence of friction. The coefficient of friction between the body and the inclined plane is. അപ്പോൾ ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിന്ന് താഴേക്ക് സ്ലൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് റഫ് സർഫസിലൂടെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് സർഫസിലൂടെ സ്ലൈഡ് ചെയ്യുന്ന ടൈം ഇൻ്റർവലിൻ്റെ ടോയ്സ് വാല്യൂ എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സർഫസ് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ A = G sin θ ആയിരിക്കും ഇൻക്ലൈൻഡ് പ്ലെയിനിൽ. അപ്പോൾ ടൈം ഇൻ്റർവൽ T = നമ്മൾക്ക് ഇക്വേഷൻ √2s/G sin θ എന്നായിരിക്കും കിട്ടുക. പക്ഷേ സർഫസ് റഫ് ആണെങ്കിൽ ആക്സിലറേഷൻ്റെ വാല്യൂ G sin θ - μg cos θ വരും. അതായത് ഫ്രിക്ഷൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ കേസിൽ ടൈം ഇൻ്റർവൽ T' = √2s/G sin θ - μg cos θ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ടൈം ഇൻ്റർവലിൻ്റെ ടോയ്സ് ആണ് ഈ ടൈം ഇൻ്റർവൽ എന്നാണ്. അപ്പോൾ T' = 2 times T ആണ്. ദാറ്റ് മീൻസ് √2s/G sin θ - μg cos θ = 2 × √2s/G sin θ. അപ്പോൾ നമ്മളിത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1/G sin θ - μg cos θ = 4/G sin θ. ഓക്കെ, അപ്പോൾ നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇക്വേഷൻ 4G sin θ - 4 μg cos θ = G sin θ. So 4 μg cos θ = 3G sin θ. So mu = 3/4 tan θ. That means 3/4 tan 45. Tan 45 1 ആണ്. So 3/4 which is equal to 0.75. So answer option 1 ആണ്, 0.75. Next, a body is executing SHM with an angular frequency 2 radian per second. The velocity of the body at a 20 millimeter displacement when the amplitude of motion is 60 millimeter is. അപ്പോൾ വെലോസിറ്റി അറ്റ് എനി പോയിന്റ് ഓസിലേഷൻ്റെ കണ്ടീഷൻ അറിയാം, ഒമേഗ × √(a² - x²). ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ ആംഗുലർ ഫ്രീക്വൻസി 2 radian per second ഇൻറ്റു a² - x². ആംപ്ലിറ്റ്യൂഡ് 60 millimeter ആണ്. അപ്പോൾ 60 the whole square minus
ഡിസ്റ്റൻസ് 20 millimeter ആണ്. അപ്പോൾ 20 the whole square. That means 2 into root of 3200. That means 2 into 40 root 2. So 80 root 2. Value 113 millimeter per second. So answer option 3 ആണ് 113 millimeter per second. Next question number 14. A hollow sphere of volume V is floating on water surface with half immersed in it. What should be the minimum volume of water poured into it inside the sphere so that the sphere now sinks into the water? അപ്പോൾ ആദ്യം ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ വെയിറ്റിനെ ഹാഫ് വോളിയം ഇമേഴ്സ്ഡ് ആയപ്പോൾ തന്നെ ബോയൻ ഫോഴ്സ് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ V/2 ഇൻറ്റു റോ ഓഫ് ലിക്വിഡ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ബോഡി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് VG ക്യാൻസൽ ചെയ്തു പോകും. സിഗ്മ ഈസ് ഈക്വൽ ടു റോ ഓഫ് ലിക്വിഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കേസിൽ ബോഡിയുടെ കംപ്ലീറ്റ് വോളിയം ലിക്വിഡിനകത്തേക്ക് ഇമേഴ്സ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ലിക്വിഡിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇമേഴ്സ്ഡ് ആയി കഴിയുമ്പോൾ V ഇൻറ്റു റോ ഓഫ് ലിക്വിഡ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ബോയിൻ ഫോഴ്സ് ആണ്, ഈസ് ഈക്വൽ ടു വെയിറ്റ്. അപ്പോൾ വെയിറ്റിൻ്റെ വാല്യൂ ബോഡിയുടെ വെയിറ്റ് V സിഗ്മ G പ്ലസ് എന്തുകൂടെ വരും, നമ്മൾ ഒഴിച്ച ലിക്വിഡിൻ്റെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെ വരും. അപ്പോൾ ഇവിടെ നിന്ന് G എല്ലായിടത്തുനിന്നും ക്യാൻസലായി പോയി. ഈ V ഇൻറ്റു സിഗ്മ എന്ന് പറയുന്നത് റോ ലിക്വിഡ് ബൈ 2 ആണ്, ഈക്വൽ ടു പ്ലസ് V ഇൻറ്റു റോ ഓഫ് ലിക്വിഡ് പ്ലസ് V ഡാഷ് ഇൻറ്റു റോ ഓഫ് ലിക്വിഡ് എന്ന് വരും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി, V ഡാഷ് ഈസ് ഈക്വൽ ടു V/2 ആണെന്ന് മനസ്സിലായി. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്, V ഡാഷ് ഈസ് ഈക്വൽ ടു V/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ദ ഇക്വേഷൻ ഓഫ് സൗണ്ട് വേവ് y ഈസ് ഈക്വൽ ടു 0.0015 sin 62.8x പ്ലസ് 316t. ഫൈൻഡ് ദ വേവ് ലെങ്ത്. അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷൻ സൗണ്ട് വേവിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ട്രാവലിംഗ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന y ഈസ് ഈക്വൽ ടു a sin kx പ്ലസ് ωt എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 62.58 ആണ്. സോ നമുക്കറിയാം k ഈസ് ഈക്വൽ ടു 2π/λ ആണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ 2π ഡിവൈഡഡ് ബൈ k വരും. ദാറ്റ് മീൻസ് 6.28 ഡിവൈഡഡ് ബൈ 62.8. ദാറ്റ് മീൻസ് 1/10 മീറ്റർ. ദാറ്റ് മീൻസ് 0.1 യൂണിറ്റ്. അതായത് ആൻസർ ഓപ്ഷൻ 2 ആണ്, 1/10, 0.1 യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഓൺ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ ബൈ 1 degree Celsius ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻക്രീസസ് ബൈ. ഓക്കെ, അതായത് ഒരു ടെമ്പറേച്ചർ, അതായത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 1 degree Celsius റൈസ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട് എത്ര ഇൻക്രീസ് ചെയ്യുമെന്നാണ്. സോ 1 degree Celsius ടെമ്പറേച്ചർ ഇൻക്രീസിൽ വെലോസിറ്റി 0.6 meter per second വീതം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. ഇഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് ആൻറ്റിമണി ഈസ് ആഡഡ് ടു ജെർമേനിയം ക്രിസ്റ്റൽ. അപ്പോൾ ആൻറ്റിമണി ജെർമേനിയം ക്രിസ്റ്റലിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് N ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ N ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ദ ആൻറ്റിമണി ബിക്കംസ് ആൻ അക്സെപ്റ്റർ ആറ്റം. തെറ്റാണ്. ദെയർ വിൽ ബി മോർ ഫ്രീ ഇലക്ട്രോൺസ് ദാൻ ഹോൾസ് ഇൻ ദ സെമി കണ്ടക്ടർ. ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ്. ഇറ്റ് ബിക്കം എ P ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ P ടൈപ്പ് സെമി കണ്ടക്ടർ എന്നുള്ളത് തെറ്റാണ്. ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇൻക്രീസ് എന്നുള്ളത് തെറ്റാണ്. ദെയർ വിൽ ബി മോർ ഫ്രീ ഇലക്ട്രോൺസ് ദാൻ ഹോൾസ് ഇൻ സെമി കണ്ടക്ടർ. ശരിയാണല്ലോ, N ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ്. ഇഫ് 10 gram ഓഫ് ഐസ് അറ്റ് 0 degree Celsius ഈസ് മിക്സ്ഡ് വിത്ത് 10 gram ഓഫ് വാട്ടർ അറ്റ് 40 degree Celsius, ദ ഫൈനൽ മാസ് ഓഫ് വാട്ടർ ഇൻ ദ മിക്സർ. അപ്പോൾ വാട്ടർ റിലീസ് ചെയ്ത് കൊടുക്കുന്ന എനർജി mc∆t ആണ്. സോ 10 into 1 into ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ 40. കാരണം അതിൻ്റെ ടെമ്പറേച്ചർ മാക്സിമം 0 degree Celsius വരെ ഫോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ 0 degree Celsiusലേക്ക് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അത് റിലീസ് ചെയ്യുന്ന എനർജി 400 കലോറി ആണെന്ന് നമുക്ക് ആ mc∆t ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി. പക്ഷേ 10 gram ഐസ് മെൽറ്റ് ചെയ്യണമെങ്കിൽ എത്ര എനർജി വേണം? എനർജി റിക്വയർഡ് ടു മെൽറ്റ് ഐസ് എന്ന് പറയുന്നത് m into LF ആണ്. സോ മാസ് ഓഫ് ഐസ് 10 gram ആണ്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 80 കലോറി പെർ ഗ്രാം ആണ്. സോ 800 കലോറി ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യാനുള്ള മുഴുവൻ എനർജിയും എവിടെ നിന്ന് കിട്ടിയിട്ടില്ല? വാട്ടറിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ
ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ പോലും അയാൾക്കൊരു 400 കലോറി എനർജി വിട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഐസ് മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 800 കലോറി എനർജി വേണം. അപ്പോൾ അതിനകത്ത് 400 കലോറി എനർജി യൂസ് ചെയ്ത് എത്ര ഐസ് മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും? 10 ഗ്രാം ഐസിൻ്റെ നേരെ ഹാഫ് മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ 5 ഗ്രാം ഐസ് മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 5 ഗ്രാം ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടറായി. ഓൾറെഡി അവിടെ 10 ഗ്രാം വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ എത്ര ആവും? 15 ഗ്രാം ആവും. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. Next question number 19. A pendulum clock has an iron pendulum of 1 meter long, alpha of iron 10 raised to minus 5 per degree Celsius. If the temperature is rises by 10 degree Celsius, the clock will lose 8 seconds per day, will lose 4.32 seconds per day, will gain 8 seconds per day, will gain 4.32 seconds per day. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടൈം ലോസ് ഓർ ടൈം ഗെയിൻ പെർ ഡേയെ കുറിച്ചാണ്. അപ്പോൾ ടൈം ലോസ് അല്ലെങ്കിൽ ടൈം ഗെയിൻ പെർ ഡേ എന്ന് പറയുന്നത് നമുക്കറിയാം 43,200 ആൽഫ ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഇവിടെ ടൈം ലോസ് അല്ലെങ്കിൽ ടൈം ഗെയിൻ, ഇവിടെ ഇപ്പോൾ ലോസ് ആണ് സംഭവിക്കുന്നത്. കാരണം ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ ടൈം ലോസ് ആണ് ഉണ്ടാവുക. സോ 43,200 ഇൻറ്റു ആൽഫയുടെ വാല്യൂ 10 raised to minus 5, ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസസ് ബൈ 10 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 10 വരും. സോ നമുക്ക് ആൻസർ 4.32 സെക്കൻഡ് എന്ന് കിട്ടും. സോ clock will lose 4.32 seconds per day. Next question number 20. Equation of an ideal gas. അറിയാം PV is equal to nRT. Next question number 21. If the momentum of an electron is changed by P, then the Broglie wavelength associated with it changes by 0.5%. The initial momentum of the electron will be. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ലാംഡ is equal to h/p ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം ചേഞ്ച് എന്ന് പറയുന്നത് മൊമെൻറ്റം ചേഞ്ചിൻ്റെ റേറ്റ് ഡെൽറ്റ p/p എന്ന് പറയുന്നത് ഡെൽറ്റ ലാംഡ ബൈ ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ ലാംഡ ബൈ ലാംഡ എന്ന് പറയുന്നത്, അതായത് de Broglie's wavelength associated with it changes by 0.5% എന്നാണ്. ദാറ്റ് മീൻസ് 0.5/100 ആണ് ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു ഡെൽറ്റ p/p. ചേഞ്ച് ഇൻ മൊമെൻറ്റം p, ഇനിഷ്യൽ മൊമെൻറ്റത്തിന് ഞാൻ pi എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇനിഷ്യൽ മൊമെൻറ്റം pi ഈസ് ഈക്വൽ ടു 100p ഡിവൈഡഡ് ബൈ 0.5. ദാറ്റ് മീൻസ് 200p. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്, 200p. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. A charge particle Q1 is at a position 2, -1, 3. The electrostatic force on another charged particle Q2 at 0, 0, 0. അതായത് ഒറിജിനിൽ ഇരിക്കുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് Q2. അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻ വെക്ടർ ഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F is equal to 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r³ ഇൻറ്റു വെക്ടർ r. ഇങ്ങനെയാണ് വരേണ്ടത്. സോ Q1 Q2 ഡിവൈഡഡ് ബൈ 4πε0 r³. അപ്പോൾ 4πε0 ഇൻറ്റു r³. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ക്യൂബ് എടുക്കണം. ഡിസ്റ്റൻസിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ പൊസിഷൻ വെക്ടർ r എന്ന് പറയുന്നത് എന്തായിരുന്നു? 2i - j + 3k ആണ്. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 2 × സ്ക്വയർ 4 + 1 + 9 അതിൻ്റെ സ്ക്വയർ റൂട്ട്. ദാറ്റ് മീൻസ് √14 ആണ്. അപ്പോൾ അതിൻ്റെ r³ എടുക്കുമ്പോൾ ഇൻറ്റു 14 ഇൻറ്റു √14 ഇങ്ങനെയാണ് വരിക. ഇൻറ്റു എന്ത് വരണം? വെക്ടർ വരണം. സോ 2i + j + 3k. 2i - j + 3k ഇങ്ങനെയാണ് വെക്ടർ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് ചാർജുകളും പോസിറ്റീവാണ്. അപ്പോൾ രണ്ട് ചാർജുകളും പോസിറ്റീവ് ആയതുകൊണ്ട് ഫോഴ്സ് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. കാരണം റേഡിയസ് വെക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ -Q1 Q2 ഡിവൈഡഡ് ബൈ 56πε0 √14 2i - j + 3k. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. -Q1 Q2 ഡിവൈഡഡ് ബൈ 56 ഇൻറ്റു √14 πε0 2i - j + 3k. Next question number 23. The charge of capacitance 2 microfarad in the following circuit will be. അപ്പോൾ ഈ 2 microfarad കപ്പാസിറ്റൻസിലുള്ള ചാർജിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 8 വോൾട്ട് പൊട്ടൻഷ്യലാണ് ഉള്ളത്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആദ്യം കണ്ടുപിടിക്കാം. ഈ രണ്ട് കപ്പാസിറ്റൻസിൻ്റെയും കൂടെ എഫക്റ്റീവ് വാല്യൂ എടുക്കുമ്പോൾ അത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 5 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 1/C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു, കാരണം ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസും ഇതും സീരീസ് ആണ്. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് 1/3 പ്ലസ് 1/5 ദാറ്റ് മീൻസ് നമുക്ക് 8/15 വരും. സോ സി എഫക്റ്റീവ് അവിടെ ഒരു 15/8 കിട്ടും. അതായത് ഇത്രയും ഭാഗത്ത് സി എഫക്റ്റീവ് ഇതാണ്. ഇനി അത് ഈ 4 മൈക്രോ ഫാരഡിന് പാരലാണ്. അതുകൊണ്ട് നെറ്റ് കപ്പാസിറ്റൻസ്, അതായത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദ എൻറ്റയർ സർക്യൂട്ട് എന്ന് പറയുന്നത് 4 + 15/8 ആണ്. ദാറ്റ് മീൻസ് 47/8 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് Q = CV ആണ്. അപ്പോൾ സിയുടെ വാല്യൂ 47/8 ഇൻറ്റു പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 8 വിച്ച് ഈസ് ഈക്വൽ ടു 47 മൈക്രോ കൂളമ്പ്. എന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിനകത്തുനിന്ന് ഒരു 47 മൈക്രോ കൂളമ്പ്, അതായത് സെല്ലിനകത്തുനിന്ന് ഒരു 47 മൈക്രോ കൂളമ്പ് ചാർജ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു 4 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് 8 വോൾട്ട് പൊട്ടൻഷ്യലിനെ ക്രോസ് ആയിട്ടാണല്ലോ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് പേര് കൊടുക്കുന്നു. ഇത് C1, ഇത് C2, ഇത് C3, ഇത് C4 എന്ന് കൊടുത്തു എന്ന് കരുതാം. അപ്പോൾ ആ C1 അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ചാർജ് Q1 എന്ന് പറയുന്നത് C1 × V. ദാറ്റ് മീൻസ് 4 × 8 32 മൈക്രോ കൂളമ്പാണ്. അപ്പോൾ ഇതുവഴി പോകുന്നത് Q1 32 മൈക്രോ കൂളമ്പാണ്. അപ്പോൾ ബാക്കി മുഴുവൻ ഇങ്ങോട്ടേക്ക് പോകും. എന്ന് വെച്ചാൽ Q2 = 15 മൈക്രോ കൂളമ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 15 മൈക്രോ കൂളമ്പ് ചാർജ് ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 15 മൈക്രോ കൂളമ്പ് ചാർജ് ഇവിടെ നിന്ന് ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 15 മൈക്രോ കൂളമ്പ് ചാർജ് തന്നെയാണല്ലോ ഇതിനെക്രോസ് ആയിട്ടും ഫ്ലോ ചെയ്യുന്നത്. അതായത് 15 മൈക്രോ കൂളമ്പ് എന്ന് പറയുന്ന ചാർജ് ഇവിടെ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇതിനകത്തൂടെയും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ 2 മൈക്രോ ഫാരഡിന് അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ചാർജ് മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ 2 മൈക്രോ ഫാരഡിന് അക്രോസ് ആയിട്ടുള്ള ചാർജ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വേണം. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് 15 മൈക്രോ കൂളമ്പ് ചാർജ് ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ, അതായത് ഇതിനെ ഞാൻ C3 എന്നാണ് കൊടുത്തത്. അപ്പോൾ ആ V3 എന്ന് പറയുന്നത് Q/C ആണ്. അപ്പോൾ 15/3 5 വോൾട്ട് പൊട്ടൻഷ്യലാണ് ഇതിന് അക്രോസ് ആയിട്ടുള്ളത്, C3ക്ക് അക്രോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിന് അക്രോസ് ആയിട്ട് എത്ര ഉണ്ടാവും? 3 വോൾട്ട് ഉണ്ടാവും. കാരണം ടോട്ടൽ 8 വോൾട്ട് പൊട്ടൻഷ്യലാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിന് അക്രോസ് ആയിട്ട് 3 വോൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾക്ക് അവിടുത്തെ ചാർജ്, അതായത് ഇത് നമ്മൾ C1, ഇത് C2, V2 ആണിത്. അപ്പോൾ V3 എന്ന് പറയുന്നത് V3 = എന്ത് വരും? Q/C3 വരും. അപ്പോൾ Qൻ്റെ വാല്യൂ 15, C3യുടെ വാല്യൂ, അതായത് Q = ഇവിടെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചാർജിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. Q3 = C3 × V. C3യുടെ വാല്യൂ 2 മൈക്രോ ഫാരഡ്, അവിടുത്തെ പൊട്ടൻഷ്യൽ 3 വോൾട്ട്. അപ്പോൾ 6 മൈക്രോ കൂളമ്പ് എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്, 6 മൈക്രോ കൂളമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. The meter bridge wire AB is shown in figure is 50 cm long. When AD is equal to 30 cm, no deflection occurs in the galvanometer. Find R. അപ്പോൾ അതിൻ്റെ അർത്ഥം പൊട്ടൻഷ്യൽ, അതായത് മീറ്റർ ബ്രിഡ്ജ് ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ്, അതായത് ബാലൻസ്ഡ് റെസിസ്റ്റൻസ് ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്കറിയാം P/Q = R/S ആണ്. അപ്പോൾ 6/R = എന്തായിരിക്കണം? ഇവിടെ നിന്ന് ഇവിടമുള്ള ഡിസ്റ്റൻസ് AD 30 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 30 ബാക്കി 20. ഇതും കട്ടായി പോവും. R = 6 × 2/3. That means 4 ohm. So answer option 4 ആണ്, 4 ohm. Okay. Next question number 25. A wire when connected to 220 volt main supply has power dissipation P1. Now the wire is cut into 2 equal pieces which are connected in parallel to the same supply. Power dissipation in the case is P2. Then P2 is to P1. അപ്പോൾ P1 എന്ന് പറയുന്നത് V² R ആണ്. ഓക്കെ, അതായത് V പൊട്ടൻഷ്യൽ ആർക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു? R റെസിസ്റ്റൻസ് ഉള്ളൊരു കണക്ഷനിൽ അതായത് വയറിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ വയറിനെ 2 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ വയറിനെ 2 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ വയറുകളുടെ റെസിസ്റ്റൻസ്, അതായത് ഈക്വൽ ഹാഫുകളായതുകൊണ്ട് റെസിസ്റ്റൻസ് ഹാഫ് ആയിട്ടുണ്ടാകും, കാരണം ലെങ്ത് ഹാഫായി. അപ്പോൾ നിങ്ങൾക്ക് R/2 റെസിസ്റ്റൻസ് ഉള്ള 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യണം എന്നാണ് അവർ രണ്ടാമത്തെ കേസിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? R/4 ആവും അല്ലേ? അതായത് പാരലാണ്. അപ്പോൾ 1/R/2 പ്ലസ് 1/R/2 ദാറ്റ് മീൻസ് R/4 വരും. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R/4 ആയി. അങ്ങനെയാണെങ്കിൽ പുതിയ പവർ P2 = എന്ത് വരും? V² R/4. ദാറ്റ് മീൻസ് 4
വി സ്ക്വയർ ബൈ ആർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് P1 ഡിവൈഡഡ് ബൈ P2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1:4 എന്ന് വരും. ഓക്കെ, സോറി, അതായത് P2 is to P1 ആണ് ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ P2 is to P1 ആകുമ്പോൾ 4:1. ഓക്കെ, P1 is to P2 1:4 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ P2 is to P1 ആണ് ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത്. സോ 4:1 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. A rectangular loop carrying a current I1 is situated near a long straight wire carrying a steady current I2. The wire parallel to one of the sides of the loop and in the plane of the coil as shown in figure. അപ്പോൾ നമുക്കറിയാം ഇതിനകത്തൂടെ I2 കറണ്ടാണ് പോകുന്നത്. ഇതൊരു ലോങ് വയർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1. അപ്പോൾ ഈ രണ്ട് കറണ്ടുകളും സെയിം ഡയറക്ഷനിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് വയേഴ്സ് തമ്മിൽ എന്തുണ്ടാവും? അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ നേരത്തെ പഠിച്ചാണ് രണ്ട് പാരൽ വയർ. എർത്ത് എന്ന് പറയുന്നത് H0 ആണ്. H0 ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് അതായത് എർത്ത് H0 എന്ന് പറയുന്നത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിന് പെപ്പൻഡിക്കുലറായിട്ട്, ഈ പ്ലെയിന് പെപ്പൻഡിക്കുലറായിട്ടാണ് ലൂപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇതിന് പെപ്പൻഡിക്കുലറായിട്ട് ഈ ഡയറക്ഷനിലേക്കോ അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലേക്കോ വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടേക്കാണെന്ന് വെച്ചോ. അതായത് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷന് പാരലായിട്ടാണ് കോയിലിൻ്റെ പ്ലെയിൻ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോയിലിനകത്ത് കറണ്ട് ക്യാരിങ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒന്നുകിൽ ഈ ഡയറക്ഷനിലേക്ക് വരും അല്ലെങ്കിൽ ഇപ്പുറത്തെ ഡയറക്ഷനിലേക്ക് വരും. എന്തായാലും അത് H0ക്ക് പെപ്പൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ റിസൾട്ടൻറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇതിനിടയ്ക്കായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നെറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇതാണെന്ന് വിചാരിക്കുക. ആ നെറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ചുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്സ് ഇൻറ്റു എം ഇൻറ്റു u cos 45 u/√2 the whole square. That means half into m into u square into 1/2. That means half of E. So answer option 3 ആണ്, E/2. Next question number 29. In the circuit shown, the readings of voltmeters V1, V2 and V3 at resonance are given by. അപ്പോൾ V1ലും V2ലും V3യിലും റീഡിംഗ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് റെസണൻസ് കണ്ടീഷനിലുള്ള കണ്ടീഷൻ, അതായത് റെസണൻസിലാണെങ്കിലുള്ള കേസാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് ഇൻ ദ സർക്യൂട്ട് ഷോൺ ദ റീഡിങ്സ് ഓഫ് വോൾട്ട്മീറ്റർ V1, V2 ആൻഡ് V3 അറ്റ് റെസണൻസ് ആർ ഗിവൺ ബൈ. അപ്പോൾ റെസണൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം ഈ എല്ലും സിയും ഇവിടെ ഇപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ VL എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ VC അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കറണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രി ലീഡ് ചെയ്യും 90 ഡിഗ്രി ലാഗ് ചെയ്യുകയും ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ VLും VCയും സെയിം ആണല്ലോ റെസണൻസിൽ. അപ്പോൾ VL മൈനസ് VC എന്ന് പറയുന്ന വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഈ V2ൻ്റെ വാല്യൂ നമുക്ക് എന്തായിരിക്കും കാണുക? V2ൻ്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടണം. V2ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. കാരണം ഇതിന് അക്രോസ് ആയിട്ടുള്ള നെറ്റ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ V2ഉം VLും VCയും സെയിം ആയതുകൊണ്ട് VL മൈനസ് VC എന്ന് പറയുന്നത് 0 കിട്ടും. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള നെറ്റ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് V2 0 ആയിരിക്കും. ഇനി V1 എന്ന് പറയുന്നത് എന്ത് തന്നെ മെഷർ ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ മാക്സിമം വാല്യൂ, അതായത് RMS വാല്യൂ. അപ്പോൾ V3 എന്ന് പറഞ്ഞാലും V2 എന്ന് പറഞ്ഞാലും V3 അല്ല, V3 ആൻഡ് V1. V2 നമ്മൾ ഓൾറെഡി എഴുതിയല്ലോ. V3യും V1, അതായത് V3യും V1ഉം എന്തായാലും സെയിം ആയിരിക്കും. കാരണം ഇതിനകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ആണോ അത് തന്നെയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ V3യിലും V2ലും സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഈ RMS കണ്ടുപിടിക്കണം. അപ്പോൾ E0/√2 വരും. അപ്പോൾ V1ഉം V3യും E0/√2 ആയിരിക്കും. V2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. 2 masses of 10 kg and 20 kg respectively are connected by a massless spring as shown in figure. A force of 200 Newton acts on 20 kg mass at the instant when the 10 kg mass has an acceleration of 12 meter per second square towards the right. The acceleration of the 20 kg resonance frequency condition omega is equal to √1/√LC ആണ്. അപ്പോൾ C 2C ആക്കി. അങ്ങനെയാണെങ്കിൽ Lൻ്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കണം? L/2ന് ഈക്വൽ ആയിരിക്കണം. എങ്കിലേ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാകാതിരിക്കത്തുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്, L/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. The frequency of light wave in a material is 2 × 10⁻14 Hz and wavelength 5000 Armstrong. The refractive index of material will be. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് വേവ് ഇൻ ദ മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിനകത്ത് ഫ്രീക്വൻസി 2 × 10⁻14 Hz ആണ്. വേവ് ലെങ്ത് 5000 Armstrong ആണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ വിൽ ബി. അപ്പോൾ മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N = C/V, അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. അപ്പോൾ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്
വേവ് ലെങ്ത് ആണ്. അപ്പോൾ അത് ലാംഡ ഇൻ എയർ ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ മീഡിയം ആണ്. അപ്പോൾ നമ്മൾക്ക് ലാംഡ ഇൻ എയർ കണ്ടുപിടിക്കണം. സോ ലാംഡ ഇൻ എയർ എന്ന് പറയുന്നത് അതായത് വി ഈസിക്കൽ ടു എഫ് ലാംഡ ആണ്. അപ്പോൾ ലാംഡ ഈസിക്കൽ ടു വി ഡിവൈഡഡ് ബൈ അതായത് സി ഡിവൈഡഡ് ബൈ എഫ് വരും. എയറിലെ വേവ് ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ മീഡിയത്തിനകത്തും എയറിനകത്തും ഫ്രീക്വൻസിക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സി 3 × 10⁸, ഫ്രീക്വൻസി 2 × 10⁻14. അപ്പോൾ ഇതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞു, അതായത് 1.5 വരും. അപ്പോൾ 10⁻14 10⁸ കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 10⁻6 വരും. അപ്പോൾ നമുക്ക് 1.5 × 10⁻6 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 1.5 × 10⁻6 × 10⁻10 ആംസ്ട്രോങ്. സോ 1500 15,000 ആംസ്ട്രോങ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേവ് അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണ് വേണ്ടത്. അപ്പോൾ ലാംഡ ഇൻ എയർ എന്ന് പറയുന്നത് 15,000 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ മീഡിയം എന്ന് പറയുന്നത് 5,000. സോ വാല്യൂ 3 കിട്ടും. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. A square ABCD of side 1 millimeter is kept at a distance 15 centimeter and in front of the concave mirror as shown in figure. The focal length of the mirror is 10 centimeter. The length of perimeter of its image. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതായത് ഈ ഫസ്റ്റ് CD എന്ന് പറയുന്ന സൈഡ് നിൽക്കുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമേജ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതായത് 1/v + 1/u = 1/f. ഇതാണ് മിറർ ഫോർമുല. അപ്പോൾ നമ്മൾക്ക് 1/v - 1/15, കാരണം u = -15 ആണ്. അതായത് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ = ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ -1/10. സോ 1/v = -1/10 + 1/15. ദാറ്റ് മീൻസ് -5 ഡിവൈഡഡ് ബൈ 10 × 15. ദാറ്റ് മീൻസ് -1/30. സോ v = -30 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ m - -v/u ആണ്. അപ്പോൾ -30 ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ -15 ആണ്. സോ -2 എന്നാണ് മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ -2 ആണെന്നുണ്ടെങ്കിൽ ഈ CD എന്ന് പറയുന്ന ആളുടെ ഹൈറ്റ് ഇതിൻ്റെ ട്വൈസ് ആയിട്ടാണ് കാണുക. അപ്പോൾ CD-യുടെ ഹൈറ്റ് നമുക്ക് ഇമേജിനകത്ത്, അതായത് CD എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററാണ്. പക്ഷേ CD' എന്ന് പറയുന്ന ഇമേജിൻ്റെ ഹൈറ്റ് അപ്പോൾ 2 മില്ലിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് AB-യുടെ കേസ്. 2 മില്ലിമീറ്റർ എന്നായിരിക്കും AB' കാണുക. ഓക്കെ. പിന്നെ ഈ ഹൊറിസോണ്ടൽ ആയിട്ട്, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് തന്നെ വരുന്ന ADBC എന്ന് പറയുന്ന സൈഡിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അത് നമുക്കറിയാം. അതായത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ, ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ പഠിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ, അതായത് AD = 1 മില്ലിമീറ്റർ ആണ്. പക്ഷേ AD' എന്ന് പറയുന്നത് m² × 1 ആണ്. ദാറ്റ് മീൻസ് 4 മില്ലിമീറ്റർ വരും. അതുപോലെ BC' 4 മില്ലിമീറ്റർ തന്നെ വരും. അപ്പോൾ ഇനി ഇമേജിൻ്റെ പെരിമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ 2 + 2 + 4 + 4. ഓക്കെ. അപ്പോൾ 8, 2, 10. അപ്പോൾ 12 മില്ലിമീറ്റർ. ഓക്കെ. അപ്പോൾ 8 + 4 12 മില്ലിമീറ്റർ എന്ന് വരും. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. What should be the value of distance d so that the final image is formed on the object itself? Focal length of the lenses are written on the lens. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നത്, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്തായാലും ഒബ്ജക്റ്റ് ഇരിക്കുന്നത് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസിലാണ്. അപ്പോൾ അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യേണ്ട ആ ഇമേജാണ് ആക്ച്വലി ആരുടെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്? ഈ കോൺകേവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത് ഇയാൾ ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യേണ്ട ഇമേജാണ്. അപ്പോൾ അത് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഇതിൻ്റെ, അതായത് കോൺകേവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെന്ന് നമ്മൾ പറയും. അപ്പോൾ കോൺകേവ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് എവിടെ കിട്ടണം? അതിൻ്റെ ഫോക്കസിൽ കിട്ടണം. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഫോക്കസാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലം. അവിടെ തന്നെയാണ് ഇമേജ് ഉണ്ടാകുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആണല്ലോ. ഈ ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡിയുടെ വാല്യൂ എത്ര ആയിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ വാല്യൂ ഓഫ് ഡി ഈസ് 10 സെൻറ്റിമീറ്റർ. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1.
energy is released when heavy nuclei undergo fission or light nuclei undergo fusion. ശരിയാണ്, ഹെവി ന്യൂക്ലിയെ ഫിഷൻ നടക്കുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും, പിന്നെ ലൈറ്റ് ന്യൂക്ലിയെ ചേർന്ന് ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യപ്പെടും. സ്റ്റേറ്റ്മെൻറ്റ് 2, ഫോർ ഹെവി ന്യൂക്ലിയെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇസഡ്. തെറ്റാണ്. സോ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണ്. ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് question number 36. If energy E, force F and linear momentum P are fundamental quantities, then match the column and give correct answer. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, അതായത് എനർജി ഇ ആയിട്ട്, ഈ എനർജി അതുപോലെ ഫോഴ്സ് പിന്നെ മൊമെൻറ്റം ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവരുടെ ഡയമെൻഷൻസ് ആയിട്ട്, അതായത് ഡയമെൻഷൻസ് ആയിട്ട് മാസിനെ ഇവരുടെ ഡയമെൻഷൻസിൽ എഴുതണം, ലെങ്തിനെ ഇവരുടെ ഡയമെൻഷനിൽ എഴുതണം, ടൈമിനെ ഇവരുടെ ഡയമെൻഷനിൽ എഴുതണം. അതാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളിപ്പോൾ മാസിനെ എഴുതണമല്ലോ. അപ്പോൾ നമ്മൾ മാസ് പ്രൊപ്പോർഷണൽ ടു ഇ റൈസ് ടു എ എഫ് റൈസ് ടു ബി പി റൈസ് ടു സി എന്ന് എഴുതും, നമ്മൾ സാധാരണ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യുന്നത് പോലെ. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ എം വരും, ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എനർജിയുടെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 വരും, റൈസ് ടു എ. അതുപോലെ ഫോഴ്സ് എം എൽ ടി റൈസ് ടു -2 ദ ഹോൾ റൈസ് ടു ബി വരും, പിന്നെ എം എൽ റൈസ് ടു അതായത് എൽ ടി റൈസ് ടു -1, അതായത് മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു സി വരും. അപ്പോൾ നമുക്ക് എം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എം റൈസ് ടു എ പ്ലസ് ബി പ്ലസ് സി എൽ റൈസ് ടു 2a പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, അടുത്തത് ടി റൈസ് ടു -2a -2b -c ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനകത്തുനിന്ന് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ ഇ റൈസ് ടു -1 എഫ് റൈസ് ടു -1 പി റൈസ് ടു 0 എന്നാണ് കിട്ടുക. അത് കിട്ടുന്ന ആൻസറായി. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ്, എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അണ്ടർ ഗ്രാവിറ്റി അറ്റ് ആൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 degree. ഇഫ് ഫോർ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്റ്റൈൽ മോഷൻ ഇറ്റ്സ് റേഞ്ച് ഈസ് 36 meter. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 36 meter ആണ്. ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പാർട്ടിക്കിൾ. അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 degree ആണല്ലോ. അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 degree ആയതുകൊണ്ട് റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ, അതായത് 4 times എച്ച് ആയിരിക്കും. അതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാം, കാരണം റേഞ്ച് ഇക്വേഷൻ അറിയാമല്ലോ, ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ ബൈ ജി ആണ്. അപ്പോൾ തീറ്റ 45 കൊടുക്കുമ്പോൾ ഇവിടെ സൈൻ 90 വരും, 1 ആവും. സോ തീറ്റ 90 degree, അതായത് ഫോർ തീറ്റ ഈസ് ഈക്വൽ ടു 45, ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. പക്ഷേ മാക്സിമം ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ 45 ബൈ 2g ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 4g എന്നാണ് കിട്ടുന്നത്, അല്ലേ? സൈൻ 45ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2 വരും. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പോൾ യു സ്ക്വയർ ബൈ 4g വരും. അപ്പോൾ ഈ എച്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്നാണ് കിട്ടിയത്? r/4 ഈക്വൽ ആണെന്നാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ r ഈസ് ഈക്വൽ ടു 4h ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ 36/4, വാല്യൂ എത്ര കിട്ടും? 9 meter. സോ ആൻസർ ഓപ്ഷൻ 2, 9 meter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. The second hand of watch has length 6 centimeter, speed of n point and magnitude of difference of velocities at 2 perpendicular positions will be. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ഹാൻഡിൻ്റെ ലെങ്ത് 6 centimeter ആണ്. അപ്പോൾ അതിൻ്റെ സ്പീഡും കണ്ടുപിടിക്കണം, ഡിഫറൻസ് ഇൻ സ്പീഡ് അറ്റ് പെർപെൻഡിക്കുലർ പൊസിഷൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത് 6 centimeter എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം v ഈസ് ഈക്വൽ ടു എൽ ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലിൻ്റെ വാല്യൂ 6, ഒമേഗയുടെ വാല്യൂ 2π ഡിവൈഡഡ് ബൈ 60 വരും. ഓക്കെ, അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ 6 centimeter ആണ്, സെൻറ്റിമീറ്റർ മീറ്ററിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 6 × 10⁻² ആണ് വരുന്നത്, ഇൻറ്റു 2π ഡിവൈഡഡ് ബൈ 60. അതായത് ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t ആണല്ലോ. അപ്പോൾ 2π ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 10 വരും. ദാറ്റ് മീൻസ് 2π × 10⁻³ meter/second. ദാറ്റ് മീൻസ് 2π millimeter/second. അപ്പോൾ ഇതാണ് ആരുടെ സ്പീഡ്? സെക്കൻഡ് ഹാൻഡിൻ്റെ എൻഡിൻ്റെ സ്പീഡ്. ഇനി അതിൻ്റെ ചേഞ്ച് ഡിഫറൻസ് ഇൻ
അതായത് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ഓഫ് വെലോസിറ്റീസ് അറ്റ് ടു പെർപെൻഡിക്കുലർ പൊസിഷൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ പൊസിഷൻസിലെ വെലോസിറ്റി ആകുമ്പോഴത്തേക്ക് വെലോസിറ്റികൾ ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇവരുടെ റിസൾട്ടൻ്റ്, കാരണം രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ്, അതുകൊണ്ട് നെറ്റ് വെലോസിറ്റി അതായത് ഡിഫറൻസ് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി എന്ന് പറയുന്നത് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു √2 ടൈംസ് വി ആയിരിക്കും. അതായത് √2 ഇൻറ്റു 2π വിച്ച് ഈസ് ഈക്വൽ ടു 2√2π millimeter per second. So answer option 4 ആണ്. Okay. Next question number 39. Match the column. Corresponding entries. Column 1 അതായത് column 1ഉം column 2ഉം കൂടെ മാച്ച് ചെയ്താൽ മതി. അപ്പോൾ m-2 വരുന്നു. അപ്പോൾ m-2 എന്ന് പറയുമ്പോൾ റിയൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ C ആവും. അതുപോലെ കോൺകേവ് മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ത് വരാം? നെഗറ്റീവ് വരാം. ഓക്കെ, അപ്പോൾ കോൺകേവ് മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വരാം. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് സിയും അതായത് ബിയും സിയും വരുന്നുണ്ട്. അങ്ങനെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 1 ആണ്. പിന്നെ ബാക്കിയുള്ളത് നോക്കിയാൽ m-1/2 വരുമ്പോൾ മാഗ്നിഫിക്കേഷൻ കോൺകേവ് മിററിന് വരാം, പിന്നെ റിയൽ ഇമേജിന് വരാം. ഓക്കെ, അടുത്ത m-2 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കോൺകേവ് മിററിൻ്റെ കേസ് വരും, അതുപോലെ റിയൽ ഇമേജിൻ്റെ കേസ് വരും. പിന്നെ m1/2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ +1/2 ആണെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ കോൺവെക്സ് മിററിൻ്റെ ആണ് പോസിറ്റീവ് ആകുന്നത്, അതുപോലെ അത് വിർച്വൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ കിട്ടും. സോ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. ദ ഗിവൺ സൈക്ലിക് പ്രോസസ് ഷോൺ ഇൻ PV ഡയഗ്രാം ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്ന ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പാണെന്ന് നമുക്കറിയാം. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു π × R1 R2 ആണ്. അപ്പോൾ ഈ റേഡിയസ് R1 R2 എന്ന് എഴുതാൻ കാര്യം എക്സ് ആക്സിസിലെ റേഡിയസ് എന്ന് പറയുന്നത് വോളിയത്തിൻ്റെ ടേംസിലായിരിക്കും വരിക, വൈ ആക്സിസിലെ റേഡിയസ് പ്രഷറിൻ്റെ ടേംസിലും, അതുകൊണ്ടാണ് R1 R2 എന്ന് എഴുതിയത്. അപ്പോൾ π × വോളിയത്തിൻ്റെ കേസ് എഴുതുമ്പോൾ V2 - V1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു അടുത്ത R2 P2 - P1 ഡിവൈഡഡ് ബൈ 2. സോ ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. π/4 ഇൻറ്റു P2 - P1 ഇൻറ്റു V2 - V1. നെക്സ്റ്റ് 41. ഹൈഡ്രജൻ ആറ്റം ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് എക്സൈറ്റഡ് ബൈ എ മോണോക്രോമാറ്റിക് റേഡിയേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു 975 ആംസ്ട്രോങ്. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ദ റിസൾട്ടിംഗ് സ്പെക്ട്രം എമിറ്റഡ് വിൽ ബി. അതായത് എനർജി ഈസ് ഈക്വൽ ടു hc/λ ആണ്. ദാറ്റ് മീൻസ് 1240 ഡിവൈഡഡ് ബൈ ലാംഡ. ദാറ്റ് മീൻസ് 1240 ഡിവൈഡഡ് ബൈ 97.5 millimeter. ഓക്കെ, അതായത് നമ്മൾ ആംസ്ട്രോങ്ങിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ കണ്ടീഷനിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ എനർജിയുടെ വാല്യൂ ഒരു 12.76 ആണ് കിട്ടുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട്, അതായത് ഈ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് n = ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് n = 4th സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ ഈ 4th സ്റ്റേറ്റിൽ നിന്നാണ് ഇപ്പോൾ ഇത് എന്ത് ചെയ്തേക്കുന്നത്, ഡീഎക്സൈറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത് n × n-1 ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് മീൻസ് 4 × 4 - 1 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 6. സോ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് 6 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. 2 wires of equal length and cross sectional area suspended as shown in figure. Their Young's modulus are y1 and y2 respectively. The equivalent Young's modulus will be. അപ്പോൾ equivalent Young's modulus കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കണ്ടീഷൻ നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്. അതായത് നമ്മൾക്ക് അതായത് y ഈസ് ഈക്വൽ ടു, അതായത് ഇത് സ്പ്രിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ k ഈസ് ഈക്വൽ ടു k1 + k2/2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് YL, അതായത് നമുക്ക് വൈയുടെ ടേംസിൽ എഴുതുവാണെങ്കിൽ y ഈസ് ഈക്വൽ ടു y1 + y2 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ നമ്മളവിടെ തിയറി പാർട്ടിൽ തന്നെ അതായത് സോളിഡ്സിൽ പഠിക്കുന്നതാണ്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. y1 + y2 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. ദ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് എ PN ജംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ, ശരിയാണ്. എമൗണ്ട് ഓഫ് ഡോപ്പിംഗ്, ശരിയാണ്, ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. 1, 2, 3. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. 1, 2 and 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. A balloon of gross weight W Newton is falling vertically downward with a constant acceleration a less than g. The magnitude of air resistance. അപ്പോൾ നമ്മളൊരു ബലൂൺ എടുക്കുന്നു. ഈ ബലൂണിൻ്റെ വെയിറ്റ് W താഴേക്കാണ്, പക്ഷേ ഇവിടെ നിന്നും എയർ റെസിസ്റ്റൻസ് മുകളിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് താഴോട്ട് ആക്സലറേറ്റ് ചെയ്യും വിത്ത് ആൻ ആക്സലറേഷൻ a എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം W - F =
MA ആണ്. സോ F is equal to W minus MA വരും. ദാറ്റ് മീൻസ് W ഇങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 മൈനസ് MA ബൈ W. ദാറ്റ് മീൻസ് W ഇൻറ്റു 1 മൈനസ് MA ബൈ MG. ദാറ്റ് മീൻസ് W ഇൻറ്റു 1 മൈനസ് A by G. Okay, so W into 1 minus A by G. Answer option 3. Next question number 45. A bar magnet of length L and a magnetic dipole moment M is bent in the form of an arc as shown in figure. The new magnetic dipole moment will be. അപ്പോൾ ഇത് ഈ കാണിച്ചിരിക്കുന്ന രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി. കാരണം ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M is equal to pole strength into distance between the poles. എക്സ് ഇതാണ് വരേണ്ടത്. അപ്പോൾ പോൾ സ്ട്രെങ്ത് M ഇൻറ്റു ഈ എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ റേഡിയസിൻ്റെ ടേംസിൽ നമുക്ക്, അതായത് ആറിൻ്റെ ടേംസിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനിഷ്യൽ ഡൈപോൾ മൊമെൻറ്റ്, ഇത് ഫൈനൽ ഡൈപോൾ മൊമെൻറ്റ് M ഡാഷ് എന്ന് കൊടുക്കുക. ഇനിഷ്യൽ ഡൈപോൾ മൊമെൻറ്റ് M എന്ന് പറയുന്നത് പോൾ സ്ട്രെങ്ത് M ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. ഇനിഷ്യലി അത് സ്ട്രൈറ്റ് ആയിട്ടിരുന്നതാണ്, അതുകൊണ്ട് ഡൈപോൾ മൊമെൻറ്റ് M ഇൻറ്റു L ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ, കാരണം ഈ എക്സിൻ്റെ വാല്യൂ എന്തിന് ഈക്വൽ തന്നെയായിരിക്കും, ആറിന് ഈക്വൽ തന്നെയായിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, കാരണം ഇത് 60 ഡിഗ്രി വന്നു, ഇത് രണ്ടും റേഡിയസ് ആണ്, അപ്പോൾ ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ആണ്. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 6 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ cos 60, അതായത് cos 60 അല്ല, ആംഗിൾ, അതായത് ആംഗിൾ π/3 ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വയറിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് 6 എന്നാണ് വരിക. അപ്പോൾ R ഈസ് ഈക്വൽ ടു 3L ഡിവൈഡഡ് ബൈ π എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 6 തന്നെയാണ് എക്സ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ 3L ഡിവൈഡഡ് ബൈ π എന്ന് കൊടുക്കും. M ഇൻറ്റു L എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് ക്യാപിറ്റൽ M ആണ്. സോ ഇക്വേഷൻ 3 ഇൻറ്റു ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ π. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്, 3M by π. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 46. ഇൻ ദ സിറ്റുവേഷൻ ഡിസ്ക്രൈബ്ഡ് ഇൻ ഫിഗർ ആർ പൊളാരിറ്റി ഓഫ് കപ്പാസിറ്റർ വെൻ ലുക്ഡ് ഫ്രം ദ മാഗ്നറ്റ്. അപ്പോൾ മാഗ്നറ്റിൽ നിന്നുകൊണ്ട്, അതായത് ഇവിടെയാണ് ഒബ്സർവർ നിൽക്കുന്നത്, ഇവിടെ നിന്നുകൊണ്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്സർവർ ഇവിടെ നിന്നുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് പുറത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് പോകുന്നതിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു പോളായിരിക്കണം ഈ സൈഡിലുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നോർത്ത് പോൾ ഉണ്ടാവണം. അപ്പോൾ നോർത്ത് പോൾ ആണെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് ഒബ്സർവർ കാണുന്നത്. അപ്പോൾ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നു എന്നാണ് ഒബ്സർവർ കാണുന്നതെങ്കിൽ പ്ലേറ്റിൻ്റെ, അതായത് കപ്പാസിറ്റർ പ്ലേറ്റിൽ A പോസിറ്റീവും B എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 47. A, B and C are 3 points in a uniform electric field. The electric potential is. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് VB ഗ്രേറ്റർ ദാൻ VC ഗ്രേറ്റർ ദാൻ VA ആണ്. സോ മാക്സിമം അറ്റ് B എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. The volume of a gas is reduced to 1/4 of its initial volume adiabatically at 27 degrees Celsius. The final temperature of the gas will be. അപ്പോൾ adiabatic processൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, TV raised to gamma minus 1 is equal to a constant. So T1 V1 raised to gamma minus 1 is equal to T2 V2 raised to gamma minus 1 ആണ്. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ T2 is equal to T1 into V1 divided by V2 the whole raised to gamma minus 1. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ വോളിയത്തിൽ നിന്ന് 1/4 വോളിയത്തിലേക്ക് അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് T1ൻ്റെ വാല്യൂ, T1 27 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് മീൻസ് 300 കെൽവിൻ ഇൻറ്റു വോളിയം V ഡിവൈഡഡ് ബൈ V/4 ദ ഹോൾ റൈസ് ടു ഗാമ 1.4 - 1. സോ 300 ഇൻറ്റു 4 ദ ഹോൾ റൈസ് ടു 0.4. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49. The system shown in the figure is in equilibrium. The maximum value of W, so that the maximum value of static frictional force on 100 kilogram body is 450 Newton. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് 450 ന്യൂട്ടൺ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ 450 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ടെൻഷൻ ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. ഈ കമ്പോണൻറ്റ് T sin 45, ഇത് T cos 45 എന്ന് പറഞ്ഞ് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ ഈ T sin 45 ഈസ് ഈക്വൽ ടു 450 ന്യൂട്ടൺ ആണ്. അതുപോലെ T cos 45 W ആണ്. അങ്ങനെയാണെങ്കിൽ tan 45
is equal to 450 by W. That means W is equal to 450 Newton then. So answer option 3, 450 Newton. Next, question number 50. A wooden cylinder floats vertically in water with half of its length immersed. The density of wood is. അപ്പോൾ ഹാഫ് ഓഫ് ലെങ്ത് ഇമേഴ്സ്ഡ് ആണ്. അപ്പോൾ ഹാഫ് ഓഫ് ലെങ്ത് ഇമേഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ V/2 ഇൻറ്റു വോളിയം ഓഫ് ലിക്വിഡ്, അതായത് വാട്ടർ ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു V ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വുഡ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ റോ ഓഫ് ലിക്വിഡ് ബൈ 2 ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് വുഡ് എന്ന് കിട്ടും. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വുഡ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഒരു 50 ക്വസ്റ്റ്യൻ്റെ ബഞ്ച് ഓഫ് 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങളുടെ നീറ്റിലേക്കുള്ള നീറ്റ് എക്സാമിൻ്റെ ഒരു എയിമിലേക്കുള്ള നമ്മളുടെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് പിന്നെയും ഒന്നുകൂടി ചെയ്ത് പ്രാക്ടീസ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾക്ക് ഇന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ സെക്ഷൻ എയിലെ 51. ഇഫ് 10⁻21 molecules are removed from 200 mg of CO2, the number of moles of CO2 left are എന്നാണ് ചോദ്യം. അതായത് അവർ പറയുന്ന 200 milligram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് 10⁻21 മോളിക്യൂൾ എടുത്ത് മാറ്റിയാൽ എത്ര മോൾസ് കാർബൺ ഡൈ ഓക്സൈഡ് ബാക്കിയുണ്ടെന്നാണ്. അതായത് മൂന്ന് കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൊട്ടയ്ക്കകത്ത് കുറച്ച് മാങ്ങയുണ്ട്. ആ മാങ്ങയ്ക്കകത്ത് നിന്ന് എത്ര ഓറഞ്ച് എടുത്ത് മാറ്റിയാൽ ബാക്കി തേങ്ങ എത്ര ഉണ്ട് എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയത്. എന്ന് വെച്ചാൽ മൂന്ന് പാരാമീറ്ററാണ് അല്ലേ. ഇപ്പോൾ ഓറഞ്ച് മാങ്ങ തേങ്ങ എന്ന് പറയുമ്പോൾ 3 10 ഓറഞ്ചിൻ്റെ അന്ന് 3 മാങ്ങ എടുത്ത് മാറ്റിയാൽ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് എനിക്കറിയാം. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അതെല്ലാം നോക്കി 200 mg ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് 10⁻21 മോളിക്യൂൾ മാറ്റുമ്പം എത്ര മോൾസ് ഉണ്ടെന്നാണ് ചോദ്യം. 3 പാരാമീറ്ററാണ്. അപ്പം നിങ്ങൾക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഈക്വൽ ടു 200 milligram കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും 10⁻21 മോളിക്യൂൾസ് ആണ് നിങ്ങൾ മൈനസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കിട്ടേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ 2 പ്രോപ്പർട്ടിനെ മോൾസിലോട്ട് മാറ്റിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ മോൾസിലോട്ട് മാറ്റാനുള്ള മാർഗം നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ നമ്പർ ബൈ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം അറ്റ് STP. ഇങ്ങനെ 3 ഇക്വേഷൻ വഴി നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാസാണ്. സോ 200 ഇൻറ്റു മില്ലി മീൻസ് 10⁻³ ബൈ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് 44 മൈനസ് തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് 10⁻21 ആണ്. അവർ പറഞ്ഞിരിക്കുന്ന നമ്പർ അവോഗാഡ്രോ നമ്പറാണ്. സോ ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23 വരും. അപ്പം നിങ്ങൾക്ക് ഇത് നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റി ഇതും നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് ചെയ്യുമ്പം 2.88 ഇൻറ്റു 10⁻³ മോൾസ് എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 വരും. അപ്പം ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. 1 മില്ലിഗ്രാംസിൽ തന്നിരിക്കുന്നു, പിന്നെ മോളിക്യൂൾസ് തന്നു, പിന്നെ ഒരു മോൾസാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് മോൾസ് ആണ് ആവശ്യമെങ്കിൽ 2നെയും മോൾസിലോട്ട് മാറ്റി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് 2ഉം മാസിലേക്ക് മാറ്റാനാണെങ്കിൽ ഇത് മാസാണ് ഓൾറെഡി, ഇതിനെ മാസിലേക്ക് മാറ്റിയതിന് ശേഷം കിട്ടുന്ന മാസിനെ മോൾസിലേക്ക് മാറ്റുക. അത് ഇരട്ടി പണിയാണ്, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിലേക്ക് മാറ്റിയെടുത്താൽ മതി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആൻഡ് ദിസ് ഇസ് ഫ്രം ബേസിക് കോൺസെപ്റ്റ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
Equal weight of ethane and hydrogen are mixed in an empty container at 25 degrees Celsius. രണ്ട് ഈക്വൽ വെയിറ്റ് ആണ് ഈതേന്റെയും ഹൈഡ്രജനും. ഇപ്പം ഞാൻ ഈതേൻ 1 gram എടുത്താൽ ഹൈഡ്രജനും 1 gram എടുക്കണം. എന്നിട്ട് അതിനൊരു കണ്ടെയ്നറിൽ മിക്സ് ചെയ്തു 25 degrees Celsius. ദി ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ പ്രഷർ എക്സർട്ടഡ് ബൈ ദി ഹൈഡ്രജൻ, ദറ്റ് ഈസ് നിങ്ങളോട് ചോദിച്ചേക്കുന്ന പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോഴേ അറിയാം പാർഷ്യൽ പ്രഷർ ടോട്ടൽ പ്രഷർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. And the result is partial pressure of any component, that is ith component, equal to total pressure into mole fraction of that component എന്നാണ്. നിങ്ങൾക്ക് വേണ്ടത് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ആണ്. ടോട്ടൽ പ്രഷർ അവർ പറയാത്തതുകൊണ്ട് നമ്മൾ പി എന്ന് കൊടുത്തു. ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്, which is equal to partial pressure into number of moles of hydrogen by number of moles of hydrogen plus number of moles of ethane C2H6 എന്ന് വരും, which is equal to P into number of moles of hydrogen എന്ന് വെച്ചാൽ weight by molar mass. രണ്ടുപേർക്കും ഈക്വൽ വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ x/2 divided by x/2 plus x/ ഈതേന്റെ മോളിക്കുലർ ഫോർമുല C2H6 ആണ്. 2 കാർബൺ 24 6 ഹൈഡ്രജൻ 6 30 ആണ്. സോ ദിസ് ഇസ് x/30 എന്ന് വരും. ഇനി നിങ്ങളിത് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു x/2 ഡിവൈഡഡ് ബൈ 30 കോമൺ ആയിട്ട് എടുത്താൽ 15 plus 16 16x/30 എന്ന് വരും. സോ പി ഇൻറ്റു x/2 ഇൻറ്റു 30/16x, x and x cancel, 2 കട്ടായി പോയി 15. സോ ടോട്ടൽ പ്രഷറിന്റെ 15/16 പോർഷൻ ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവർ ചോദിച്ചേക്കുന്ന ദി ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ പ്രഷർ എക്സർട്ടഡ് ബൈ ഹൈഡ്രജൻ ഈസ് 15:16. ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. അപ്പോൾ ഇത് നമ്മളുടെ 5ാമത്തെ ചാപ്റ്റർ ആണ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആൻഡ് ഫ്രം ഏത് ലോയാ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്. കാൽക്കുലേഷൻ കുറച്ചുകൂടെ എളുപ്പമാണ്, കാരണം ഇതേൻ്റെ മോളാർ മാസ് ഒക്കെ നമുക്ക് എളുപ്പമാണ് കട്ട് ചെയ്ത് കളയാൻ. അടുത്ത 53 solid state. Cesium chloride crystallizes in body centered cubic lattice. Cesium chloride ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് BCC ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. BCC എന്ന് വെച്ചാൽ കോർണർ 8 കോർണറിൽ Cl മൈനസും ഒരു ബോഡി സെന്ററിൽ സീഷ്യം പ്ലസും ഇരിക്കുന്ന സ്ട്രക്ചറാണ് BCC സ്ട്രക്ചർ. ദെൻ ഇഫ് എ ഇറ്റ്സ് എഡ്ജ് ലെങ്ത് ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ഡിറൈവ് ചെയ്തെടുക്കാം, പക്ഷെ നമുക്ക് ആ എക്സാമിന്റെ സമയത്ത് ഡിറൈവ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുമെന്നറിയില്ല. ഓർത്ത് വെക്കാൻ പറ്റുന്നവർക്ക് അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പൊ ഇത് നിങ്ങളുടെ ഒരു ക്യൂബിക് സ്ട്രക്ചർ ആണ്, BCC സ്ട്രക്ചർ ആണെന്ന് വിചാരിച്ചോ. അതിൽ നിങ്ങളുടെ ബോഡി സെന്ററിൽ ഇരിക്കുന്നതാണ് സീഷ്യം പ്ലസ്, കോർണറിൽ ഇരിക്കുന്നതാണ് നമ്മുടെ Cl മൈനസ്. ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞ ബോഡി ഡയഗണൽ. സോ സപ്പോസ് ദിസ് ഈസ് ദി ബോഡി ഡയഗണൽ. ബോഡി ഡയഗണലിന്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് √3a. ഇവിടെ ഇരിക്കുന്ന Cl മൈനസും ബോഡി സെന്ററിൽ ഇരിക്കുന്ന സീഷ്യം പ്ലസും. സോ ദിസ് ഇസ് ആക്ച്വലി ബോഡി സെന്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്താന്ന് നോക്കിയേ, ഇത് റേഡിയസ് ഓഫ് Cl മൈനസ്, ഇത് റേഡിയസ് ഓഫ് സീഷ്യം പ്ലസ് ആണെങ്കിൽ ഇത്രയും ലെങ്ത് എന്ന് പറയുന്ന ഇതിന്റെ പകുതിയാണ് അല്ലെ, √3a/2 പകുതിയാണ്. അപ്പൊ നമ്മൾക്ക് പറയാം റേഡിയസ് ഓഫ് സീഷ്യം പ്ലസ് പ്ലസ് റേഡിയസ് ഓഫ് Cl മൈനസ് ഈക്വൽ ടു ബോഡി ഡയഗണലിന്റെ പകുതി. therefore എഡ്ജ് ലെങ്ത് ഇസ് ഈക്വൽ ടു നിങ്ങളോട് ചോദിച്ചേക്കുന്ന റേഡിയസ് അല്ലെ, therefore റേഡിയസ് ഓഫ് Cesium plus by radius of Cl minus equal to √3a/2. So answer is option 3 എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങളത് ഓർത്ത് വെക്കുന്നതായിരിക്കും ടൈം ലാഭിക്കാൻ എളുപ്പം. നിങ്ങളത് ഓരോന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ നമുക്ക് സമയം എടുക്കും. ഓർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഡിറൈവ് ചെയ്തെടുക്കുക. സോ ആൻസർ is option 3 വരും. അടുത്ത ക്വസ്റ്റ്യൻ. For the electrons of oxygen atom, that is 1s2, 2s2, 2p4, atomic number of oxygen is 8, configuration നമ്മൾ എഴുതി. Which of the following statement is correct? നിങ്ങൾക്കറിയാം ഇത് ഫസ്റ്റ് ഷെല്ലിലാണ് 2 ഇലക്ട്രോൺ K ഷെല്ല്, L ഷെല്ലിലാണ് 6 ഇലക്ട്രോൺ അല്ലെ, ഇത് K ഷെല്ലാണ്, ഇത് L ഷെല്ലാണ്. ഇനി അടുത്ത് Z effective, that is effective nuclear charge for an electron in a 2s orbital is same as that of അല്ലെ 2p ഓർബിറ്റൽ. തെറ്റാണ് അല്ലെ, കാരണം അവർ ചോദിച്ചേക്കുന്ന ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. ആദ്യത്തെ സെന്റൻസ് തെറ്റാണ്. 2sന് കിട്ടുന്ന ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അല്ല ആർക്ക് കിട്ടുന്ന 2p കിട്ടുന്ന. 2sന്റെ സ്ക്രീനിങ് എഫക്ട് വളരെ കൂടുതലാണ്, പെനട്രേറ്റിംഗ് പവറും കൂടുതലാണ്. ഇലക്ട്രോൺസ് വളരെ നന്നായിട്ട് ന്യൂക്ലിയസിനോട് അട്രാക്ട് ചെയ്യുന്നത് 2s
ഇരിക്കുമ്പോഴാണ് 2p-നേക്കാളും, കാരണം പെനട്രേറ്റിംഗ് പവർ കൂടുതലാണ്. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് 2s-ന് 2p-നേക്കാൾ കൂടുതലാണ്. അവർ പറഞ്ഞിരിക്കുന്നത് സെയിം ആണെന്നാണ്, വിച്ച് ഇസ് എ റോങ് കോൺസെപ്റ്റ്. സെയിം എന്നുള്ളത് തെറ്റാണ്. ദെൻ an electron in the 2s orbital has the same energy as that of the electron in 2p. അല്ല, നമ്മൾ 2s-ൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷമാണ് 2p-ലേക്ക് പോവുക. 2s-ൽ ഓൾറെഡി ഇലക്ട്രോൺ കയറിയിരിക്കുന്നു, അതിനുശേഷം 2p-ലേക്ക് പോകാൻ കാരണം എന്താ? ഇലക്ട്രോണിന് ഇഷ്ടം 2s-നെയാണ്. കാരണം 2s-ൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്, കാരണം അവിടെ എനർജി കുറവാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും സെയിം എനർജി എന്നുള്ള തെറ്റാ. ദെൻ Z effective, that is effective nuclear charge for an electron in the 1s orbital is same as the effective nuclear charge for the electron in the 2s orbital. No, because 1s എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് കുറച്ചുകൂടി അടുത്തോട്ടായതുകൊണ്ട് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവർക്ക് കിട്ടുന്ന ഭയങ്കര ഹൈ ആയിരിക്കും അല്ലെ, ബിക്കോസ് ഇറ്റ്സ് പെനട്രേറ്റിംഗ് പവർ ഇസ് ടു ഹൈ. സോ ദിസ് ഇസ് ഓൾസോ റോങ്. ദെയർഫോർ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആൻസർ ഓപ്ഷൻ 4 ആണ്. വായിച്ചു നോക്കാം. ദി 2 electrons present in 2s orbital, 2s orbital carry 2 electron, have spin quantum numbers ms but in opposite sign. Yes, first of all അല്ലെ, ആദ്യത്തെ പ്ലസ് ഹാഫ് ആണെങ്കിൽ രണ്ടാമത്തെ മൈനസ് ഹാഫ് ആയിരിക്കും. സോ ദിസ് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. Question number 55. Match the column following with and choose the correct option. ഷേപ്പ് അല്ല, ഹൈബ്രിഡൈസേഷൻ ആണ്. ഷേപ്പ് തരുമ്പോഴാണ് നമുക്ക് എന്താ ഷേപ്പ് പഠിക്കാതെ ഒരു നിവൃത്തിയില്ല. ഹൈബ്രിഡൈസേഷൻ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 10 fingers മെത്തേഡ് അല്ലെ. സൾഫർ ടെട്രാഫ്ലൂറൈഡിലെ സെൻട്രൽ ആറ്റം സൾഫർ ആണ്. വാലൻസ് ഇലക്ട്രോൺ 6 ആണ്. അതിൽ 4 ഫ്ലൂറിൻ കൊണ്ടുപോകും. സോ 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും, 4 1 5 sp3d അല്ലെ. 5 വരുമ്പം sp3d ആണ്. സോ എയുടെ കോഡ് 4 ആൻസർ ആയി അല്ലേ. ഇങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് ലെക്കെന്ന് കൂട്ടിയാൽ മതി, കാരണം എയുടെ കോഡ് 4 ആയിട്ടുള്ള ഒറ്റ ഒരെണ്ണുള്ളൂ. ബാക്കി ചെയ്തു നോക്കാം. IF5-ൽ അയഡിൻ ആണ് സെൻട്രൽ ആറ്റം, വാലൻസ് ഇലക്ട്രോൺ 7, 5 ഫ്ലൂറിൻ കൊണ്ടുപോയി. സോ 5 ബോണ്ട് പെയർ ആൻഡ് 1 ലോൺ പെയർ, 5 + 1 6 sp3d2 ആണ്. sp3d2 ബിയുടെ കോഡ് 1 ആണ്. ദെൻ NO2+ലെ സെൻട്രൽ ആറ്റം നൈട്രജൻ, വാലൻസ് ഇലക്ട്രോൺ 5 ആയിരുന്നു. വൈ ആയിരുന്നു? ബിക്കോസ് ഇപ്പം അതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, 5 എന്നുള്ളത് 4 ആയിട്ട് മാറും. പിന്നെ ഓക്സിജൻ ഒരു ഡൈവാലന്റ് സ്പീഷീസ് ആണ്. അറ്റ് എ ടൈം ഓരോ ഓക്സിജൻ 2 ഇലക്ട്രോണിനെ വലിക്കും. പക്ഷേ ഒരെണ്ണം സിഗ്മ ബോണ്ട് ഫോം ചെയ്യാനും ഒരെണ്ണം പൈ ബോണ്ട് ഫോം ചെയ്യാണെന്ന് ഓർത്താൽ മതി. അപ്പം 4 ഇലക്ട്രോണിൽ 4 ഓക്സിജൻ കൊണ്ടുപോകും, കാരണം 2 ഓക്സിജൻ ഉണ്ട്. 4 കൊണ്ടുപോയാലും 2 സിഗ്മ ഉണ്ടാവുള്ളൂ, 2 പൈ. സോ 2 സിഗ്മ എന്ന് വെച്ചാൽ എന്താ? SP ഹൈബ്രിഡൈസേഷൻ. സോ NO2-ന്റെ കോഡ് 3 ആണ്, സിയുടെ കോഡ് 3. ദെൻ ഇവിടെയും നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം, 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് അല്ലെ 4 ഇലക്ട്രോൺ. ഈ 4 4 ഹൈഡ്രജൻ കൊണ്ടുപോകുന്നു. സോ 4 മീൻസ് sp3. അപ്പോൾ ഇവിടെ കോഡ് എന്ത് വരും? 2 വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ കട്ട് ചെയ്ത് വരിക. ഇപ്പൊ എയുടെ കോഡ് നിങ്ങൾക്ക് 4 കിട്ടിയപ്പോൾ തന്നെ വേറൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡാണ് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യം വരുള്ളൂ. ബാക്കിയുള്ളത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ. നീറ്റ് ആർക്കും ഒരിക്കലും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറൊന്നുമില്ല. അപ്പോൾ ആവറേജ് ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ആ സമയം വേണമെങ്കിൽ ലാഭിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ഫ്രം കെമിക്കൽ ബോണ്ടിങ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദി ഇൻകറക്റ്റ് എക്സ്പ്രഷൻ എമംഗ് ദി ഫോളോയിങ് ഇസ് ΔG സിസ്റ്റം ഈക്വൽ ടു -T ΔS ടോട്ടൽ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ NCERT കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ΔS ടോട്ടൽ is always പോസിറ്റീവ് ആണ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് അല്ലെ. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എന്താ പറയാ, ΔS എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവാണ്. അപ്പൊ ΔS ടോട്ടൽ എന്ന് വെച്ചാൽ എന്താ? ΔS സിസ്റ്റം പ്ലസ് ΔS സറൗണ്ടിങ്. അപ്പോൾ ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോന്ന് അറിയാൻ സിസ്റ്റത്തിന്റെ ΔS കണ്ടുപിടിക്കണം, സറൗണ്ടിങ്ങിന്റെ ΔS കണ്ടുപിടിക്കണം. കൂട്ടി നോക്കുമ്പം >0 അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ കിട്ടണം. അപ്പോൾ സിസ്റ്റം നോക്കണം, സറൗണ്ടിങ് നോക്കണം. പറയുമ്പോൾ എളുപ്പമാണെങ്കിലും നല്ല പണിയാണ്. അപ്പോൾ അന്നുള്ള ആളുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, സിസ്റ്റത്തിനെ മാത്രം അല്ലെ. കെമിസ്ട്രിക്കാരെ സംബന്ധിച്ച് സിസ്റ്റമാണ് ഹീറോ അല്ലെ, ഫിസിക്സുകാര് സറൗണ്ടിങ് ആണ് അവരുടെ ഹീറോ. അപ്പം നമ്മൾ ശരിക്കും സിസ്റ്റത്തിൽ ലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അപ്പൊ സിസ്റ്റത്തിനെ മാത്രം നോക്കിക്കൊണ്ട് സ്പോണ്ടേനിറ്റി പറയാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഗിബ്സ് പറയുന്നത് ΔG ഒരു സിസ്റ്റം പാരാമീറ്റർ ആണ്. അപ്പൊ ΔGയുടെ സൈൻ എന്തായാൽ മതി? നെഗറ്റീവ് ആയാൽ സ്പോണ്ടേനിയസ് ആകും. എന്ന് വെച്ചാൽ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ തനിയെ നടക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് ഇനീഷ്യലി മാത്രം മേടിക്കണം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ എനർജി കുറഞ്ഞോ നോക്കിയാൽ മതി. സപ്പോസ് നിങ്ങളുടെ എനർജി കുറഞ്ഞ മീനിങ് നിങ്ങളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ
എനർജി കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ വർക്ക് വേറൊരു എക്സ്റ്റേണൽ ഏജൻസിക്ക് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് മീനിങ് വരും. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താ, എനർജി നന്നായിട്ട് കുറഞ്ഞു, അപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെൽറ്റ ജി നെഗറ്റീവ് എന്നുള്ളതും ഡെൽറ്റ എസ് ടോട്ടൽ പോസിറ്റീവ് എന്നുള്ളതും കറക്റ്റാണ്. പക്ഷേ ഇത് പണിയാണ് ചെയ്യാൻ, ഇത് എളുപ്പമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഡെൽറ്റ ജി ഓഫ് ദി സിസ്റ്റം, ബിക്കോസ് ഇറ്റ് ഈസ് എ സിസ്റ്റം പാരാമീറ്റർ ഈക്വൽ ടു മൈനസ് ടി ഇൻറ്റു ഡെൽറ്റ എസ് ഓഫ് ടോട്ടൽ എന്ന് പറയുന്ന ഇക്വേഷൻ NCERT ഉണ്ട്. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ NCERT ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ കറക്റ്റ് ആണ്, അതുകൊണ്ട് ഇത് കറക്റ്റ് ആണ്, അതുകൊണ്ട് ഇത് ആൻസർ അല്ല. അവർ ചോദിച്ചേക്കുന്ന ഇൻകറക്റ്റ് എക്സ്പ്രഷൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യൂഷ്വലി ഞാൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. കാരണം ഇൻകറക്റ്റ് എന്ന് നമ്മൾ കണ്ടാലും ആദ്യത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മാർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അവർ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് വെച്ചോണം. ഇൻകറക്റ്റ് ആണ് എന്ന് വെച്ചാൽ തെറ്റുള്ളതാണ് എഴുതേണ്ടത്. പക്ഷെ ഞാൻ അറിയാണ്ട് ശരിയുള്ളത് എടുത്ത് എഴുതാറുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. പിന്നെ in isothermal process, that is delta T is equal to 0 and there is Boyle's law അല്ലേ, Boyle's law ഒക്കെ ഒബേ ചെയ്യുന്ന കേസിൽ വർക്ക് റിവേഴ്സിബിൾ വർക്കിന്റെ എക്സ്പ്രഷൻ മൈനസ് 2.303 nRT log ഫൈനൽ വോളിയം ബൈ ഇനീഷ്യൽ വോളിയം ആണ്. സോ ഇവിടെ ln ആയതുകൊണ്ട് മൈനസ് 2.303 ഇല്ല, ഫൈനൽ ബൈ ഇനീഷ്യൽ. സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ് ആൻഡ് ദെയർഫോർ ദിസ് ഇസ് നോട്ട് ദി ആൻസർ. ഇനിയുള്ളത് ln കെയുടെ എക്സ്പ്രഷനും കെയുടെ എക്സ്പ്രഷനും. നമുക്കറിയാം നിങ്ങൾക്ക് ഈ രണ്ട് എക്സ്പ്രഷനും അറിയത്തുണ്ടാവില്ല. NCERT നമ്മൾ കൊടുത്തേക്കുന്ന എക്സ്പ്രഷൻ ഇതാണ്, ഡെൽറ്റ G0 is equal to minus RT ln K. K is equilibrium constant. ഡെൽറ്റ G0 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്. അപ്പോൾ ഇതിൽ ഞാൻ ആ ln K അവിടെ ഇട്ടിട്ട് എഴുതുക. ln K is equal to ഡെൽറ്റ G by RT. അപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ വരും. ഇനി lnന്റെ ഓപ്പോസിറ്റ് ആണ് എക്സ്പോണൻഷ്യൽ. അപ്പം ഞാൻ ഈ രണ്ട് സ്ഥലത്തും എക്സ്പോണൻഷ്യൽ എടുത്താൽ K is equal to e raised to minus ഡെൽറ്റ G സ്റ്റാൻഡേർഡ് ആട്ടോ ഡിവൈഡഡ് ബൈ RT എന്ന് വരും. സോ ഇങ്ങനെ എക്സ്പ്രഷൻ ഓപ്ഷൻ 4 കിടക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ 4 എന്ന് പറയുന്ന കറക്റ്റ് എക്സ്പ്രഷൻ ആണ്. അപ്പം ആൻസർ അല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് തെറ്റായിരിക്കും. ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു എക്സ്പ്രഷനിലേക്ക് നോക്കണം. ln K which is equal to മൈനസ് ഓഫ് അത് ഡെൽറ്റ G0 ഇവിടെ തന്നിരിക്കുന്ന ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും. നിങ്ങൾക്കറിയാം ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് മൈനസ് ടെമ്പറേച്ചർ ഇൻറ്റു സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ഓഫ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് സ്റ്റാൻഡേർഡ് ആണ് ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് RT എന്ന് കൊടുക്കാം. പക്ഷേ ഈ എക്സ്പ്രഷനിൽ ഒരു നെഗറ്റീവ് സൈൻ മിസ്സിംഗ് ആണ്, അതുകൊണ്ട് ഈ ഒരു എക്സ്പ്രഷൻ തെറ്റാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. സോ ദിസ് ഇസ് ഫ്രം കെമിക്കൽ തെർമോഡൈനാമിക്സും ഓക്കെ ഇക്വിലിബ്രിയം കൂടെ ഉണ്ട്, രണ്ടിൻ്റെയും കൂടെ കണക്ഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അടുത്തത് 57 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1, the enthalpy of formation of liquid water is greater than that of gaseous water. അതായത് നിങ്ങൾ H2 plus half O2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് H2O ഗ്യാസ് കിട്ടി വിചാരിച്ചോ. നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം, കണ്ടൻസ് ചെയ്തിട്ടാണ് H2O ലിക്വിഡ് ആക്കുന്നത്. ഈ ഒരു പ്രോസസ് എന്ന് വെച്ചാൽ എന്താ, ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവാ. കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ എനർജി കുറയും. ഇത് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് ഇതിന്റെ ഡെൽറ്റ എച്ചും നെഗറ്റീവാ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കുന്ന ഈ പ്രോസസ്സ്, അതായത് അവരാദ്യം പറഞ്ഞു ലിക്വിഡ് പ്രോസസ്സിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഗേഷ്യസ് പ്രൊഡക്റ്റിനേക്കാൾ കൂടുതലാണ്. ശരിയാ, കാരണം ലിക്വിഡ് ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ അതിന്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഏതിന്റെയൊക്കെ സമ്മ, ഇവിടുത്തേന്റെയും സമ്മാണ്. ഫോർ എക്സാമ്പിൾ ഇത് -100ഉം ഇത് -50 ആണെന്ന് ചുമ്മാ വിചാരിച്ചോ. വെറുതെ ഇങ്ങനെ ഒരു വാല്യൂ ഒന്നും കറക്റ്റ് അല്ല കേട്ടോ, ചുമ്മാ -50. അപ്പൊ ഇയാളുടെ വാല്യൂ -150 അപ്പൊ ആലോചിക്കേ, ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ലിക്വിഡ് വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഗേഷ്യസ് വാട്ടർ. കറക്റ്റ് ആണ്. ഈ മൈനസിന്റെ മാത്തമാറ്റിക്സിലെ മൈനസിന്റെ മീനിങ് എല്ലാം നിങ്ങൾക്കറിയാം. നെഗറ്റീവ് എന്ന് വെച്ചാൽ എനർജി വിൽ ബി റിലീസ്ഡ് എന്നാണ് മീനിങ്, മറക്കരുത്. ഇനി റീസൺ പറയുന്നത് ദി എൻതാൽപ്പി ചേഞ്ച് ഫോർ ദി കണ്ടൻസേഷൻ പ്രോസസ് ഇസ് നെഗറ്റീവ്. യെസ്, ഇത് നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ഇതെങ്ങാനും പോസിറ്റീവ് ആയിരുന്നു എങ്കിൽ -100ഉം +50 ഇവിടെ -50 വരും. അപ്പൊ ഈ വാല്യൂ ആ വാല്യൂനേക്കാൾ കുറഞ്ഞു പോയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ഉം കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 is the correct explanation for statement 1 ആണ്. So answer is option 1 and this is also from thermodynamics. അടുത്തത്
The Henry's law constant for solubility of nitrogen gas in water at 298 is 1 into 10 raised to 5 atm. So, this is the nitrogen KH value and Henry's law constant value. The mole fraction of nitrogen in air is 0.04. Mole fraction of 0.8. Nitrogen in air is 0.8. The number of moles of nitrogen from air dissolved in 10 moles of water at 298 Kelvin and 5 atm pressure എന്നാണ് ചോദ്യം. അതായത് നിങ്ങളുടെ ബീക്കറിൻ്റെ അകത്ത് 10 മോൾ വാട്ടർ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്ന ആൻസർ തെറ്റിക്കിട്ടും. ആ തെറ്റിക്കിട്ടുന്ന ഉത്തരം കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. നിങ്ങൾ വെറുതെ ഹെൻറിക്സ് ലോ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് എഴുതരുത്. കാരണം ഇത് എയറിൽ നിന്നുള്ളത് നമ്മൾ വെള്ളത്തിലോട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 10 മോൾ വാട്ടർ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എത്ര മോൾ നൈട്രജൻ ഡിസോൾവ് ചെയ്യും അറ്റ് 5 atm എന്നാ ചോദ്യം. 5 atmലാണ് ഡിസോൾവ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. എയറിൻ്റെ അകത്ത് നൈട്രജന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന 0.8 ആണ്. അപ്പം നൈട്രജന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഈക്വൽ ടു KH ഓഫ് നൈട്രജൻ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ. ഇങ്ങനെ തന്നെ എഴുതാം, ഇല്ല നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പം ഇതിൽ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജനാണ് വേണ്ടത്, പക്ഷെ ഇത് ടോട്ടൽ പ്രഷറാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഡാൽട്ടൺസ് ലോ അപ്ലൈ ചെയ്യും. ഡാൽട്ടൺസ് ലോ അനുസരിച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ആണ് ഏതിൻ്റെ കേസിൽ? എയർ. സോ ടോട്ടൽ പ്രഷർ ഓഫ് ദി എയർ 5 atm ആണ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ 0.8 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ? 4 atm എന്ന് ആൻസർ കിട്ടും അല്ലെ. 4 atm ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ. അത് ഇവിടെ കൊണ്ട് കൊടുക്കുവാണ്. 4 atm ഇസ് ഈക്വൽ ടു KH ഓഫ് നൈട്രജൻ ഉണ്ട് 10 raised to 5 ആണ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ നമ്മൾക്കറിയില്ല ചെയ്തു. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ഈക്വൽ ടു 4, ഇത് atmലാണ് അല്ലേ. 10 raised to 5 is also atm ക്യാൻസൽ. സോ 4 ഇൻറ്റു 10 raised to -5 എന്ന് കിട്ടും. ഇത് കിട്ടുമ്പം ഇതിനകത്ത് 4 into 10 raised to -5 ഉണ്ട്, ചാടിക്കറി എഴുതരുത്. അവർ ചോദിച്ചേക്കുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പം നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആണ് ശരിക്കും എന്ത്? 4 into 10 raised to -5. അതിൽ നിങ്ങൾക്ക് വേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ആണ് വേണ്ടത്. അങ്ങനെ ചോദിക്കുമ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ബൈ, നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് 10 മോളാണ്. നിങ്ങളുടെ ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് എല്ലാം ചെറുതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഭയങ്കര വലുതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജനേക്കാൾ. അപ്പം നിങ്ങൾക്കൊരു അപ്രോക്സിമേഷൻ എടുക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നിങ്ങളിപ്പം ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ അവിടെ തന്നെ ഇട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അല്ല ഒരു 10-15 സെക്കൻഡുകൾക്ക് മുമ്പ് വേറെ ആൾക്കാർ ചെയ്ത് കഴിയും. അപ്പം നിങ്ങളുടെ സമയം അത്രയും പോകും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഈ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് അങ്ങ് റെഡ്യൂസ് ചെയ്ത് കളഞ്ഞാൽ മതി. കാരണം നിങ്ങൾക്ക് ഈ ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം എല്ലാം ചെറിയ വാല്യൂ ആണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന 10 മോളാണ്. ഇതെല്ലാം 0.0004 മോള്, ഇത് 0.00004 മോള്. അപ്പോൾ നമുക്ക് അത് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ വിച്ച് ഈസ് ഈക്വൽ ടു 4 into 10 raised to -5 വരും. Therefore നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഈക്വൽ ടു 4 into 10 raised to -5 into നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എത്ര? 10. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4 into 10 raised to -4 എന്ന ആൻസർ വരും. അപ്പോൾ ആദ്യം കിട്ടുന്ന 2 ആയിരിക്കും, പക്ഷെ ആൻസർ ഓപ്ഷൻ 1 ആണ്. നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ കുറച്ച് ടെൻഷൻ കയറി ഇരിക്കുന്നുണ്ട്. കിട്ടുമ്പോൾ ചാടി കയറി എഴുതിയേക്കരുത്. നിങ്ങളത് ആലോചിച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് എഴുതാവുള്ളൂ. ഒരേ ടൈപ്പ് ഓപ്ഷൻ വരുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യാവുള്ളൂ. സോ ദിസ് ഇസ് ഫ്രം സൊല്യൂഷൻ ചാപ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 59. ഫോർ ദി റിയാക്ഷൻ CO plus Cl2 gives COCl2. കാർബൺ മോണോക്സൈഡും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് ഫോസ്ജീൻ എന്ന് പറയുന്ന ഒരു പോയിസണസ് ഗ്യാസ് കിട്ടും. ദി KP/KC ഇസ് ഈക്വൽ ടു, KPയും KCയും നമ്മളെ റിലേഷൻ എന്ന് വെച്ചാൽ KP is equal to KC into RT raised to delta N എന്നാണ്. നമുക്ക് അതിന് ഡെൽറ്റ NG എന്ന് കൊടുത്തേക്കാം. G ഫോർ ഗ്യാസസ്, ഗ്യാസ് മാത്രമേ എടുക്കാവുള്ളൂ. സോ ഡെൽറ്റ NG എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗേഷ്യസ് റിയാക്ടൻ്റ് ആണ്.
വിച്ച് ഈസ് ഈക്വൽ ടു ഗ്യാസുകൾ മാത്രമേ കൗണ്ട് ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ജി ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം കൂടെ കൗണ്ട് ചെയ്യും. അപ്പം ഇതിനകത്ത് ഗ്യാസ് മാത്രം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ 1 മോൾ ഗ്യാസ് ഉണ്ട്, ഇവിടെ 1 മോള്, ഇവിടെ 1 മോള്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് 1 മൈനസ് റിയാക്ടൻറ്റ് 1 + 1. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 - 2 - 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ കെ പി is equal to കെ സി ഇൻറ്റു ആർ ടി റേസ് ടു -1. ദറ്റ് ഈസ് കെ സി ബൈ ആർ ടി എന്ന് വരും. ആർ ടി റേസ് ടു -1 താഴെ വരുമ്പോൾ ആർ ടി. നിങ്ങളോട് ചോദിച്ചേക്കുന്ന കെ പി ബൈ കെ സി എന്താണ്? അപ്പോൾ കെ സി താഴേക്ക് വരുമ്പം 1/RT. സോ ആൻസർ ഓപ്ഷൻ 1 വരും. ആൻഡ് ദിസ് ഇസ് ഫ്രം ഇക്വിലിബ്രിയം, അല്ലെ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആണ്, ഒരേ ടൈപ്പ് ആളുകളാണ്. അടുത്ത 60. വാല്യൂസ് ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെ എ ഈസ് ഗിവൺ ആസ് ആസിഡ് കെ എ വാല്യൂ. HCN-ന്റെ കെ എ വളരെ ചെറുതാണ്, HF-ന്റെ കെ എ നല്ല കൂടുതലാണ്, HNO2 ഈ രണ്ടുപേരുടെയും ഇടയിലാണ്, അല്ലെ. അപ്പം ശരിക്കും പവർ നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും ലോ കെ എച്ച് ഉള്ളത് HCN ഹൈഡ്രോസൈനിക് ആസിഡിനും, ഏറ്റവും ഹൈ കെ എച്ച് വരുമ്പോൾ ഇതിൻ്റെ 2-10 പവർ സെയിം ആണ്, പക്ഷെ വാല്യൂ കൂടുതൽ ഇയാക്കല്ലേ. അപ്പോൾ HF ആണ് ഉള്ളതിൽ സ്ട്രോങ്. അപ്പം ഞാനത് ആദ്യം എഴുതുവാണേ. ആസിഡ് സ്ട്രെങ്ത് ഓർഡർ എന്ന് പറഞ്ഞ് എഴുതുക. ആസിഡ് സ്ട്രെങ്ത് ഓർഡർ HF-ന് ഏറ്റവും കൂടുതൽ, HNO2-ന് 2ാം സ്ഥാനം, HCN-ന് 3ാം സ്ഥാനം. കാരണം എന്താ? കെ എ വാല്യൂ ഇൻക്രീസസ്, ആസിഡ് ക്യാരക്ടർ ഓൾസോ ഇൻക്രീസസ്. കെ എ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ആസിഡ് ക്യാരക്ടർ കൂടും. ഈ റൂൾ അനുസരിച്ച് ഞാൻ ഇതിൻ്റെ ആസിഡ് ക്യാരക്ടർ എഴുതി. പക്ഷെ ചോദ്യം അതല്ല. അവർ ചോദിച്ചേക്കുന്ന കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് ബേസ് സ്ട്രെങ്ത് ഓഫ് ദി ബേസസ് ഈ പറഞ്ഞ ആൾക്കാർ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഫുള്ള് നമ്മൾ H+ റിമൂവ് ചെയ്യണം. അങ്ങനെ H+ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആളാണ് കോൺജുഗേറ്റ് ബേസ്. ഇയാളുടെ കോൺജുഗേറ്റ് ബേസ് CN-, ഇയാളുടെ കോൺജുഗേറ്റ് ബേസ് F-, ഇയാളുടെ കോൺജുഗേറ്റ് ബേസ് NO2-. ഇതിൻ്റെ ഓർഡറാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു റൂൾ അറിയാം. സ്ട്രോങ് acids have weak conjugate base and vice versa. തിരിച്ചും മറിച്ചും വരും. അതായത് സ്ട്രോങ് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും, വീക്ക് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ് ആയിരിക്കും. അപ്പം നിങ്ങൾ ആസിഡിന്റെ സ്ട്രെങ്ത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ബേസിന്റെ സ്ട്രെങ്ത് ഇതിന്റെ നേരെ തിരിച്ചാ. പറഞ്ഞോ, CN- ആണ് ഏറ്റവും സ്ട്രോങ്, ഇത് വീക്ക് അല്ലേ. അപ്പം അതിന്റെ കോൺജുഗേറ്റ് ബേസ് ഏറ്റവും സ്ട്രോങ്. 2ാം സ്ഥാനം NO2-നും 3ാം സ്ഥാനം F-നും വരും. സോ CN-, NO2-, F-. അപ്പം ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3 വരും, അല്ലേ. CN-ന് കൂടുതലും F-ന് കുറവും. സോ ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇക്വിലിബ്രിയത്തിൽ നിന്നാണ്, ഓർത്ത് വെച്ചോണം. അടുത്ത, the oxidation number of an element in a compound is evaluated on the basis of certain rules. Which of the following rules is not correct in this respect? Not correct ആണ്. ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് തോന്നുന്ന 2, ചിലപ്പോൾ എന്തെങ്കിലും പ്രിന്റിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചായിരിക്കണം, 2 ആൻസേഴ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങളോട് ചോദിക്കത്തില്ല, പക്ഷേ ഇതിനകത്ത് 2 ആൻസർ ഉണ്ട്. ഒന്ന്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് ഓൾവേസ് +1. ഇത് തെറ്റാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആൻസറാണ്. കാരണം ഹൈഡ്രജൻ മെറ്റലിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ -1 സ്റ്റേറ്റുകൾ കാണിക്കും. അടുത്ത, ഓൾജിബ്രൈക് സം ഓഫ് ഓൾ ദി ഓക്സിഡേഷൻ നമ്പേഴ്സ് ഇൻ എ കോമ്പൗണ്ട് ഈസ് 0. ഇപ്പം KMnO4 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ആണ് എങ്കിൽ ഇത് ന്യൂട്രലാണ്. കാരണം ഇതിൻ്റെ മേളിൽ ഞാൻ ചാർജ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പൊട്ടാസ്യം പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് പ്ലസ് 4 × ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഈ റൂള് കറക്റ്റാണ്, അതുകൊണ്ട് ഇത് ആൻസർ അല്ല. An element in the free state, അതായത് nitrogen, this is in free state, or in the uncombined state എന്ന് വെച്ചാൽ ഇത് തന്നെ. Beer's oxidation number of 0, അതായത് നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0, അയഡിനിൽ അയിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0, Fe-ൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0, S8-ൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. സോ ഇതും കറക്റ്റാണ്. അപ്പോൾ ഇത് ആൻസർ അല്ല. അടുത്ത, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് ഓൾവേസ് -2. ഇതും തെറ്റാണ്. കാരണം ഓക്സിജന് -1 ഉണ്ട്, -½ ഉണ്ട്. ഫ്ലൂറിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ +1 ഉണ്ട്, +2 ഉണ്ട്. ചിലപ്പോൾ ഏതിലൊരു ഓപ്ഷൻ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കണം. അപ്പം ഇതും ശരിക്കും തെറ്റാണ്. അതുകൊണ്ട് ഇതിന് 2 ആൻസേഴ്സ് ഉണ്ട്, 1ഉം 4ഉം. 1ഉം തെറ്റാണ്, 4ഉം തെറ്റാണ്. 2 ആൻസേഴ്സ് ഉണ്ട്. റിഡോക്സ് റിയാക്ഷൻ കേട്ടോ. അടുത്തത്, ഹൗ ലോങ് എന്ന് വെച്ചാൽ എത്ര നേരം should water be electrolyzed by passing through 100 ampere current so that the oxygen is released can completely
burn 27.66 gram of diborane. Atomic mass of boron is 10.8. ശരിക്കും അത് യു ആണ്, അത് മൈക്രോ എന്ന് അവർ കൊടുത്തിരിക്കുന്നത് തെറ്റാ. ശരിക്കും അത് യു എന്നാണ്. അറ്റോമിക് മാസിന്റെ എന്താ പറയുക, അറ്റോമിക് വെയിറ്റിന്റെ സിമ്പിൾ AMUന്റെ യു എടുത്തേക്കുന്നത് കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക്. പിന്നെ ഇത് 27.6 എന്നുള്ളായിരുന്നു, അത് ടൈപ്പ് ചെയ്ത് തന്നപ്പോൾ 27.66 എന്നായത്. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ഹൗ ലോങ് ഷുഡ് വാട്ടർ ബി ഇലക്ട്രോലൈസ്ഡ് എന്നാണ്, വെള്ളത്തിനെ ഇലക്ട്രോലൈസ് ചെയ്യുക. ഇപ്പോൾ വാട്ടറിനെ ഇലക്ട്രോലൈസ് ചെയ്യുമ്പം ഇതിനകത്ത് H+ ഉണ്ട്, O2- ഉണ്ട്. ഇത് നേരെ കാഥോഡിൽ പോയി ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറും അല്ലെ, ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറും. ഇത് നേരെ ആനോഡിൽ പോയിട്ട് ഓക്സിജൻ ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യും. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് സോ ദാറ്റ് ദി ഓക്സിജൻ റിലീസ്ഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ആനോഡിലെ റിയാക്ഷൻ ആണ്. അപ്പോൾ വാട്ടറിൽ നിന്ന് H2O നിന്ന് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 ഓക്സിജൻ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് ഇവിടെ 2 ഇടാം. അപ്പോൾ ശരിക്കും ഒരു ഓക്സിജന് -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, 2 ഓക്സിജന് ടോട്ടൽ -4, ഇവിടെ 0 അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് 4 എന്നും കിട്ടി. ഇനി നിങ്ങൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസിൽ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്താൽ മതി. വെയിറ്റ് ഡിപ്പോസിറ്റഡ് വിൽ ബി ഈക്വൽ ടു മോളാർ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഇൻറ്റു ഫാരഡേസ് കോൺസ്റ്റന്റ്. ഇത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അവർ ചോദിച്ചേക്കുന്ന ടൈമാണ്, അവർ ചോദിച്ചിരിക്കുന്നത് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ടൈമാണ്. പക്ഷെ ആ ഓക്സിജൻ എന്തിനാ ഉപയോഗിച്ചത്? കംപ്ലീറ്റ്ലി ബൺ 27.66 gram ഓഫ് ഡൈബോറേന്. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് അവർ തന്നിട്ടില്ല. മോളാർ മാസ് നമുക്കറിയാം ഓക്സിജന്റെ 32, കറണ്ട് തന്നിട്ടുണ്ട്, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. N നമ്മൾ കണ്ടുപിടിച്ചു, F നമുക്കറിയാം. പക്ഷെ ഒരു ഇക്വേഷനിൽ 2 അൺനോൺ പാരാമീറ്റർ പറ്റില്ല. ഒന്നില്ലെങ്കിൽ W തരണം, അല്ലെങ്കിൽ ടൈം തരണം. ഇത് രണ്ടും ഇല്ല. പകരം അവർ ക്ലൂ തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓക്സിജൻ ക്യാൻ കംപ്ലീറ്റ്ലി ബേൺ 27.66 gram ഓഫ് ഡൈബോറൈൻ. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അതിന് ഡൈബോറൈൻ്റെ ഫോർമുല B2H6 ആണ്. ഇതിനെ നമ്മൾ ഓക്സിജന്റെ പ്രസൻസിൽ കത്തിക്കുമ്പോൾ, സാധാരണ ഹൈഡ്രോ കാർബൺ ഓക്സിജന്റെ പ്രസൻസിൽ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. ഇവിടെ കിട്ടുന്ന ബോറോണിന്റെ ഓക്സൈഡാ, B2O3യും വാട്ടറും കിട്ടും. ഇനി ഇത് ബാലൻസ് ചെയ്ത് വിട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ 2 ബോറോൺ കറക്റ്റ് ആണ്, ഹൈഡ്രജൻ 6 സോ യു ക്യാൻ പുട്ട് 3 ഹിയർ. ഇപ്പോൾ ഇവിടെ 3 ഓക്സിജൻ, 3 3 6, ഇവിടെ 3 കിട്ടി. അപ്പോൾ 1 മോൾ ഡൈബോറൈന് 3 മോൾ ഓക്സിജൻ ആണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ അവർ എത്ര മോളാ തന്നിരിക്കുന്നത് നോക്കണം. അതിന് 27.66 gram ആണ് ഡൈബോറൈൻ തന്നേക്കുന്നത്. അതിനാദ്യം മോളാർ മാസ് ഓഫ് ഡൈബോറൈൻ 2 ഇൻറ്റു ബോറോണിന്റെ 10.8 പ്ലസ് 1 ഇൻറ്റു 6. ഇത് എത്ര കിട്ടും? 21.6 പ്ലസ് അല്ലെ 21.6 അല്ലേ 21.6, ഇത് 6 കിട്ടും. സോ ദിസ് ഇസ് 27.6 gram എന്ന് കിട്ടും. അപ്പോൾ അവർ തന്നിരിക്കുന്ന 27.66 ആണ്, കുഴപ്പമില്ല, ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതൊരു മോളായിട്ട് എടുത്തോ. അപ്പോൾ 1 മോൾ ഡൈബോറൈൻ എന്ന് വെച്ചാൽ 27.6 ആണ് മക്കളെ. അതിന് 3 മോൾ ഓക്സിജനാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 3 മോൾ എന്ന് കിട്ടി. ഇനി ഒന്ന് ആലോചിക്കുക, ഇത് ഗിവൺ മാസ്, ഇത് മോളാർ മാസാണ്. അപ്പൊ ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജനാ. അത് 3 കിട്ടി. ഈക്വൽ ടു കറണ്ട് 100, ടൈം അറിയില്ല, N നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് 4, 96,500 ആണ് ഫാരഡേസ് കോൺസ്റ്റന്റ്. സോ T is equal to, ഇത് രണ്ടും കട്ടായി പോകുമ്പോൾ 25 വരും. സോ T is equal to 3 into 96500 ഡിവൈഡഡ് ബൈ 25, അത്രയും സെക്കൻഡ്സ് എന്ന് വരും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് അവറിലാണ്. അപ്പൊ സെക്കൻഡ്സിനെ അവർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടൈം ഇസ് ഈക്വൽ ടു 3 into 96500 ബൈ 25 അവർ ആണ്. ബൈ 60 ചെയ്തപ്പോൾ അത് മിനിറ്റ് ആയി, ബൈ 60 ചെയ്യുമ്പോൾ അത് അവറിലേക്ക് മാറിക്കോളും അല്ലേ. ഇപ്പം സെക്കൻഡിനെ നമ്മൾ അവറിലേക്ക് മാറ്റി. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ 3.2 hours എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ക്വസ്റ്റ്യനാണ്. പക്ഷേ നിങ്ങളോട് ഇത്രയും ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കുമെന്ന് അറിയത്തില്ല. നീറ്റുകാരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ജെഇക്കാരോടൊക്കെയാണ് ഇങ്ങനെ ഇച്ചിരി വളച്ചും തിരിച്ചൊക്കെ ചോദിക്കുക. ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ സിലബസിലുള്ളതാണ്. പക്ഷേ ഈ ഒരു എന്നെടുക്കുന്നതാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ട്. അത് നിങ്ങൾ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അവിയൽ പരുവത്തിലാക്കുന്നതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരാൾ നോക്കുക. ഇപ്പോൾ ഹൈഡ്രജനെ ആണ് നോക്കുന്നെങ്കിൽ ഹൈഡ്രജൻ നോക്കുക, അപ്പോൾ ഓക്സിജൻ നോക്കരുത്. ഏതെങ്കിലും ഒരാളെ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നോക്കുമ്പോൾ ആകെ പ്രശ്നമാവും. ഏതെങ്കിലും ഒരാളെ നോക്കി നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് എടുക്കുക, ദാറ്റ് ഈസ് കോൾഡ് എൻ ഫാക്ടർ. പിന്നെ ആ എന്നും ഈ എന്നും കൂടെ കൊണ്ട് കൊളാക്കരുത്. ഈ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഉചിതം പോലെ സിമ്പൽ കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും 3.2 hours എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ്സിലേക്ക് കിട്ടുന്ന നിങ്ങൾ അതിനെ അവറിലേക്ക് മാറ്റിക്കോണം. സോ ദിസ് ഇസ് ഫ്രം ഇലക്ട്രോകെമിസ്ട്രി. Question number 63. Which of the following is not a conjugate as base pair? Not.
അല്ലേ? ഓർത്തോണം കേട്ടോ, നോട്ടേന്നാണ് ചോദിച്ചേക്കുന്നത്. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വെച്ചാൽ ഡിഫർ ഒൺലി ബൈ 1H+ ആണ്. ഒൺലി ബൈ 1H+. ഒറ്റ H+ന്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നോക്കിയേ, NH3 NH2- ഒരു H+ന്റെ വ്യത്യാസമുള്ളൂ. ഇത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്, ആൻസർ അല്ല. ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ 2H2, ഇവിടെ ഒരു H+ എക്സ്ട്രാ വന്നു, ആൻസർ മീൻസ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്, ആൻസർ അല്ല. ഇത് H3O+ഉം H2ഉം ഒരു H+ എക്സ്ട്രാ വന്നു, സോ ഇത് കറക്റ്റ് ആണ്, ആൻസർ അല്ല. H2CO3 and CO3- ഇവിടെ 2 H+ന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? കാരണം ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അവിടെ വന്ന് ഒരെണ്ണം പോലും ഇല്ല. സോ ഇത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ അല്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഫ്രം എക്വിലിബ്രിയം അല്ലേ? ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. അടുത്ത്, the rate constant of a zero order reaction is 2 × 10⁻². This is rate constant. If the concentration of the reactant after 25 seconds, so this is the time of the reaction, and this is concentration after 25 seconds, then what is the initial concentration? So we need to find out R0. ചുമ്മാ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൻ. ഇത്രേ ഉള്ളൂ. കെയുടെ വാല്യൂ 2 × 10⁻², വിച്ച് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അറിഞ്ഞുകൂടാ, ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ 0.5, ടൈം 25 seconds. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 50 × 10⁻² എന്ന് വെച്ചാൽ 0.5, വിച്ച് ഈസ് ഈക്വൽ ടു R0 മൈനസ് 0.5. അപ്പോൾ കിട്ടിയില്ലേ? R0 is equal to അത് ഇപ്പുറത്തേക്ക് വരുന്നു 0.5 + 0.5 1. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇതിൽ ലോഗിന്റെ എക്സ്പ്രഷൻ ഒക്കെ വരുന്ന ഫസ്റ്റ് ഓർഡറിനാണ്. സീറോ ഓർഡറിന് നമുക്ക് ലോഗിന്റെ എക്സ്പ്രഷൻ ഒന്നുമില്ല. ചുമ്മാ ഇനീഷ്യൽ മൈനസ് ഫൈനൽ ഡിവൈഡഡ് ബൈ ടി ചെയ്താൽ മതി. യൂണിറ്റ് ശ്രദ്ധിച്ചോണം, അത്രേ ഉള്ളൂ. കൈനറ്റിക്സ്. അടുത്തത്, അറേഞ്ച് ദി ഫോളോയിങ് ഡയഗ്രാം ഇൻ കറക്റ്റ് സീക്വൻസ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണത്തില്ല അല്ലേ? കറക്റ്റ് സീക്വൻസ് of steps involved in the mechanism of catalysis in accordance with the modern adsorption theory. Modern adsorption theory യിൽ ഈ സ്റ്റെപ്പ് ഓർഡറിൽ എഴുതാനാ പറയും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടൻസ് ആണ്. അതായത് നിങ്ങളുടെ സോളിഡ് സർഫസിലേക്ക് റിയാക്ടൻസ് വന്നുകൊണ്ടേയിരിക്കുക. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ്, കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ വരുന്ന ആൾക്കാർ സർഫസിൽ എന്ത് ചെയ്യണം? അഡ്സോർബ് ചെയ്യണം. അഡ്സോർപ്ഷൻ അറ്റ് ദി സർഫസ് ആണ്. ഇതാണോ? അല്ല, ഇതാ. കാരണം ഇത് അവർ തമ്മിൽ റിയാക്ട് ചെയ്തു. കണ്ടോ, ഇവിടെ എയും ബിയും വരുക, അവർ കയറി ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതാണ് ഇത്. സോ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി ഇവരെ അഡ്സോർബ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യും. അപ്പം ഇത് കിട്ടും. സോ മൂന്നാമത്തത് ഫോർമേഷൻ ഓഫ് കെമിക്കൽ ബോണ്ടാണ്. ഫോർമേഷൻ ഓഫ് കെമിക്കൽ കോമ്പൗണ്ട് ആണ്. സോ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. കണ്ടോ, കോമ്പൗണ്ട് ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് പുറത്തേക്ക് വരണം. ദാറ്റ് ഈസ് കോൾഡ്, അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുന്നതിന്റെ പേര് അഡ്സോപ്ഷൻ, പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന്റെ പേര് ഡീസോപ്ഷൻ. സോ ഡീസോപ്ഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ആണ് നാലാമത്തത്. അത് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഡീസോപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഇതിനകത്ത് 2 ഡയഗ്രാം ഉണ്ട്. ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോകുന്നതും ഇത് പ്ലസ് ഇട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ശരിക്കും പ്ലസ് ഇട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡീസോപ്ഷൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഡീസോബ് ചെയ്യാന്ന് വെച്ചാൽ ഈ വരുന്നത് എന്താണ്? ഡിഫ്യൂഷൻ മേളിലോട്ട് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതെന്ന് പറയുന്നത് ഡീസോർബ് ചെയ്യാന്ന് വെച്ചാൽ പുറത്തേക്ക് ജസ്റ്റ് പോവുക. അപ്പൊ ഡീസോപ്ഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് നാലാമത്തെ സ്റ്റെപ്പ് ആയതുകൊണ്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 4th സ്റ്റെപ്പ്. ഡീസോപ്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് സെപ്പറേറ്റ് ആയി, ഇത് സെപ്പറേറ്റ് ആയി, 2 ഇൻഡിപെൻഡന്റ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ വരും? 1 3 2 1 3 2 4 5 വരും. 1 3 2 4 5 എന്ന് പറയുമ്പം ഇതാണ് ആൻസർ. ഓപ്ഷൻ 2 വരും. പക്ഷെ NCERT വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. 1 3 2 5 4 എന്ന് കൺഫ്യൂഷൻ വരും. കാരണം അവർ പറഞ്ഞേക്കുന്ന ഈ ഡയഗ്രാം രണ്ടാമത് കൊടുത്തിട്ട് ഇത് ആദ്യം കൊടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇത് ഡിഫ്യൂഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് അവേ ഫ്രം ദി സർഫസും ഇങ്ങനെ പ്ലസ് ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് എന്താ ഇതും അതും ഉണ്ടായി. ആ രീതിയിലായിരിക്കും. അപ്പം നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. അപ്പം ആൻസർ ഇവിടെ ഓപ്ഷൻ 2 വരും. സോ ദിസ് ഇസ് ഫ്രം സർഫസ് കെമിസ്ട്രി. അടുത്തത്, ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദി ഫോളോയിങ് ഈസ് ദി ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് അലുമിനിയം. ഈ അലുമിനിയം മഗ്നീഷ്യം കൂടെ കമ്പയർ ചെയ്ത് നിങ്ങൾ ഒരുപാട് തവണ ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്താന്നറിയാം. അലുമിനിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ 13, മഗ്നീഷ്യത്തിന്റെ ഗ്രൂപ്പ് നമ്പർ 2 ആണ്. ഇത് മഗ്നീഷ്യം ആണ്, ഇത് അലുമിനിയം ആണ്. ഇതാണ് മഗ്നീഷ്യം എങ്കിൽ ഇതാണ് അലുമിനിയം. അങ്ങോട്ട് സൈസ് കുറയുന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ
ഇതിന്റെ ഒരു പ്രത്യേകത സൈസ് കുറയുമ്പം അയണൈസേഷൻ എന്താൽപ്പി കൂടുക വേണ്ടേ. പക്ഷെ ഇവിടെ എക്സെപ്ഷൻ ഉണ്ടല്ലോ. ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് NS കോൺഫിഗറേഷൻ ആയതുകൊണ്ട് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് മഗ്നീഷ്യം അൺയൂഷ്വലി ഗ്രേറ്റർ ദാൻ അയണൈസേഷൻ എന്താൽപ്പി ഓഫ് അലുമിനിയം ആണ്. ഇത് നിങ്ങൾ കേട്ട് അടുത്ത കാര്യമാണ്. എന്നാലും ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് അലുമിനിയം ഈസ് ലെസ് ദാൻ ദി ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മഗ്നീഷ്യം. ശരിയാ അല്ലേ? അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് അലുമിനിയം മഗ്നീഷ്യത്തിനേക്കാൾ കുറവാ. ശരിക്കും അങ്ങനെയല്ല വരേണ്ടത് കേട്ടോ. ആസ് പെർ ദി ട്രെൻഡ് നേരെ തിരിച്ചാ വരണ്ടേ. അപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്നതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, പക്ഷെ ഇത് കറക്റ്റ് ആണ്, അതുകൊണ്ട് ആൻസർ അല്ല. അടുത്ത സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മഗ്നീഷ്യം. നമുക്ക് മഗ്നീഷ്യത്തിന്റെ കോൺഫിഗറേഷൻ എഴുതാം. 1s2 2s2 2p6 3s2. അലുമിനിയം 1s2 2s2 2p6 3s2 3p1. ഇതാണ് അലുമിനിയം. അപ്പൊ നോക്കിക്കേ, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒന്ന് കളയുക, ഇവിടുന്നും ഒന്ന് കളയുക. അപ്പൊ 3s ഇപ്പൊ മിച്ചമുള്ളത് ഒരെണ്ണം, 3p മിച്ചം ഒന്നുമില്ല. ഇനി അവർ പറയുന്നത് സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മഗ്നീഷ്യം ഇസ് ഗ്രേറ്റർ ദാൻ ദി സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സോഡിയം. സോഡിയമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാവേ. 1s2 2s2 2p6 3s1 ആണ് സോഡിയം. സോഡിയത്തിന്റെ ഒരു ഇലക്ട്രോൺ നമ്മൾ കളഞ്ഞു, 0. അപ്പോൾ നോക്കി, ഇവിടെ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് മഗ്നീഷ്യം എന്ന് വെച്ചാൽ ഒരു 3s ഇലക്ട്രോൺ പോകണം. ഇവിടെയാണ് പോകണ്ടെങ്കിൽ 2p6 എന്ന ഇവിടുന്ന് പോകാൻ പാടാ, കാരണം ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. ഇനി ഇതെങ്ങാനും ഇറങ്ങിപ്പോയാൽ ഇയാൾക്ക് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് നോക്കോളും. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മഗ്നീഷ്യം ഈസ് ഗ്രേറ്റർ ദാൻ ദി സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സോഡിയം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ആൻസർ. കാരണം ഇത് ഭയങ്കര എളുപ്പമാണ് പോകാൻ, ഇത് അത്ര എളുപ്പമല്ല, കാരണം 2p6 എന്നാ പോകേണ്ടത്, തെറ്റാണ്. അടുത്ത് ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സോഡിയം, അതായത് ഇവിടെ ഞാൻ 3s1 കൊടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് സോഡിയം ഇസ് ലെസ് ദാൻ ദി ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മഗ്നീഷ്യം. ഇത് 2 ആ. നോക്കിക്കോണേ, ഇത് ഗ്രൂപ്പ് 1ഉം ഇത് ഗ്രൂപ്പ് 2ഉം. ഇതാണ് സോഡിയം എങ്കിൽ ഇതാണ് മഗ്നീഷ്യം. അങ്ങോട്ട് പോകുമ്പം അയണൈസേഷൻ എന്താൽപ്പി കൂടും. അപ്പോൾ മഗ്നീഷ്യത്തിന് കൂടുതൽ വേണം. അവർ പറയുന്നു ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് സോഡിയം ഈസ് ലെസ് ദാൻ. ശരിയാണ്, സോഡിയത്തിന്റെ അയണൈസേഷൻ എന്താൽപ്പി ലെസ് ആണ്, അല്ലെങ്കിൽ മഗ്നീഷ്യത്തിന്റെ കൂടുതലാണ്. സോ ദിസ് ഇസ് കറക്റ്റ്, പക്ഷേ ആൻസർ അല്ല. അടുത്ത തേർഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മഗ്നീഷ്യം. അപ്പൊ ഞാൻ ഇവിടുന്ന് 2 കളഞ്ഞു, ഇവിടുന്ന് ഒരെണ്ണവും കളഞ്ഞു അല്ലെ. 2p5 ആണ്. തേർഡ് അല്ല, സോറി 3s2 കളഞ്ഞു, 2 കളഞ്ഞു, 2p6 ആണ്. ഇപ്പൊ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആയി. ഈസ് ഗ്രേറ്റർ ദാൻ ദി തേർഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് അലുമിനിയം. അലുമിനിയത്തിൽ നിന്ന് ഒരെണ്ണം ഓൾറെഡി കളഞ്ഞു, ഒരെണ്ണോടെ കളഞ്ഞ് 3s1 നമ്മൾ വെച്ചിരിക്കുക. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ പറഞ്ഞ അതേ കോൺസെപ്റ്റ്. ഇവിടുന്ന് ഇലക്ട്രോൺ ഇറങ്ങിപ്പോകാൻ ഇവിടത്തേക്കാളും പാടാണ്, ബിക്കോസ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. സോ ദി തേർഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് മഗ്നീഷ്യം ഈസ് ഗ്രേറ്റർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, അതുകൊണ്ട് ആൻസർ അല്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. ഇപ്പൊ ഈ അലുമിനിയം മഗ്നീഷ്യം വെച്ച് നമ്മളുടെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയതാണ്, അത് ചോദിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്, നോക്കിക്കോണം. അടുത്ത 67, മാച്ച് ദി ഫോളോയിങ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ആണ്. കോളം 1 കോളം 2 മെറ്റലർജി ആണ്. ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫർണസിൽ നിന്ന് കിട്ടുന്ന കോപ്പർ ഇതാണെന്ന് വിചാരിച്ചോ. ഈ കോപ്പറിന്റെ സർഫസിൽ ചെറിയ ചെറിയ കുമിളകൾ പോലെ ഇരിക്കും. അതായത് നമ്മുടെ കൈയൊക്കെ പൊള്ളി കഴിയുമ്പം ചെറിയ ഇങ്ങനെ കുമിള വരുന്ന പോലെ ഈ കോപ്പറിന്റെ സർഫസിൽ കൂടെ പൊള്ളിയതുപോലെ ഇരിക്കും. അതിന് കാരണം ആരുടെ എവല്യൂഷൻ ആണ്? SO2 എവല്യൂഷൻ ആണ്. അത് ഏത് മാച്ചിങ് ആണെന്ന് നോക്കിയേ, ഇത് അല്ലെ, SO2 എവല്യൂഷൻ. ദാറ്റ്സ് വൈ ദിസ് ഇസ് കോൾഡ് ബ്ലിസ്റ്റർ കോപ്പർ. സോ എയുടെ കോഡ് 2 ആണ്. എയുടെ കോഡ് 2 ആണെങ്കിൽ 1ഉം 3ഉം നമ്മൾ കട്ട് ചെയ്തു. അടുത്ത ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന ആർക്കുള്ളതാ? അയണിന്റെ അല്ലെ എക്സ്ട്രാക്ഷന് വേണ്ടിയുള്ളതാണ് ബ്ലാസ്റ്റ് ഫർണസ്. ബിയുടെ കോഡ് 3 ആണ്. ബിയുടെ കോഡ് 3 വരുന്ന ഓപ്ഷൻ 2. അപ്പൊ ഇത് കട്ടായി. ബാക്കി വേണേൽ നോക്കിയേക്കാം. സി റിവർബറേറ്ററി ഫർണസ് എന്ന് പറയുന്നത് FE അല്ലെ, നമ്മുടെ FE നോക്കട്ടെ 2 3 അല്ല നോക്കി, ഓക്കെ, FeO SiO2. ഇതെന്താ? സ്ലാഗ് ഫോർമേഷൻ ആണ്. സ്ലാഗ് ഫോർമേഷൻ റിവർബറേറ്ററി ഫർണസിൽ നമ്മൾ സ്ലാഗ് ഫോർമേഷൻ നടക്കും. അപ്പൊ സിയുടെ കോഡ് 4 കറക്റ്റ് ആണ്. ഹാൾ ഹെറോൾഡ് പ്രോസസ് ആർക്ക? അലുമിനിയത്തിന്റെ മെറ്റലർജി ആണ്. സോ ഡിയുടെ കോഡ് 1 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ഫ്രം ദി ചാപ്റ്റർ മെറ്റലർജി. അടുത്ത 68, the strength of 10 volume solution of H2O2. നിങ്ങൾ 100 വോളിയം H2O2 നിങ്ങൾക്ക് അറിയായിരിക്കും. 100 വോളിയം H2O2 30% ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർ ഹൈഡ്രോൾ അല്ലേ. ഇതങ്ങ് ഓർത്ത് വെച്ചാൽ എളുപ്പം ഉണ്ടാവും. 100 വോളിയം 30% ആണെങ്കിൽ 10 വോളിയം 3% ആണ്. ഇല്ലെങ്കിൽ നിങ്ങളൊരു ഇക്വേഷൻ ഓർത്ത് വെക്കണം. വോളിയം സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു 11.2 ഇൻറ്റു പെർസെൻറ്റേജ് സ്ട്രെങ്ത് ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 34. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് പെർസെൻറ്റേജ് സ്ട്രെങ്ത് അല്ല വേണ്ടത്, സാധാ ഗ്രാം പെർ ml ആണെങ്കിൽ 11.2 ഇൻറ്റു സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ 34 ചെയ്താലും മതി.
അങ്ങനെ നോക്കുവാണെങ്കിൽ വോളിയം സ്ട്രെങ്ത് 10 ഇസ് ഈക്വൽ ടു 11.2 ഇൻറ്റു പെർസെൻറ്റേജ് സ്ട്രെങ്ത് ആണ് ചോദ്യം ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 34 വരും. 10 ക്യാൻസൽഡ്. സോ പെർസെൻറ്റേജ് സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു 34 ബൈ 11.2 ഇസ് അപ്രോക്സിമേറ്റ്ലി 3 എന്ന് വന്നോളും. അപ്പോൾ ഒന്നിലും ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ആ 100 വോളിയം ഓർത്ത് വെച്ച് നേരെ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ഫ്രം ദ ചാപ്റ്റർ ഹൈഡ്രോജൻ. അടുത്ത 69. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്ലോറൈഡ് ഡസ് നോട്ട് ഇമ്പാർട്ട് കളർ ടു ദി ഫ്ലെയിം? നിങ്ങൾക്കറിയാം ആൽക്കലൈൻ എർത്ത് മെറ്റലിൽ ബെറിലിയം മഗ്നീഷ്യം ഒഴികെ ബാക്കി എല്ലാവരും കളർ കാണിക്കും. സോ ഇവർ കളർ കാണിക്കാത്തതിന്റെ കാരണം ഇവരുടെ ടൈറ്റ്ലി ഹെൽഡ് ഇലക്ട്രോൺസ് ആണ്. ടൈറ്റ്ലി ഹെൽഡ് ഇലക്ട്രോൺസ് ഒരിക്കലും എക്സൈറ്റേഷനിൽ പങ്കെടുക്കത്തില്ല. സോ ബെറിലിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കോമ്പൗണ്ടുകൾ എക്സൈറ്റേഷൻ വഴി കളർ കാണിക്കാനുള്ള ചാൻസ് കുറവാണ്. സോ BeCl2 ആൻഡ് MgCl2 ഫ്ലെയിം ടെസ്റ്റ് നെഗറ്റീവേ തരുള്ളൂ, പോസിറ്റീവ് തരില്ല. കാൽഷ്യം ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ, മറ്റേ ബ്രിക്ക് റെഡ് കളർ, ബേരിയം ആപ്പിൾ ഗ്രീൻ കളർ, അതുപോലെ സ്ട്രോൺഷ്യം ക്രിംസൺ റെഡ് കളർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ബെറിലിയം ആൻഡ് മഗ്നീഷ്യം പക്ഷേ കളർ തരത്തില്ല. ആൻഡ് ഫ്രം ദി ചാപ്റ്റർ എസ് ബ്ലോക്ക്. അടുത്ത among the following oxo acid correct decreasing order of acidic strength. ഓക്സോ ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത് നമ്മൾ തീരുമാനിക്കുന്ന 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ്, 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്. റൂൾ എന്താ? ഇത് സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിറ്റി ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിറ്റി ആണ്. ഇവിടെ HOCl ക്ലോറിൻ +1, ഇവിടെ ക്ലോറിൻ +3 അല്ലേ, +3, ഇവിടെ ക്ലോറിൻ +5, ഇവിടെ ക്ലോറിൻ +7. അങ്ങനെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഇയാൾക്കായിരിക്കും അസിഡിറ്റി കൂടുതൽ. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. നോക്കിയേ, ഇത് +7, ഇത് +5, ഇത് +3, ഇത് +1. ഇതാണ് ആൻസർ. ഇത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഫോസ്ഫറസ് ഓക്സോ ആസിഡിനൊന്നും ഇങ്ങനെയല്ല, അത് H3PO2 ആണ് അസിഡിറ്റി കൂടുതൽ ആദ്യം വരുന്നത്. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ സ്റ്റെബിലിറ്റിയും കൂടെ നോക്കണം. ഇപ്പം ClO4 മൈനസും ClO3 മൈനസും കൂടെ നോക്കുമ്പോൾ ഇയാൾ മോർ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇയാൾക്ക് കുറച്ച് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കൂടുതലാണ്. അപ്പോൾ ഇത് ഹൈലി സ്റ്റേബിൾ ആകണമെങ്കിൽ H+ പെട്ടെന്ന് വിട്ടുപോകും. അങ്ങനെയും ആൻസർ കിട്ടാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാലും മതി. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടിയ അസിഡിറ്റി കൂടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്ത 71. Match the properties in column 2 with column 1 with the metals given in column 2. Element which can show +8 oxidation state. 3 പേരുണ്ട് +8 കാണിക്കുന്നത്. സിനോൺ, റുത്തീനിയം, ഓസ്മിയം. അപ്പോൾ അവർ തന്നിരിക്കുന്നതിൽ എയുടെ കോഡ് 3 ആണ്. എയുടെ കോഡ് 3 ഇതും ആൻസറായി. അല്ല, ഇങ്ങനെ കിട്ടിയ ലക്കെന്ന് കൂട്ടിയാൽ മതി. അടുത്ത് 3D സീരീസ് എലമെന്റ് ദാറ്റ് ക്യാൻ ഷോ അപ് ടു +7. ആരാ? മാംഗനീസ് +7 വരെ കാണിക്കും. 3D സീരീസ് എലമെന്റ് വിത്ത് ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോപ്പറിന് മാത്രമുള്ളൊരു കപ്പാസിറ്റിയാണ് +1 കാണിക്കാൻ. സോ സിയുടെ കോഡ് 2 ആണ്. റേഡിയോ ആക്റ്റീവ് ലാന്തനോയിഡ് ഒരെണ്ണമേ ഉള്ളൂ, പ്രൊമീത്തിയം ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 വരും. ആക്ടിനോയിഡുകളിൽ ശരിക്കും എല്ലാവരും റേഡിയോ ആക്റ്റീവാണ്. ലാന്തനോയിഡുകളിൽ ഒരെണ്ണം മാത്രമേ റേഡിയോ ആക്റ്റീവ് ഉള്ളൂ, ബാക്കിയുള്ള 13 പേരും റേഡിയോ ആക്റ്റീവ് അല്ല. ആൻസർ 1. 72. The correct order for the wavelength of absorption in the visible region is എന്നാണ് ചോദ്യം. ഇതിൽ 3 മെറ്റൽ, നിക്കൽ ആണ്. ലിഗാൻഡ് നൈട്രോ ഗ്രൂപ്പ്, അമോണിയ ആൻഡ് H2O. നിങ്ങൾക്കറിയാം ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് ഇതിൽ NO2 മൈനസ് ആണ്. അതിനുശേഷം അമോണിയ ആണ്. ആൻഡ് വാട്ടർ ഈസ് എ വീക്ക് ലിഗാൻഡ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നതും സ്ട്രെങ്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നതും സെയിമാണ്. ഇത് തന്നെയാണ് എനർജിയുടെ ഓർഡർ. എനർജി ഈസ് ഈക്വൽ ടു Hc/λ ആണ്. സോ എനർജി ആൻഡ് ലാംഡ എന്ത് റിലേഷനാ? ഇൻവേഴ്സ് റിലേഷനാണ്. അങ്ങനെയാണെങ്കിൽ എനർജിയുടെ ഓർഡർ ഇത് തന്നെയാണ്, പക്ഷെ വേവ് ലെങ്ത് ആണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തിരിച്ചുള്ള ഓർഡർ. അപ്പോൾ വെള്ളത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 വരും. ഓർത്തോണം, അവർ ചോദിച്ചേക്കുന്ന എനർജിയുടെ ഓർഡർ ആണെങ്കിൽ ആൻസർ NO2 ഹൈ വരുന്ന രീതിയിൽ ഇതാണ് എനർജിയുടെ ഓർഡർ. അവർ ചോദിച്ചേക്കുന്ന വേവ് ലെങ്ത്തിൻ്റെ ഓർഡറാണ്. നിങ്ങൾ വേണമെങ്കിൽ ആ 3യുടെ അവിടെ എഴുതി വെക്കാം. എനർജി ഓർഡർ ആണെങ്കിൽ ഓപ്ഷൻ 3 ആൻസർ വരുള്ളൂ, പക്ഷെ വേവ് ലെങ്ത് ഓർഡർ ആയതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 1 വരും. സോ ദിസ് ഇസ് ഫ്രം കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. 73. Match the pollutants given in column 1 with their effect in column 2. Unsaturated hydrocarbon responsible for smog.
അല്ലേ? ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ സ്മോഗിൻ്റെ അകത്താണ്. സ്മോഗ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ ആണെന്ന് നമുക്കറിയാം. നമ്മുടെ ഡൽഹിയിലൊക്കെ ഏകദേശം ചില സമയത്ത് സ്മോഗ് ഉണ്ടായി ആക്സിഡൻസ് ഉണ്ടാകുന്നത് നിങ്ങൾ ന്യൂസിൽ കേട്ടിട്ടുണ്ട്. അത് കൂടുതലും പൊല്യൂഷൻ പ്രോബ്ലം, കൂടുതലും ഈ വണ്ടികളൊക്കെ ഡീസൽ വണ്ടികളാണ് ഇതിനൊക്കെ ഉള്ള വലിയൊരു റീസൺ. കാരണം അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ പുറത്തോട്ട് റിലീസ് ചെയ്യും. പിന്നെ മീതെയിൻ ഇൻ എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, വാട്ടർ വേപ്പർ, CO അങ്ങനെയുള്ള ആളുകളെല്ലാം എയറിൽ ഒരുപാടുണ്ട് എങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം സർഫസ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് ഇൻക്രീസസ് സഡൻലി. ദെൻ അപ്പോൾ എയുടെ കോഡ് ഏതാണോ 4 ആണ്. എയുടെ കോഡ് 4, അപ്പോൾ ഓപ്ഷൻ 3 നമ്മൾ കട്ട് ചെയ്തു. ബിയുടെ കോഡ് 3 ആണ്. ബിയുടെ കോഡ് 3 വന്നപ്പോൾ ഓപ്ഷൻ 2 കട്ട് ചെയ്തു. അപ്പോൾ ആൻസർ കിട്ടിയില്ല. ദെൻ സിന്തറ്റിക് ഡിറ്റർജൻസ് ഇൻ വാട്ടർ, ഒരുപാട് സിന്തറ്റിക് ഡിറ്റർജൻസ് വെള്ളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം പൊള്യൂട്ടഡ് ആവും. അപ്പം അങ്ങനെയുള്ള ഓർഗാനിക് വേസ്റ്റുകളെ ഡിക്കമ്പോസ് ചെയ്യാൻ ബാക്ടീരിയ കുറേ അധികം ഓക്സിജൻ യൂസ് ചെയ്യും. ആ ഓക്സിജന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് BOD. പൊള്യൂട്ടഡ് വാട്ടർ ആണെങ്കിൽ BODയുടെ വാല്യൂ ഏകദേശം 17 ppm മേലെ ആയിരിക്കും. സോ 17 ppm മേലെയാണെങ്കിൽ വാട്ടർ ഭയങ്കര പൊള്യൂട്ടഡ് ആണ്. പക്ഷെ ക്ലിയർ വാട്ടർ ആണെങ്കിൽ 5 ppm താഴെയുള്ള വാല്യൂസ് ആണ് ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്രയും വരണം, പക്ഷെ ഭയങ്കര പൊള്യൂഷൻ കൂടുതലാണെങ്കിൽ 17 ppm മേലെ പോവും. സോ സിയുടെ കോഡ് 1 ആണ്. സോ സിയുടെ കോഡ് 1 വരുമ്പം ആൻസർ ഓപ്ഷൻ 1 വരും. പിന്നെയുള്ള നൈട്രജൻ ഓക്സൈഡ് ഇൻ എയർ ആസിഡിന് കാരണമാവും. കാരണം ഇപ്പൊ NO2 ഒക്കെ ആണെങ്കിൽ വെള്ളത്തിന്റെ കൂടെ വാഷ് ചെയ്ത് അത് HNO3 ആയിട്ട് താഴേക്ക് വരാനുള്ള ചാൻസുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ഓർത്ത് വെച്ചോണം, HNO2 ആയിട്ട് വരാനുള്ള ചാൻസുകൾ ഉണ്ട് വാട്ടറുമായിട്ട് കമ്പയർ ചെയ്ത്. അപ്പോൾ HNO3 വരണമെങ്കിൽ N2O5 അങ്ങനെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, നൈട്രിക് ആസിഡോ നൈട്രസ് ആസിഡോ ഒക്കെ നമുക്ക് എയർ നമ്മുടെ വെള്ളത്തിൽ കൂടെ പുറത്തേക്ക് വരാം. സോ ദിസ് ഇസ് ഫ്രം എൻവയോൺമെന്റൽ കെമിസ്ട്രി. അടുത്ത് കറക്റ്റ് ഓർഡർ ഓഫ് ന്യൂക്ലിയോഫിലിസിറ്റി. ന്യൂക്ലിയോഫിലിസിറ്റി എന്ന് വെച്ചാൽ എബിലിറ്റി ടു ഡൊണേറ്റ് ഇലക്ട്രോൺസ് ടു അതേഴ്സ് അല്ലേ? അപ്പോൾ ഇയാൾക്ക് ഇതിൽ ആർക്കാണ് നെഗറ്റീവ് ചാർജ് കൊടുക്കാൻ താല്പര്യം എന്നാ? ഈ നെഗറ്റീവ് ചാർജ് അങ്ങനെ പോവില്ല, ബിക്കോസ് ഫ്ലൂറിൻ ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. ഇത് പിന്നെയും പോകും, വലിയ കുഴപ്പമില്ല. ബട്ട് ദിസ് ഇസ് ഓൾസോ ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഇതും ഇലക്ട്രോനെഗറ്റീവ് ആണ്, എങ്കിലും ഇത് കുറച്ചുകൂടി നന്നായിട്ട് പോകും. പക്ഷേ ഇത് തീരെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഹൈഡ്രജൻ നന്നായിട്ട് പോകും. അപ്പോൾ ഏറ്റവും നല്ല ന്യൂക്ലിയർ ഫയൽ CH3-, NH2-, OH-, F-. ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. നമ്മളൊരു കോമൺ സെൻസ് കൊടുത്താൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 75. 2-phenyl propene. പ്രൊപ്പീൻ എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റം. ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ടു. രണ്ടാമത്തെ പൊസിഷനിൽ ബെൻസീൻ റിംഗ് വരും. സോ ദിസ് ഇസ് കോൾഡ് 2-phenyl propene ഓൺ അസിഡിക് ഹൈഡ്രേഷൻ. അതായത് നമ്മൾ വാട്ടർ ആഡ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് H+. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാം, ഇത് ഇങ്ങോട്ട് ചാടി മൈനസും ഇത് പ്ലസും അല്ലേ? നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം വിൽ ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസർ നമ്പർ വിച്ച് ഇസ് കോൾഡ് മാർക്കോണിക്കോസ് അഡീഷൻ. അങ്ങനെ ആഡ് ചെയ്യുമ്പം CH3 ഇവിടെ എന്ത് വരും? OH, ഇവിടെ എന്ത് വരും? CH3 ആൻഡ് ദർ ഈസ് എ ബെൻസീൻ റിംഗ്. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വളരെ നന്നായി ഇവിടെ കിട്ടുന്ന ബെൻസൈൽ കാർബോകാറ്റോൺ ഈസ് ഓൾസോ ഹൈലി സ്റ്റേബിൾ. അപ്പോൾ 1, 2, 3 എന്ത് വരും? പ്രൊപ്പാൻ 2-phenyl propan 2-ol കിട്ടും. 2-phenyl propan 2 മക്കളെ ഇത് ഓൾ എന്നാട്ടോ. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ 1. ചുമ്മാ മാർക്കോണിക്കോസ് അഡീഷൻ ഓഫ് വാട്ടറേ ഉള്ളേ. 76. The increasing order of reactivity of the following towards SN1 reaction ആണ് ചോദ്യം. നിങ്ങൾ SN1 റിയാക്ഷന്റെ ഓർഡർ അല്ലെങ്കിൽ SN1ന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ ആണ്. അപ്പൊ കാർബോകാറ്റോൺ സ്റ്റേബിൾ എവിടെയാണോ ഉണ്ടാകുന്നത് അയാളാണ് ഹൈലി റിയാക്റ്റീവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് കാർബോകാറ്റോൺ ആക്കി മാറ്റുവാണ് പ്ലസ്. നിങ്ങൾക്കറിയാം ഇവിടെ ഒരു റെസൊണൻസ് സ്ട്രക്ചർ പോസിബിൾ ആണ്. അതുപോലെ ഇവിടെ നിങ്ങൾ പ്ലസ് ആക്കിയപ്പം റെസൊണൻസ് സ്ട്രക്ചർ പോസിബിൾ ആണ്. ഇവിടെ പ്ലസ് വരും, അത് ഓക്സിജന്റെ ലോൺ പെയറുമായിട്ട് റെസൊണേറ്റ് ചെയ്യും. ഭയങ്കര സ്റ്റെബിലിറ്റി കൂടുതലാണ്. പിന്നെ ഇവിടെ ശരിക്കും പ്ലസ് റെസൊണൻസ് സ്ട്രക്ചർ ഇവിടുന്നൊക്കെ പോസിബിൾ ആണെങ്കിലും മക്കളെ ഇതിൻ്റെ അകത്ത് 4π ഇലക്ട്രോൺ സിസ്റ്റം ആണ്. പിന്നെ ഇത് മുറിയും, ഇത് പ്ലസ് ചാർജ് വരും. ഇവിടെ റെസൊണൻസേ ഇല്ല. അപ്പോൾ ഇതിൽ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത് നിങ്ങൾക്കറിയാം, റെസൊണൻസ് നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന 2-നാണ്. സോ 2-ന് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. അപ്പോൾ 1ഉം 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓപ്ഷൻ 1ഉം 2ഉം ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് 2 കഴിഞ്ഞാൽ പിന്നെ അവർ കൊടുത്തേക്കുന്ന 3ഉം 1ഉം നമുക്ക് നോക്കാം. 3 കണ്ടോ? ആന്റി അരോമാറ്റിക്ക. 3 എന്ന് പറയുന്നത് ആന്റി അരോമാറ്റിക്ക. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റി വളരെ കുറവായതുകൊണ്ട് നമ്മൾ അത് മൈൻഡേ ചെയ്യത്തില്ല. പിന്നെ ഉള്ളത് 1, കാരണം ഒരു റെസൊണൻസ് സ്ട്രക്ചർ എങ്കിലും ഉണ്ട് അല്ലേ?
പിന്നെ ആൻറ്റി അരോമാറ്റിക് അല്ല, 4 and pi ആണ് ആൻറ്റി അരോമാറ്റിക്, അത് ആൻറ്റി അരോമാറ്റിക് അല്ലാത്തതുകൊണ്ട് 1 വരും. അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസറായി ഓപ്ഷൻ 4 വരും. 3 വെട്ടിപ്പോയി, ഓപ്ഷൻ 4. പിന്നെ ഉള്ളത് അല്ലേ, ആദ്യം 2 വന്നു, പിന്നെ 1 വന്നു, പിന്നെ ഈ 2 പേരിൽ ഏതാ 4 വരും, എന്നിട്ടേ 3 വരുള്ളൂ. കാരണം 3ക്കാണ് ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ്, അതിലും നല്ലത് അതാണ്. ദിസ് ഇസ് ആൻറ്റി അരോമാറ്റിക്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. കോപ്സ് റിയാക്ഷൻ ഈസ് ദി മാനുഫാക്ചർ ഓഫ് Kopp's reaction is the preparation of salicylic acid from phenol. But this is the conversion of phenol into orthohydroxy salicylic acid. ശരിയാണ് അല്ലേ? orthohydroxy salicylic acid. നമ്മൾ orthohydroxy salicylic acid എന്ന് പറയേണ്ട ആവശ്യമില്ല, orthohydroxy benzoic acid എന്നാ പറയാ. അത് എനിക്ക് തോന്നുന്ന മിസ്റ്റേക്ക്. ഇത് വേണ്ട, orthohydroxy വേണ്ട, salicylic acid. സോ എയുടെ കോഡ് 1 ആണ്. എയുടെ കോഡ് 1. അപ്പോൾ 3ഉം 4ഉം പോയി. റെയ്മർ ടീമൻ റിയാക്ഷൻ ഇതേപോലെ തന്നെയാണ്, ഫിനോളിനെ സാലിസിൽ ആൽഡിഹൈഡ് ആക്കി മാറ്റും. ഇത് ബിയുടെ കോഡ് 2 ആണ്. അപ്പോൾ ആൻസറായി ഓപ്ഷൻ 1. പിന്നെ കൺവേർഷൻ ഓഫ് സെക്കൻഡറി ആൽക്കഹോൾ ടു കീറ്റോൺ. ഇനിയുള്ള ഓപ്ഷൻ ഹീറ്റഡ് കോപ്പറും റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ്. ഹീറ്റഡ് കോപ്പർ അല്ലേ, പ്രൈമറി ആൽക്കഹോൾ നിങ്ങൾ ഹീറ്റഡ് കോപ്പർ അറ്റ് 573 കെൽവിനിൽ കൂടെ കടത്തി വിടുമ്പം ആൽഡിഹൈഡും, സെക്കൻഡറി ആൽക്കഹോൾ കടത്തി വിടുമ്പോൾ കീറ്റോണും കിട്ടും. ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ ഡീഹൈഡ്രോജനേഷന് പകരം ഡീഹൈഡ്രേഷൻ നടക്കും, എന്നിട്ട് ആൽക്കീൻ ഫോം ചെയ്യും എന്ന് നിങ്ങൾ 2-3 ചാപ്റ്ററിൽ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാണ്. സോ ഇത് സിയുടെ കോഡ് 3 ആണ്. ദെൻ വില്യംസൺ സിന്തസിസ് ആരുടെ സിന്തസിസാ? ഈതർ. എവിടുന്ന്? ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സോഡിയം ഓർ പൊട്ടാസ്യം ആൽക്കോക്സൈഡ് ഗിവ്സ് എന്നെയും എക്സും കട്ടായി പോയിട്ട് ROR ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷനാണ് വില്യംസൺ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. ആൽക്കഹോൾ ആണ് ചാപ്റ്റർ. അടുത്ത 78. ഇൻ ദി ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ ടൊളുവീൻ. ആദ്യം ഓക്സിഡേഷൻ, അസിഡിക് കണ്ടീഷൻ ഓക്സിഡേഷൻ ആണ്. ടൊളുവീൻ അല്ല, ഏത് അരോമാറ്റിക് ഹൈഡ്രോ കാർബണിന്റെ മേളിൽ ചെയിൻ ഉണ്ടെങ്കിലും അതിനെ ഫുള്ള് COH മാറ്റാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഇയാൾ. അപ്പോൾ എ എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡ്. പിന്നെ ഇത് എന്ന് പറയുന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പം നമ്മളുടെ OH മാറിയിട്ട് അവിടെ ഏത് വരും? COCl. സോ ദിസ് ഇസ് കോൾഡ് ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസോയിൽ ക്ലോറൈഡ്. സോ ബെൻസോയിൽ ക്ലോറൈഡിനെ നമ്മൾ ഹൈഡ്രോജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം മാത്രമേ ഉള്ളെങ്കിൽ റിഡക്ഷൻ, കംപ്ലീറ്റ് റിഡക്ഷൻ എന്ന് പറയാം. പക്ഷെ ഇവിടെ ഒരു പോയിസൺ ഉണ്ട്, ബേരിയം സൾഫേറ്റ്. ഈ പോയിസൺ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റോസൻമൺ റിഡക്ഷൻ. സോ റോസൻമൺ റിഡക്ഷനിൽ COCl കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് മാറും? CHO ആൽഡിഹൈഡ് ആയിട്ട് മാറും. സോ അവർ ചോദിച്ചേക്കുന്ന പ്രൊഡക്റ്റ് C എന്ന് പറയുന്ന ബെൻസീൻ റിങ്ങിന്റെ മേളിൽ CHO ബെൻസാൽഡിഹൈഡ്. ആൻസർ ഓപ്ഷൻ 4 ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ ആണ്. 79. In the Hofmann-bromamide degradation reaction, number of moles of NaOH and bromine used per mole of amine produced ആണ്. അത് നിങ്ങൾ ബാലൻസ് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കണം. RCONH2 ബ്രോമിനെയും സോഡിയം ഹൈഡ്രോക്സിനെയും കൂടെ ആഡ് ചെയ്യുമ്പം ഈ CO ഇവിടുന്ന് മുറിഞ്ഞു മാറും, എന്നിട്ട് RNH2 ഉണ്ടാവും. ആ CO സോഡിയത്തിന്റെ കൂടെ Na2CO3 ഉണ്ടാവും. ബാക്കിയുള്ള സോഡിയവും ബ്രോമിനും കൂടെ NaBrഉം ബാക്കി വാട്ടർ ഫോം ചെയ്യും. ഇനി നിങ്ങളിത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇവിടെ 2 സോഡിയം ഉണ്ട്, ഇവിടെ 2 ബ്രോമിൻ ഉള്ളതുകൊണ്ട് 2 ഇട്ടു, മൊത്തം 4 സോഡിയം, ഇവിടെ 4 വരും. ബാക്കി വാട്ടറിന്റെ എണ്ണം നോക്കാം. ഈ NH2 നിങ്ങൾ നോക്കണ്ട, 4 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ, 2 ഇട്ടു. ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 3 ഓക്സിജൻ, 5 ഓക്സിജൻ, ഇവിടെ 4 ഓക്സിജനും 5 ഓക്സിജൻ, ബാലൻസ് ആയി. ഇപ്പൊ നോക്കിയേ, 4 മോൾ NaOHും 1 മോൾ ബ്രോമിനും. സോ 4 മോൾ NaOH ആൻഡ് 1 മോൾ ഓഫ് ബ്രോമിൻ. ആൻസർ ഈസ് ഓപ്ഷൻ 3 ചാപ്റ്റർ അമീൻസ്. 80. മാച്ച് ദി കോളംസ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഇപ്പുറത്ത് തന്നിരിക്കുന്ന പോളിമറും അപ്പുറത്ത് തന്നിരിക്കുന്ന ചിലപ്പോൾ അതിന്റെ പേരും അതിന്റെ മോണോമറും ആയിരിക്കും. നൈലോൺ 6 ഇസ് ഒബ്റ്റെയിൻ ഫ്രം കാപ്രോലാക്ടം. എയുടെ കോഡ് 3 മക്കളെ. ആൻസർ ആയി നൈലോൺ എന്ന് വിളിക്കാൻ കാരണം ന്യൂയോർക്ക് ആൻഡ് ലണ്ടൻ. 6 എന്ന് പറയുന്നത് അതിലുപയോഗിക്കുന്ന കാർബണിന്റെ എണ്ണമാണ്. നൈലോൺ 6 എവിടെ നിന്ന് കിട്ടിയതാ? കാപ്രോലാക്ടം. PVC എന്ന് പറയുന്ന പോളിവിനൈൽ ക്ലോറൈഡിന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ അക്രിലാൻ എന്ന് പറയുന്ന പോളി അക്രിലോ നൈട്രൈൽ, അതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് പാന്, അല്ലെങ്കിൽ ഓർലോൺ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടും. പിന്നെ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്ന സിസ് ആണ്. ട്രാൻസ് ആണെങ്കിൽ നമ്മൾ ഇതിനൊരു പേരിട്ട് വിളിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗ്യൂട്ടാപെർച്ച അല്ലെ. ഗ്യൂട്ടാപെർച്ച എന്നറിയപ്പെടുന്ന ട്രാൻസ് ആണ്. സിസ് ആണ് നമ്മുടെ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്ന ആള്. ആൻസർ ഇസ് ഓപ്ഷൻ 1 പോളിമർ.
81. A broad spectrum antibiotic is chloramphenicol. Paracetamol antibiotic അല്ല, പാരസെറ്റാമോൾ എന്ന് പറഞ്ഞ അനാൾജസിക്സ് ആണ്. പാരാ അസെറ്റാമിഡോ ഫിനോൾ, അതിനെ ഷോർട്ടാക്കി നമ്മൾ വിളിക്കുന്ന പേരാണ് പാരസെറ്റാമോൾ. അത് പെയിൻ കില്ലർ ആൻഡ് ടെമ്പറേച്ചർ റെഡ്യൂസിങ് ഡ്രഗ് ആണ്. ആസ്പിരിനും ഇതുപോലെ അനാൾജസിക്സ് ആണ്. പെൻസിലിൻ ആൻഡ് ക്ലോറംഫെനിക്കോൾ ആർ ആന്റിബയോട്ടിക്, ബട്ട് പെൻസിലിൻ ഈസ് നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക്, പക്ഷേ ക്ലോറംഫെനിക്കോൾ ബ്രോഡ് സ്പെക്ട്രം. ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. ഇനിയുള്ളത് അസേർഷൻ ആണ്. അസേർഷന്റെ കോഡുകളാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കിയിട്ട് അപ്പുറത്തേക്ക് മാറി മാറി വരാം. 82. All naturally occurring amino acids except glycine are optically active. Yes, കാരണം ഗ്ലൈസീൻ എന്ന് പറയുന്നതിൽ ഇതാണ് ഗ്ലൈസീൻ്റെ സ്ട്രക്ചർ. ഇവിടെ നമുക്ക് ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, COH. ഇവിടെ 2 എണ്ണം ഹൈഡ്രജൻ ആയതുകൊണ്ട് ഈ കാർബൺ ഒരിക്കലും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവില്ല. ഇവിടെ മീതൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിന്റെ പേരാണ് അലാനിൻ. രണ്ടാമത്തെ അമിനോ ആസിഡാണ് അലാനിൻ. അവിടെ ഈ കാർബൺ കൈറാലാണ്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും കൈറാലാണ്, അയാൾ ഒഴികെ. സോ അസേർഷൻ കറക്റ്റ് ആണ്. Then reason, most naturally occurring amino acids have L configuration. L configuration എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പം NH2 ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ L അമിനോ ആസിഡും, ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ NH2 റൈറ്റ് സൈഡിലാണെങ്കിൽ D അമിനോ ആസിഡും. ഇത് L അമിനോ ആസിഡ്, അത് D അമിനോ ആസിഡ്. എല്ലാ നാച്ചുറൽ അമിനോ ആസിഡുകളും L കാറ്റഗറിയാണ്, ശരിയാണ്. പക്ഷെ ഇതുകൊണ്ടല്ല ഇതിങ്ങനെ ആയത്, അല്ലെ? ഒപ്റ്റിക്കലി ആക്ടിവിറ്റിക്ക് കാരണം കൈറാൽ കാർബൺ ആണ്. ഇതവർ സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ശരിയാണ്, പക്ഷെ രണ്ടാമത്തത് ആദ്യത്തെ എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ ഇതിൽ കോഡ് നോക്കിയാൽ assertion and reason both are correct statement, but reason is not the correct explanation. അപ്പോൾ ഇതിന്റെ ആൻസർ 2 വരും. 83. assertion, phosphorus chloride ട്രൈ ആൻഡ് പെൻഡ, അതായത് PCl3 വരും, PCl5 വരും, രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ആർ പ്രിഫേർഡ് ഓവർ തയോണൈൽ ക്ലോറൈഡ് എന്ന് കേൾക്കുമ്പോഴേ തെറ്റാണ്. കാരണം തയോണൈൽ ക്ലോറൈഡ് ദാറ്റ് ഈസ് SOCl2 ഇസ് ദി ബെസ്റ്റ് റിയേജൻ ഫോർ ദി കൺവേർഷൻ ഓഫ് ആൽക്കഹോൾ ഇൻ ടു ക്ലോറൈഡ്. ഏറ്റവും ബെസ്റ്റ് റിയേജൻ എന്ന് പറഞ്ഞാൽ ഇതാ. കാരണം നിങ്ങൾക്കറിയാം, ഇത് ആൽക്കഹോളിന്റെ അകത്തേക്ക് SOCl2 നിങ്ങൾ ആഡ് ചെയ്യുമ്പം ആൽക്കൈൽ ക്ലോറൈഡും പിന്നെ കിട്ടുന്ന 2 ബൈ പ്രൊഡക്റ്റ് SO2 HCl ആ. ഇത് രണ്ടും ഗ്യാസ് ആയതുകൊണ്ട് ഇതിന്റെ വഴിയെ പൊക്കോളും. അപ്പൊ നിങ്ങൾക്ക് പ്യുവർ ആയിട്ടുള്ള RCl കിട്ടും. അപ്പൊ ഇത് തെറ്റാ. അടുത്ത ഫോസ്ഫറസ് ക്ലോറൈഡ്സ് ഗിവ്സ് പ്യുവർ ആൽക്കൈൽ ഹാലൈഡ് അല്ല, അതും തെറ്റാണ്. ആരാ തരുന്നത്? SOCl2 ആണ് പ്യുവർ ആൽക്കൈൽ ഹാലൈഡ് തരിക. രണ്ടും തെറ്റായതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്, അല്ല ഇൻകറക്റ്റ്, രണ്ടും തെറ്റ്. ആൻസർ 4. അടുത്ത 84. Nitration of benzene is carried out with the concentrated nitric acid and concentrated sulfuric acid. Yes, അല്ലേ? നൈട്രേഷൻ ബെൻസീനെ നമ്മൾ HNO3യും അതുപോലെ H2SO4ന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നൈട്രോ ബെൻസീൻ കിട്ടുക. ഈ നൈട്രോ ബെൻസീൻ കിട്ടാൻ കാരണം NO2+ ഇവിടുന്ന് വന്നോണ്ടാ. അതുകൊണ്ട് ഇയാൾ ആസിഡ് തന്നെയായിട്ട് വർക്ക് ചെയ്യും, ഇയാൾ ഇവിടെ ബേസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു OH- വെളി കളഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുക. Assertion correct. The mixture of concentrated sulfuric acid and concentrated nitric acid produces electrophile NO2+. ഇതും കറക്റ്റ് ആണ്. ഇയാൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ബെൻസീൻ ഇങ്ങോട്ട് ഇയാൾ അറ്റാച്ച് ചെയ്ത് അത് നൈട്രോ ബെൻസീൻ ആയത്. അപ്പൊ നൈട്രേഷൻ നടക്കാൻ വേണ്ടിയുള്ള കറക്റ്റ് റീസണും ആണ് ഇത്, അല്ലെ? അപ്പൊ 84 എന്ന് പറയുമ്പോൾ ആൻസർ 1 ആണ്. അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ ആണ്. 85. Assertion reason again. To a solution of potassium chromate. Potassium chromate is K2CrO4. ഇതിന്റെ കളർ യെല്ലോ ആണ്. പൊട്ടാസ്യം ക്രോമേറ്റിന്റെ കളർ യെല്ലോ. Then if a strong acid is added, നിങ്ങൾ ഇതിനകത്തേക്ക് കുറച്ച് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. ഇതിന്റെ കളർ ഓറഞ്ച് കളറാണ്. സോ യെല്ലോ കളറുള്ള പൊട്ടാസ്യം ക്രോമേറ്റ് കുറച്ച് ആസിഡ് ആഡ് ചെയ്തപ്പം ഓറഞ്ച് കളറിലേക്ക് മാറിയെന്ന്. ശരിയാ, നമ്മൾ നേരത്തെ DNF പഠിച്ചാണ്. അസേർഷൻ കറക്റ്റാണ്. റീസൺ, ദി കളർ ചേഞ്ച് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പൊട്ടാസ്യം ക്രോമേറ്റ്. ഇവിടെ ക്രോമിയം +6 ഇവിടെയും ക്രോമിയം +6 അപ്പൊ തെറ്റിപ്പോയി. ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊണ്ടാ കളർ ഉണ്ടായതെന്ന് അല്ല. അപ്പൊ അസേർഷൻ ശരിയും റീസൺ തെറ്റുമാണ്. അങ്ങനെയുള്ളത് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ 85ന്റെ ആൻസർ ഓപ്ഷൻ 3. ഇത്രയും അസേർഷൻ റീസൺ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ സെക്ഷൻ A തീർന്നു കേട്ടോ. സെക്ഷൻ Bയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഈസ് കോസ്ഡ് ഡ്യൂ ടു. നിങ്ങൾക്കറിയാം ലന്താനം എന്ന് പറയുന്നതിൻ്റെ അകത്ത് അല്ലെ ലന്താനത്തിന്റെ മേളിൽ ഏതൊക്കെയാണ്? ഇട്രിയം സ്കാൻഡിയം ആണ്. സ്കാൻഡിയം എന്ന് പറയുന്ന 4s2 3d1 ആണ്. അപ്പൊ ഇത് 5s2 4d1 ആണ്. ഇത് 6s2 5d1 ആണ്.
ലന്താനം കഴിഞ്ഞ സീറിയത്തിൽ വരുമ്പം 6s2 5d1 5dയിൽ 9 ഇലക്ട്രോണുകൾ ഇരിക്കാൻ സ്ഥലം ഉണ്ടെങ്കിലും ഇത് പോയി 4fന്റെ അകത്തോട്ട് കയറും. അപ്പോൾ ആദ്യത്തെ എഫ് ബ്ലോക്ക് എലമെന്റ് ആയി. ഇതിന്റെ പൊസിഷൻ എന്ന് വെച്ചാൽ 4f കഴിഞ്ഞ് 5d കഴിഞ്ഞ് 6s ആ. ഇയാൾക്ക് പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ് അല്ലെ. പുവർ ഷീൽഡിങ് എഫക്റ്റ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഇയാള് ഇങ്ങോട്ട് ഇവരെ പിടിച്ച് തള്ളില്ല എന്ന് വെച്ചാൽ മീനിങ് എന്താ? ന്യൂക്ലിയസ് പോയി അവരെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കും, സൈസ് കുറയും, വിച്ച് ഇസ് കോൾഡ് ലാന്തനോഡ് കോൺട്രാക്ഷൻ. ദി അപ്രീഷ്യബിൾ ഷീൽഡിങ് ഓഫ് ഔട്ടർ ഇലക്ട്രോൺ, നോ ഷീൽഡിങ് ഇല്ല. ദി അപ്രീഷ്യബിൾ ഷീൽഡിങ് ഓൺ ഔട്ടർ ഇലക്ട്രോൺ ബൈ 5d, നോ. ദി സെയിം ഇഫക്റ്റ് ന്യൂക്ലിയർ ചാർജ് ഫ്രം സീറിയം ടു ലുട്ടീഷ്യം, അല്ല. ദി imperfect shielding, that is poor shielding on outer electron by 4f electron is the correct reason for lanthanode contraction. If it is 5f electron, that is called the actinoid contraction. This is from D and F block. Then the formation of O2 plus PtF6, നീൽ ബാർട്ട്ലെറ്റ് ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് ആണ്. Xc പ്ലസ് PtF6 മൈനസ് ഒരു സ്കാർലറ്റ് റെഡ് കളറുള്ള കോമ്പൗണ്ട്. ഇത് ഉണ്ടാക്കാൻ അയാൾക്ക് ഒരു പ്രചോദനം കിട്ടിയത് ഈ കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ ആണ്. അതിന് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് O2ന്റെയും സിനോണിന്റെയും അയണൈസേഷൻ എൻതാൽപ്പി ഏകദേശം സിമിലർ ആണ്. സോ O2 ആൻഡ് Xc ഹാവ് കമ്പയറബിൾ അയണൈസേഷൻ എൻതാൽപ്പി. അതുകൊണ്ട് പുള്ളി O2 പ്ലസിനെ മാറ്റി അവിടെ സിനോണിനെ കയറ്റി ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തു. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട്, നീൽ ബാർട്ട്ലെറ്റ്. അടുത്തത് മിസല്ലേസ് ഫോംസ് ഒള്ളി. മിസല്ലേസ് ഫോം ചെയ്യുന്ന ബിലോ ദി ക്രിട്ടിക്കൽ മിസല്ലേ കോൺസെൻട്രേഷൻ ആൻഡ് ബിലോ ദി ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ശരിക്കും പറഞ്ഞാൽ അവര് ക്രിട്ടിക്കൽ മിസല്ലേ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ദി കോൺസെൻട്രേഷൻ എബോവ് വിച്ച് എന്നാണ്, ഒരു കോൺസെൻട്രേഷന് മുകളിൽ എന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എബോ വിച്ച് എന്നാണ്, ബിലോ എന്നുള്ള ഈ രണ്ട് ഓപ്ഷൻ തെറ്റാ. അപ്പൊ എബോ CMC ആണ്. പക്ഷെ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് മിസല്ലേ ഫോർമേഷൻ എന്നാണ് NCERT പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എബോ CMC ആൻഡ് ബിലോ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ ഉണ്ട്. അതുപോലെ എബോ CMC ആൻഡ് എബോ എന്താ പറയുക ക്രാഫ്റ്റ് ടെമ്പറേച്ചർ ഉണ്ട്. അതിന് NCERT അനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു ജനറൽ എക്സ്പ്രഷൻ അവർ കൊടുത്തിട്ടൊന്നുമില്ല. ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് എന്താ പറയുക മിസല്ലേ ഫോർമേഷൻ ടേക്സ് പ്ലേസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇപ്പം എന്താ പറയുക വെള്ളം ഈ ചില വാഷിംഗ് മെഷീൻ്റെ അകത്തൊക്കെ 60 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ ഇട്ടുകൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്താൽ കുറച്ചുകൂടെ മിസല്ലേ ഫോർമേഷൻ ഫാസ്റ്റ് ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ എബോ വിച്ച് എന്നുള്ളതാണ് മോർ കറക്റ്റ്. അപ്പോൾ എബോ CMC ആൻഡ് എബോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 3 എന്നുള്ളതായിരിക്കും മോർ കറക്റ്റ്. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ 3, സർഫസ് കെമിസ്ട്രി ആണ് മിസല്ലേ ഫോർമേഷൻ. 89. A first order reaction is half completed in 45 minutes. That is half completed എന്ന് വെച്ചാൽ T half 45 minute എന്ന് പറഞ്ഞിട്ടുണ്ട്. How long does it need എന്ന് വെച്ചാൽ ടൈം ആണ്, ടൈം for 99.9% of the reaction to be completed. അപ്പോൾ T 99.9% കണ്ടുപിടിക്കണം, which is equal to 2.303 by K log initial concentration by concentration after 99 point or concentration after this much completeness. So 2.303 by K ക്ക് പകരം നമുക്ക് 0.693 by T half നെ into T half എന്ന് കൊടുക്കാം. log initial concentration 100 എന്ന് എടുക്കാം. അതിൽ 99.9% തീർന്നു എന്ന് വെച്ചാൽ 0.1% ബാക്കിയുള്ളൂ. So this is 2.303 into T half 45 divided by ഇതെന്താ 2.303 into log 2.3010 ആണ് 0.693 log 1000 എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഇത് രണ്ടും കട്ടായി പോയി 45 by 0.3 എന്ന് എഴുതിയാൽ മതി. log 1003 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁻1 മക്കളെ ആൻസർ 450 സെക്കൻഡ് എന്ന് കിട്ടും. പക്ഷെ അവർ 450 സെക്കൻഡ് അല്ല 450 മിനിറ്റ് എന്ന് കിട്ടും. കാരണം നമ്മൾ ഇട്ടിരിക്കുന്ന ഈ 45 മിനിറ്റിലാണ്, പക്ഷെ അവർ ചോദിച്ചേക്കുന്ന അവറിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം 450 by 60 അവർ എന്നാക്കി. ദാറ്റ് ഈസ് 45 by 6 എന്നാക്കി അല്ലേ. അപ്പോൾ 45 by 6 ആവുമ്പം എത്ര വരും? 7 6 42 വരും, 3 ഒരു 6 5 7.5 hours വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Question number 90. How many Faradays are required to reduce 1 mole of BrO3 minus to Br minus? ഇവിടെ ബ്രോമിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5ഉം ഇവിടെ -1ഉം ആണ്. ഇവിടുന്ന് 6 യൂണിറ്റ് കുറഞ്ഞാലാണ് ഇതിലേക്ക് മാറുള്ളൂ. അപ്പൊ 6 മോൾ ഇലക്ട്രോൺ അല്ലേ. 1 മോൾ ഇലക്ട്രോൺ ആണെങ്കിൽ 1 ഫാരഡേ മതി.
അങ്ങനെയാണെങ്കിൽ 6 മോൾ ഇലക്ട്രോണിന് എത്ര ഫാരഡേ? 6 ഫാരഡേ വേണം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും, ഇലക്ട്രോകെമിസ്ട്രി. 91. An aqueous solution of 1 molar NaCl and 1 molar HCl. നിങ്ങൾക്കറിയാം ഇത് ഉപ്പുവെള്ളമാണ്. 1 molar NaCl is neutral. കാരണം എന്താ? ഇതിൻ്റെ pH 7 ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ്. ഒരിക്കലും ഹൈഡ്രോളൈസ് ചെയ്യത്തില്ല. പക്ഷെ ഇത് നല്ല സ്ട്രോങ് ആസിഡ് അല്ലേ? ഇത് സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മിക്സ്ചർ എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കോ ബേസിക് ആയിരിക്കോ? അസിഡിക്. അങ്ങനെയാണെങ്കിൽ pH എന്തായിരിക്കും? ലെസ് ദാൻ 7. സോ നോട്ട് എ ബഫർ. യെസ്, ബഫർ അല്ല. കാരണം ബഫർ എന്ന് പറയുന്നത് വീക്ക് ആസിഡ് പ്ലസ് ഇറ്റ്സ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് ആണ് അല്ലേ? പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഇയാൾ എന്താണ്? സ്ട്രോങ് ആസിഡാ. അപ്പൊ നോട്ട് എ ബഫർ എന്നുള്ളത് ശരിയാ, ബഫർ എന്നുള്ളത് തെറ്റിപ്പോയി. നോട്ട് എ ബഫർ വിത്ത് pH ലെസ് ദാൻ 7. യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ് അല്ലേ? അതുപോലെ ബഫർ വിത്ത് pH 7 അതും തെറ്റാ. ബഫർ അല്ല ഇയാള്, ബഫർ അല്ല. കാരണം വീക്ക് ആസിഡിന്റെ പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് HCl ഇസ് എ സ്ട്രോങ് ആസിഡ് ആണ്. 90. Question number 92. The depression in freezing point of 0.01 molar aqueous solution of urea, NaCl and sodium sulfate is in the ratio. ശരിക്കും ഇവർ തന്നിരിക്കുന്ന മൊളാരിറ്റി സെയിം ആണ്. ശരിക്കും മൊളാലിറ്റി അതറിന്റെ തന്നിരിക്കുന്ന മൊളാരിറ്റി സെയിം ആണെങ്കിൽ നിങ്ങൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തിന്റെ ഓർഡറിൽ എഴുതിയാൽ മതി? I × KF × M. ഒരേ കോൺസെൻട്രേഷൻ അല്ലേ? അപ്പൊ I പറ ഇതിന്റെ യൂറിയയുടെ I1, NaClന്റെ I2, ദെൻ സോഡിയം സൾഫേറ്റിന്റെ I3. സോ 1:2:3 റേഞ്ചിലായിരിക്കും ഡെൽറ്റ TF. ആൻസർ ഈസ് ഓപ്ഷൻ 2. I വാല്യൂ മാത്രം നോക്കിയാൽ മതി. 93. Phosphorus pentachloride dissociates in the vapor phase according to the equation this one. Hybridization of phosphorus in PCl5 is sp3d. What is the hybridization of phosphorus in PCl4+? Central atom phosphorus, valence electron 5, ഒരെണ്ണം പോയി പ്ലസ് ചാർജ്, 4 എണ്ണം ക്ലോറിൻ കൊണ്ടുപോയി, 4 ബോണ്ട് പെയർ sp3, 4 ബോണ്ട് പെയർ sp3. ആൻസർ ഈസ് ഓപ്ഷൻ 3. 94. In the multi-electron system, which of the following orbital described by the 3 quantum numbers will have the same energy in the absence of electric and magnetic field? ഒരേ എനർജി ഉള്ളതാണ്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ആബ്സെൻസിലാണ്. അതർവൈസ് സ്പ്ലിറ്റിംഗ് നടക്കും കേട്ടോ. അതർവൈസ് സ്പ്ലിറ്റിംഗ് നമ്മുടെ ഡി ഓർബിറ്റലെല്ലാം മുറിഞ്ഞ് T2g ആൻഡ് EG ആയിട്ട് മാറും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങൾക്കറിയാം N1 L0 1s. M നോക്കണ്ട. 2s 2p 3d and this is also 3d. So these two have equal energy and answer is option 1. 3d രണ്ടുപേർക്കും ഒരേ എനർജി. 95. The wave number of the first emission line in the Balmer series എന്ന് പറയുമ്പം ഗ്രൗണ്ട് N1 = 2 ആ. ഫസ്റ്റ് എമിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ N = 2, N = 3, N = 4 അങ്ങനെ പോയി. ഫസ്റ്റ് ലൈൻ എന്ന് വെച്ചാൽ 3 എന്ന് വരുന്ന. അപ്പൊ N2ന്റെ വാല്യൂ 3 ആണ്. ചോദിച്ചിരിക്കുന്ന വേവ് നമ്പർ റിഡ്ബർഗ്സ് ഇക്വേഷൻ അനുസരിച്ച് വേവ് നമ്പർ = RHZ² ഇൻറ്റു 1/N1² മൈനസ് 1/N2². RH-ന് അവർ 6 എന്ന് കൊടുത്തിരിക്കുന്നു. അറ്റോമിക് നമ്പർ ഹൈഡ്രജന്റെ 1² 1/4 മൈനസ് 1/9 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 5/36 ഇൻറ്റു 6. ആൻസർ ഇസ് ഓപ്ഷൻ 1 വരും. നേരെ കാൽക്കുലേറ്റ് ചെയ്യാം. 96. To get n-type semiconductor from silicon, it should be doped with a substance with excess electron. സിലിക്കൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് 14. ഇപ്പം നെഗറ്റീവ് ടൈപ്പ് N എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ വരണമെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള വാലൻസി വേണം. ആൻസർ ഈസ് ഓപ്ഷൻ 4. 97. The compressibility of a gas is less than unity. അതായത് Z ലെസ് ദാൻ യൂണിറ്റി എന്ന് തന്നിട്ടുണ്ട്. Z = നിങ്ങൾക്കറിയാം PVM/RT ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1 എന്ന് തന്നിട്ടുണ്ട്. VM is the molar volume which is less than RT/P എന്ന് എഴുതാം. തിരിച്ചെഴുതാം. RT/P ന്റെ വാല്യൂ എത്രയാ? 22.4 ലിറ്റർ അല്ലെ? അവർ STP എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ മോളാർ വോളിയം ഈസ് ലെസ് ദാൻ 22.4 ലിറ്റർ എന്ന് കിട്ടും. സോ ദിസ് ഇസ് ആൻസർ ഇസ് ഓപ്ഷൻ 2. 98. How many moles of magnesium phosphate will contain 0.25 mole of oxygen atom? അപ്പോൾ നമ്മൾ പറയണം അതറിയില്ല, പക്ഷേ 8 മോൾ ഓക്സിജൻ കിട്ടാൻ 1 മോൾ മഗ്നീഷ്യം ഫോസ്ഫേറ്റ് എടുത്താൽ മതി. ഇതറിയില്ല, പക്ഷെ ഇതറിയാം. കാരണം എന്താ? ഇതിൽ 8 മോൾ ഓക്സിജൻ കിട്ടാൻ 1 മോൾ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഓക്സിജൻ കിട്ടാൻ 1/8 മോൾ മഗ്നീഷ്യം ഫോസ്ഫേറ്റ് എടുക്കാം.
അപ്പോൾ 0.25 മോൾ ഓക്സിജൻ കിട്ടാൻ 1/8 ഇൻറ്റു 0.25 മോൾ എടുക്കാം. സോ ദി ആൻസർ വിൽ ബി 3.125 ഇൻറ്റു 10⁻⁻⁻ മോൾ മഗ്നീഷ്യം ഫോസ്ഫേറ്റ് എന്ന് കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ 2. നമ്മുടെ യൂണിറ്ററി മെത്തേഡ് ആട്ടോ. ഈ 0.25 കിട്ടാൻ എത്ര വേണമെന്ന് അറിയത്തില്ല, പക്ഷെ ഉള്ളത് നോക്കി അതിലേക്ക് തിരിച്ചു വരിക. 99. മാച്ച് ദി കോളം 1 വിത്ത് കോളം 2. തന്നിരിക്കുന്ന റിയാക്ഷൻസ് ആണ്. ഇതിൽ ഫിറ്റിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ 2 അരൈൽ ഹാലൈഡ് ആണ് അല്ലേ. 2 അരൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ARX 2 എണ്ണം കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് AR ഉണ്ടാകുന്ന റിയാക്ഷനാണ് ഫിറ്റിക്. അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ. ബിയുടെ കോഡ് എന്ന് പറയുന്നത് 1 ആണ്. ബിയുടെ കോഡ് 1 വന്നപ്പോൾ 2ഉം 4ഉം നമ്മൾ വെട്ടി. ഇനി ഒരു അരയിലും ഒരു ആൽക്കൈലും കൂടെ കമ്പൈൻ ചെയ്യുന്ന വുഡ്സ് ഫിറ്റിക് ആണ്. ഇത് ഒരു അരയിലും ഒരു ആൽക്കൈലുമാണ്. ഇതിൻ്റെ പേര് വുഡ്സ് ഫിറ്റിക് ആണ്. അപ്പോൾ 2 ആണ് കോഡ്. എയുടെ കോഡ് എയുടെ കോഡ് ബിയുടെ കോഡാണ് 1 അല്ലേ. സോറി മാറിപ്പോയി. ഓക്കെ ആണേ. എയുടെ കോഡ് എന്ന് പറഞ്ഞാൽ വുഡ്സ് ഫിറ്റിക്ക് 2 ആണ്. അപ്പോൾ ഇത് രണ്ടും കട്ടാക്കി കളഞ്ഞു. ബിയുടെ കോഡ് 1 ആണ്. ബിയുടെ കോഡ് 1 വരുന്നത് ആൻസർ ഓപ്ഷൻ 2 വരും. കട്ടായി. ബാക്കി നോക്കണ്ട. ഇത് സാൻമേഴ്സ് റിയാക്ഷൻ ആണ്. ഡയസോണിയം സോൾട്ട് സാൻമേഴ്സ് റിയാക്ഷൻ. ഇത് C2H5 ഡ്രൈ അസറ്റോണിന്റെ പ്രസൻസിൽ ക്ലോറിനെ അയഡിൻ ആക്കുന്ന റിയാക്ഷന്റെ പേര് ഫിംഗൽസ്റ്റീൻ. അതിന്റെ കോഡ് 3 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ ഹീറ്റിംഗ് ആൻ ആലിഫാറ്റിക് പ്രൈമറി അമീൻ ദറ്റ് ഈസ് RNH2 വിത്ത് ക്ലോറോഫോം ദറ്റ് ഈസ് CHCl3 ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹൈലി ഫോൾ സ്മെല്ലിംഗ് ഉള്ള പോയിസണസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിരിക്കും വിച്ച് ഈസ് ആൽക്കൈൽ ഐസോസയനൈഡ്. ഇതിന്റെ സ്മെല്ലിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇയാൾ പ്രൈമറി അമീൻ ആണെന്ന്. അപ്പൊ കിട്ടുന്ന കോമ്പൗണ്ട് ഏതാണെന്ന ചോദ്യം. സോ ദിസ് ഇസ് ആൽക്കൈൽ ഐസോസയനൈഡ്. ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ കെമിസ്ട്രിയിലെ 50 ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇനി ഉള്ളത് നിങ്ങളുടെ സെൽഫ് പ്രാക്ടീസ് ആണ്. അപ്പോൾ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ശ്രീവിദ്യ ടീച്ചറിനെ ക്ഷണിക്കാം. Good evening, my dear children. നമ്മൾ വീണ്ടും ഈ ഒരു ലൈവ് ഡിസ്കഷനിൽ വീണ്ടും നമ്മൾ തമ്മിൽ കാണുകയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെയും നമ്മൾ ബോട്ടണിയിലെ 50 ക്വസ്റ്റ്യൻസും സുവോളജി പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തീരെ സിമ്പിളും അല്ല, എന്നാൽ തീരെ ടഫും അല്ല. കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് നീറ്റിന് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് സമയം കളയാതെ നേരിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാം. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 101 ആണ്. നോക്കിക്കോ. ഫൈൻഡ് ഔട്ട് ദ മിസ്മാച്ച് എമംഗ് ദ ഫോളോയിങ്. ഫ്ലവർ സാവർ
GMO ടൊമാറ്റോ, അതായത് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്നുള്ളതാണ് GMO ടൊമാറ്റോ ആണോ, ഈ കോളൈ ഫസ്റ്റ് GM മൈക്രോബ് ആണോ, അറ്റ്ലസ് 66 വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ്, BT കോട്ടൺ റെസിസ്റ്റൻറ്റ് ടു ബോൾഡോ. അപ്പോൾ നമുക്കിതിനകത്ത് മിസ്മാച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കിയാൽ ഫ്ലേവർ സാവർ നമുക്ക് സിലബസിലില്ല, പഠിക്കാനില്ല. എന്നാലും RNA ഇൻ്റർഫറൻസ് മെക്കാനിസം പഠിപ്പിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ എക്സാമ്പിളായിട്ട് പഠിപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ ഫ്ലേവർ സാവർ എന്ന് പറയുന്നത് NCERTയിൽ ഇല്ലെങ്കിലും RNA ഇൻ്റർഫറൻസ് മെക്കാനിസം പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞു തരുന്ന എക്സ്ട്രാ എക്സാമ്പിളും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഷെൽഫ് ലൈഫ് പീരീഡ് കൂടിയ ടൊമാറ്റോയാണ് ഫ്ലേവർ സാവർ ടൊമാറ്റോ. ശരിയാണ്. ഈ കൊളയാണ് ആദ്യമായിട്ട് നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈ ചെയ്ത മൈക്രോബ് എന്ന് പറയുന്നത്. ഈ കൊളയാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. ആരാണ്? സ്റ്റാൻലി കോഹൻ, ഹെർബർട്ട് ബോയർ ആൻഡ് സ്റ്റാൻലി കോഹൻ. അവരാണല്ലോ ആദ്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു RDNA ഉണ്ടാക്കിയത്. അപ്പോൾ അത് കെനാമൈസിൻ റെസിസ്റ്റൻറ്റ് ജീനുള്ള RDNA ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ കോളയിലേക്ക് കടത്തി ഈ കോളയെ ട്രാൻസ്ഫോം ചെയ്ത് കെനാമൈസിൻ റെസിസ്റ്റൻ്റ് ആക്കി മാറ്റുകയും അതായിരുന്നു ആദ്യത്തെ GM മൈക്രോബ് എന്ന് പറയുന്നത്. ശരിയാണ്. അറ്റ്ലസ് 66 വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ് അല്ല. അതാരാ? അത് ഗോൾഡൻ റൈസ് ആണ്. ബീറ്റാ കരോട്ടിൻ എൻറിച്ച്ഡ് അല്ലെങ്കിൽ വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസ് ഗോൾഡൻ റൈസ് ആണ്. അറ്റ്ലസ് 66 പിന്നെ എന്താണ്? പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള, പ്രോട്ടീൻ കണ്ടന്റ് വളരെ കൂടിയ ഹൈ ക്വാളിറ്റി ഹൈ ക്വാണ്ടിറ്റി പ്രോട്ടീൻ ഉള്ള ഒരു വീറ്റ് വെറൈറ്റി ആണ് അറ്റ്ലസ് 66. BT കോട്ടൺ റെസിസ്റ്റന്റ് ടു ബോൾവേം തന്നെയാണ്. ബാസിലസ് തുരിഞ്ചിയൻസിന്റെ ക്രിസ്റ്റൽ ജീൻ, ക്രൈജീൻ, ക്രിസ്റ്റൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ ക്രൈജീൻ ഉള്ള ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് പ്ലാന്റ് BT കോട്ടൺ. സോ ആൻസർ തേർഡ് ഓപ്ഷൻ ആണല്ലോ. ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഫ്ലവർ സാവർ അറിയാത്തവർക്ക് പോലും അറ്റ്ലസ് 66 എന്ന് പറയുന്ന വീറ്റ് ആണ് എന്നുള്ളതും അതുപോലെ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആണെന്നുള്ളതും അറിയാവുന്നത് കൊണ്ട് എന്തായാലും അത് മിസ്മാച്ച് ആണ് എന്നുള്ള 100% ഉറപ്പായിരിക്കണമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 102 മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മാച്ച് ചെയ്ത് നോക്കാം. കോളം 1 കുറച്ച് ബയോമോളിക്യൂൾസും കോളം 2 അവരുടെ ഫംഗ്ഷനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സെല്ലുലോസ് ഇതാ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഫംഗൽ സെൽ വാൾ അല്ല, ഇതല്ല. മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ അല്ല, സെല്ലുലോസ് പോളിസാക്രൈഡ് ആണ്. മോസ്റ്റ് അബണ്ടന്റ് ഓർഗാനിക് സബ്സ്റ്റൻസ് ഓൺ എർത്ത് ആണ് കേട്ടോ. ബയോമോളിക്യൂൾ ആണ്. ഭൂമിയിൽ നമ്മൾ പ്ലാന്റ്സ് ആനിമൽസ് മൈക്രോബ്സ് എല്ലാം കൂടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ കാണുന്ന ബയോമോളിക്യൂൾ ആണ് സെല്ലുലോസ്. അപ്പോൾ നമുക്ക് A5 എന്ന് കൊടുക്കാം. ഓക്കെ, റൈറ്റ്. ദെൻ റുബിസ്കോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീനാണ്. ഭൂമിയിൽ എന്ന് പറയുമ്പോൾ ലിവിങ് വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീനാണ് റുബിസ്കോ അല്ലെ. ഫോട്ടോസിന്തസിസ് C3 സൈക്കിളിലെ ആദ്യത്തെ കാർബോക്സിലേഷൻ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ്. എൻസൈം പ്രോട്ടീൻ ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ 4. ദെൻ കൊളാജൻ ഒരു ഫൈബ്രസ് പ്രോട്ടീൻ ആണ്. അനിമൽ ടിഷ്യൂസിൽ കാണുന്നതാണ്. കൊളാജൻ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ ആണ് അല്ലേ. ഓക്കെ, ദെൻ കൈറ്റിൻ എന്താണ്? കൈറ്റിൻ എനസറ്റൈഡ് ഗ്ലൂക്കോസമൈൻ്റെ പോളിമർ ആണ്. കൈറ്റിൻ ഹോമോപോളിസാക്രൈഡ് ആണ്. ഫംഗൽ സെൽവാളും അതുപോലെ തന്നെ ഇൻസെക്ട്സിന്റെ ഒക്കെ അല്ലെങ്കിൽ ആർത്രോപോഡ്സിന്റെ എക്സോസ്കെൽറ്റൻ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കൈറ്റിൻ വെച്ചിട്ടാണ്. അപ്പം ഇവിടെ നമുക്ക് 1 ആണ് ചേരുന്നത്. അടുത്ത റൈബോസൈം എന്ന് പറഞ്ഞാൽ എന്താ? റൈബോസൈം RNAs ഹാവിങ് എൻസൈമാറ്റിക് പ്രോപ്പർട്ടി. കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന RNAകളെയാണ് നമ്മൾ റൈബോസൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സെപ്ഷണൽ എൻസൈമാറ്റിക് RNA കേട്ടോ. അപ്പം എൻസൈമായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് RNAയുടെ എക്സെപ്ഷണൽ ഫീച്ചറാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത്. സോ 3. അപ്പം മാച്ച് ചെയ്തേ 5, 4, 2, 1, 3. 5, 4, 2, 1, 3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതാ ഓപ്ഷൻ വരുന്നത്? തേർഡ് ഓപ്ഷൻ ആണ്. സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ, അതും ആരും തെറ്റിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അശ്രദ്ധ എന്തെങ്കിലും കൊണ്ട് തെറ്റാണെങ്കിലേ ഉള്ളൂ, അല്ലാതെ പോർഷൻ അറിയാണ്ട് ടോപ്പിക് അറിയാതെ അത് തെറ്റിച്ചാരും ഉണ്ടാവില്ലായിരിക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 103 ആണ്. സ്റ്റേറ്റ്മെന്റ്സ് ആണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഫാൾസ് ആണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് കുറച്ച് സമയം കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറി അത്രയും തറവാണെങ്കിൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാണ്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ച് പെട്ടെന്ന് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗൽ മൈസീലിയം വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ഈസ് കോൾഡ് മൈക്കോറൈസ. തീർച്ചയായിട്ടും ശരിയാണ്. കാരണം മൈക്കോറൈസ ഞാൻ ക്വസ്റ്റ്യൻ മാറ്റിയില്ലല്ലോ. യെസ്, മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആൻഡ് ഫംഗസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമുക്ക് ഫോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദ ഫംഗൽ സിംബയോണ്ട്
in these associations absorb phosphorus from soil and passes it to the plant. ശരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ബെനിഫിറ്റഡ് ആണ്. അപ്പോൾ അതിലൊരു ബെനിഫിറ്റ് പ്ലാന്റിന് കിട്ടുന്നത് ഫംഗസ് സോയിലൊക്കെയുള്ള എത്ര കുറവായിട്ടുള്ള ഫോസ്ഫറസ് ആണെങ്കിലും അത് അബ്സോർബ് ചെയ്ത് പ്ലാന്റ്സിന് കൈമാറും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്, അതും ശരിയാണ്. അടുത്തത് ഫംഗൽ സിംബയോണ്ട് ഇൻ ദീസ് അസോസിയേഷൻസ്, അതല്ലേ പറഞ്ഞു. പിന്നെ അതുപോലെ ബി സ്റ്റേറ്റ്മെന്റ് പറയാൻ വിട്ടുപോയി. മെനി മെമ്പേഴ്സ് ഓഫ് ദ ജീനസ് ഗ്ലോമസ് ഫോം മൈക്കോറൈസ, അല്ലേ? അതായത് ഇതാ നോക്കിയേ, ഇതാണ് ശരിയെന്ന് പറഞ്ഞത്. ഇത് ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്ലോമസ് എന്ന് പറയുന്നത് എൻഡോ മൈക്കോറൈസയിൽ വരുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഫംഗൽ ജീനസ് ആണ്. അപ്പം ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, അതും ശരിയാണ്. അടുത്ത പ്ലാന്റ്സ് ഹാവിംഗ് സച്ച് അസോസിയേഷൻ ഷോ അതർ ബെനിഫിറ്റ്സ് ഓൾസോ. അപ്പോൾ ഈ മൈക്കോറൈസ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാന്റ്സിന് ന്യൂട്രീഷൻ മാത്രമല്ല ഫംഗസ് ഹെൽപ്പോടുകൂടെ കിട്ടുന്നത്, വേറെയും ഉണ്ട്. സച്ച് ആസ് റെസിസ്റ്റൻസ് ടു റൂട്ട് ബോൺ പാത്തജൻ, ശരിയാണ്. ടോളറൻസ് ടു സലൈനിറ്റി ആൻഡ് ഡ്രൗട്ട് ആൻഡ് ഓവറോൾ ഇൻക്രീസ് ഇൻ ദ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതേ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മൈക്രോപ്സിൽ തന്നിരിക്കുന്നതാണ്, അപ്പോൾ അതും ശരിയാണ്. റൈസോബിയം, അസോസ്പൈറലം, അസോട്ടോബാക്ടർ ആൻഡ് ക്ലോസ്ട്രിഡിയം ആർ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. ബാക്ടീരിയ ആണ് കേട്ടോ, ഇവരെല്ലാവരും ബാക്ടീരിയ തന്നെയാണ്, പക്ഷെ സിംബയോട്ടിക് അല്ല, ഫ്രീ ലിവിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആണ് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുക്കേണ്ടി വരും. അവർ കാരണം സോയിലെ നൈട്രജൻ കണ്ടന്റ് കൂടുകയൊക്കെ ചെയ്യും, പക്ഷെ സിംബയോട്ടിക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫ്രീ ലിവിങ് ആണ്. അപ്പൊ ഇത് തെറ്റാണ്. സോ ഇത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഈ ഓൺലി ആണ് തെറ്റ്. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ ആൻസർ, അല്ലേ? അപ്പം അതൊക്കെ തിയറി നല്ല തറവായിട്ട് ഉള്ള ആൾക്കാരും സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ നല്ല ശ്രദ്ധയോടെ വായിക്കുന്ന ആളുകൾക്കും ശരിയായിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 104. സെലക്ട് ദ മിസ്മാച്ച് അമംഗ് ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിലെ മിസ്മാച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. റെഡ്യൂസ് ഏപ്പിക്കൽ ഡോമിനൻസ് സൈറ്റോകൈനിൻ ആണോ? ഏപ്പിക്കൽ ഡോമിനൻസ്, പ്ലാന്റ്സിലെ ഏപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കിട്ടുന്നത് ഏത് അമിനോ ആസിഡല്ലോ, ഏത് ഹോർമോൺ കാരണമാണ്? ഓക്സിൻ, അല്ലേ? ഓക്സിൻ ഷൂട്ട് ഏപ്പിക്കൽ മെരിസ്റ്റത്തിലുണ്ട്, ഏപ്പെക്സ് അവിടെയാണ് ഉണ്ടാകുന്നത്. അപ്പം അത് കാരണം സ്റ്റെമ്മിന് ഹൈറ്റ് കൂടുക, പ്ലാന്റിന് ഹൈറ്റ് കൂടുക എന്നുള്ളതാണ് ബ്രാഞ്ചസ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഏപ്പിക്കൽ ഡോമിനൻസ്. അപ്പം അതിനെ ഓവർകം ചെയ്ത് പ്ലാന്റ്സിന് ബ്രാഞ്ചസ് ഉണ്ടാകുന്നത് സൈറ്റോകൈനിൻ്റെ ആക്ടിവിറ്റി കാരണമാണ്. കാരണം ആക്സിലറി ബഡ് അല്ലെങ്കിൽ ലാറ്ററൽ ബ്രാഞ്ച് ഡെവലപ്മെന്റ് ആണ് സൈറ്റോകൈനിൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ സൈറ്റോകൈനിൻ അത് തീർച്ചയായിട്ടും ശരിയാണ്. അടുത്ത ഇൻഡ്യൂസ് ഏർലി ഫ്ലവറിങ്, വെർണലൈസേഷൻ. ഇപ്പം ചില പ്ലാന്റ്സ് ലൈക്ക് ബൈനിയൽസ്, വീറ്റിൻ്റെ വിൻ്റർ വെറൈറ്റി അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് സീഡ് ആയിരിക്കുന്ന സമയത്ത്, അതായത് സീഡിനകത്തിരിക്കുന്ന എംബ്രിയോയ്ക്ക് ലോ ടെമ്പറേച്ചർ കിട്ടിയാലേ അത് കറക്റ്റ് സമയത്ത് ഫ്ലവർ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി ഡിലേഡ് ആയിപ്പോവും. അപ്പോൾ കറക്റ്റ് സമയത്ത് ഫ്ലവറൊക്കെ ചെയ്ത് കറക്റ്റ് സമയത്ത് നമുക്ക് ഈൽഡൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ശരിയാണ്. ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ഫ്ലവറിങ് അത് പ്ലാന്റ്സിൻ്റെ ഫോട്ടോ പീരിയോഡിക് ഇഫക്റ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ദ പ്ലാസിസിറ്റി. പ്ലാസിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ പലതരത്തിലുള്ള മോർഫോളജിക്കൽ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുക. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഹെട്രോഫിലി പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഹെട്രോഫിലി ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ പ്ലാസിസിറ്റി. അപ്പോൾ ഫോട്ടോ പീരിയോഡിസം ആണ് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ പീരീഡ് എന്താണ് നമ്മുടെ സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഫ്ലവറിങ് റെസ്പോൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് തെറ്റ്. ഡിസ്ട്രോയ് ഡൈക്കോട്ട് വി 2,4-D. 2,4-D ഇസ് എ സിന്തറ്റിക് ഓക്സിൻ. അത് സെലക്റ്റീവ് വീഡിസൈഡ് ആണ്. അപ്പോൾ അതും ശരിയാണ്. സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ ആണല്ലോ. റൈറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 105. നോക്കിയേ, എ മൈക്രോന്യൂട്രിയൻ ഇൻവോൾവ് ഇൻ സെൽ ഇലോങ്ങേഷൻ, സെൽ ഡിഫറൻസിയേഷൻ, കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്ലൊക്കേഷൻ ആൻഡ് പോളൻ ജെർമിനേഷൻ. ഓപ്ഷൻസ് നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ വരണം. കാരണം മിനറൽ ന്യൂട്രീഷനിൽ നമുക്ക് എല്ലാ മിനറൽസിൻ്റെയും എസെൻഷ്യൽ ന്യൂട്രിയൻസിൻ്റെയും അല്ലെങ്കിൽ എസെൻഷ്യൽ മിനറൽസിൻ്റെയും ഫംഗ്ഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ വരുത്തിയിട്ട് നമ്മൾ കുറേയേറെ കാണാതെ പഠിക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇതിൽ പോളൻ ജെർമിനേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേറെ ആരും ചെയ്യുന്നില്ല, ബോറോണേ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി 3 ഓപ്ഷനും കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് എത്താം. ഫോർത്ത് ഓപ്ഷൻ ബോറോൺ. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 106. ഓക്കെ. ഫ്ലോയം ഫൈബേഴ്സ് യൂസ്ഡ് കമേഴ്ഷ്യലി ആർ. നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് നാച്ചുറൽ ഫൈബേഴ്സ് എടുത്തിട്ട് ഹാറ്റ്, മാറ്റ്, ബാഗ്, ഈവൻ ഡ്രസ്സ് വരെ ഫാബ്രിക്സ് വരെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മെജോറിറ്റി കേസിലും ഫൈബേഴ്സ് എന്ന് പറയുന്ന ഫ്ലോയം ഫൈബേഴ്സ് ആണ്. അത് ഫ്ലോയത്തിലുള്ള ബാസ്റ്റ് ഫൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്ലിയറൻ കൈമ ഫൈബേഴ്സ് ആണ്. അപ്പോൾ അതാണ് ഫ്ലാക്സ്, ഹെമ്പ്, ജൂട്ട് എല്ലാം ഫ്ലോയം ഫൈബേഴ്സാണ്. ഈ ഫ്ലാക്സ് എന്ന് പറയുന്നത് ലിനം എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതാണ്. ലിനം പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ലിനം. ഹെമ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കനാബിസ്
കഞ്ചാവ് ചെടിയില്ലേ, അതെ, അതിൽ നിന്ന് എടുക്കുന്ന. അടുത്തത് ജൂട്ട് എന്ന് പറയുന്നത് കോർക്കോറസ് എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതാണ്, കോർക്കോറസ്. അപ്പൊ ആൻസർ ഏതാണ്? 4 all the above. Right. Then question number 107. Okay, identify the plant in which new plants are formed from leaf bud. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ത്രൂ ലീവ്സ് അല്ലേ. അപ്പം ലീഫിൽ നിന്ന് ചെറിയ ചെറിയ ബഡുകൾ ഉണ്ടായി അത് പുതിയ പ്ലാന്റുകളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെയും നമുക്ക് ഓപ്ഷൻ നോക്കാതെ തന്നെ നമുക്ക് ബ്രയോഫിലം എന്നുള്ള ആൻസർ മനസ്സിലേക്ക് വരും. അപ്പം അതുകൊണ്ട് അത് തെറ്റാൻ ഒരു വഴിയില്ല. സ്വീറ്റ് പൊട്ടറ്റോയിൽ എന്താണ്? അഡ്വൻറ്റാഷ്യസ് റൂട്ട് ട്യൂബർ ആണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് ആക്ട് ചെയ്യുന്നത്. പിസ്തിയയിൽ സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. പിസ്തിയയിലും മൈക്കോർണിയയിലും ഒക്കെ ഏതാ? ഓഫ്സെറ്റ് ആണ്. അഗേവിലും ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ, അതായത് ബൾബിലാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, ബ്രയോഫിലം. ഓക്കെ, റൈറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 108. നോക്കുക, which one of the following theories for ascent of sap was most accepted for tall trees? Ascent of sap എന്ന് പറഞ്ഞാൽ എന്താ? സൈലം വെസൽ അല്ലെങ്കിൽ സൈലം ട്രക്കീഡുകൾ വഴി സൊല്യൂഷനായിട്ട് വാട്ടർ പ്ലസ് മിനറൽസ് സൊല്യൂഷനായിട്ട് മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് അസെൻഡ് ഓഫ് സാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ മരങ്ങളിലൊക്കെ അസെൻഡ് ഓഫ് സാപ്പ് നടക്കുന്നത് അല്ലെങ്കിൽ അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് നടക്കുന്നത് തീർച്ചയായിട്ടും ട്രാൻസ്പിറേഷൻ പുള്ള് കാരണമാണ്. റൂട്ട് പ്രഷറൊക്കെ സ്മോൾ ഹെർബേഷ്യസ് പ്ലാന്റ്സിൽ ആപ്ലിക്കബിൾ ആണ്. അതും പകൽ സമയത്തല്ല, ട്രാൻസ്പിറേഷൻ ഇല്ലാത്ത ഏർലി മോർണിംഗിലും നൈറ്റ് സമയത്തും ഒക്കെയാണ് റൂട്ട് പ്രഷർ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു തിയറി ഒന്നും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. പിന്നെ ഫ്ലോയം ട്രാൻസ്പോർട്ടേഷനിലൊക്കെയാണ് നമ്മൾ മാസ് ഫ്ലോ ഹൈപ്പോത്തേസിസ്, പ്രഷർ ഫ്ലോ ഹൈപ്പോത്തേസിസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ട്രാൻസ്പിറേഷൻ പുൾ തിയറി എന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട്, പുൾ തിയറി എന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് വേറൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. തേർഡ് ഓപ്ഷൻ. Okay, now question number 109. Okay, the disease dieback of shoot. എന്താണെന്നറിയോ? ഡൈബാക്ക് ഓഫ് ഷൂട്ട് എന്ന് NCERT കാണുകയല്ല, പക്ഷെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരും. നെക്രോസിസിനെയാണ് ഡൈബാക്ക് ഓഫ് ഷൂട്ട് എന്ന് പറയുന്നത്. നെക്രോസിസ് അതെന്തായാലും ടെക്സ്റ്റിനകത്തുള്ളതാണ് അല്ലേ. ഇസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ദ ഫോളോയിങ് മൈക്രോ ഇലമെന്റ്. അപ്പം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരേണ്ട ഈ നെക്രോസിസിന് ഏതൊക്കെ ഇലമെന്റുകളാണ് കാരണക്കാരാകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് NCERTയിലെ റൈറ്റ് സൈഡിലായിട്ട് ഡെഫിഷ്യൻസി സിംറ്റംസ് പറയുന്നിടത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കുറേയേറെ കാണാതെ പഠിച്ചു വെച്ചാലേ അത് ഇപ്പം നമുക്കിതിൻ്റെ പരീക്ഷയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഇവിടെ ഇപ്പോൾ ക്ലോറിൻ, മാംഗനീസ്, മോളിബിഡിനം ഇതൊന്നും ഡെഫിഷ്യൻസി കാണിക്കുന്നില്ല. കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഡൈബാക്ക് ഓഫ് ഷൂട്ട് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതാണ് കോപ്പർ. ഈ നെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡെത്ത് ഓഫ് ടിഷ്യൂ എന്നാണ് കേട്ടോ, ഡെത്ത് ഓഫ് ടിഷ്യൂ. അപ്പോൾ നെക്രോസിസ്, ഓക്കെ, നെക്രോസിസ് വേറെ, ഡൈബാക്ക് ഓഫ് ഷൂട്ട് വേറെ, അങ്ങനെ നോക്കിയാൽ മതിയേ, അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അഡീഷണൽ പോയിന്റും കൂടെ കിട്ടുകയാണ്. ഡൈബാക്ക് ഓഫ് ഷൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കോപ്പർ, കാര്യം ഡെത്ത് ഓഫ് ടിഷ്യൂ നെക്രോസിസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലീഫിലും ഫ്രൂട്ടിൻ്റെ ഒക്കെ വാൾസിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ടിഷ്യൂ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഡീക്കേ ചെയ്ത് ഡാമേജ്ഡായി ഡീക്കേ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഇലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം, രണ്ടായിട്ട് തന്നെ. ഞാൻ പറഞ്ഞാൽ സോറി, അപ്പം നമുക്ക് രണ്ടായിട്ട് തന്നെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഡൈബാക്ക് ഓഫ് ഷൂട്ട് കോപ്പർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ. Question number 110. Okay, which among the following process is reductive, anabolic and endergonic? അപ്പോൾ റിഡക്ഷൻ ആയിരിക്കണം, അതുപോലെ ആനബോളിക് ആയിരിക്കണം, അതുപോലെ തന്നെ അതായത് കൺസ്ട്രക്റ്റീവ് റിയാക്ഷൻസ് ആയിരിക്കണം, അതുപോലെ തന്നെ എൻഡർഗോണിക് എനർജി അങ്ങോട്ടെടുത്ത് നടക്കുന്ന റിയാക്ഷൻ ആയിരിക്കണം. ട്രാൻസ്പിറേഷനിൽ ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ. ട്രാൻസ്പിറേഷൻ പുള്ള് കാരണം പിന്നെ അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ നടക്കുന്നു, അതൊരു ഡിഫ്യൂഷനാണ്, അവിടെ എനർജി ഒന്നും വേണ്ട. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ റൂട്ട്സ്, അതും എന്താണ്, പാസീവായിട്ട് വാട്ടർ റൂട്ടിനകത്തേക്ക് കയറുന്നതാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആനബോളിക് ആണ്, എനർജി ലൈറ്റ് എനർജി എടുത്താണ് സംഭവം നടക്കുന്നത്. സമയം റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ റിയാക്ഷനാണ്, ഓക്സിഡേഷൻ പ്രോസസ്സാണ്. ആംഫിബോളിക് ആണ്, മെയിൻലി കാറ്റബോളിസം ആണ്. ബട്ട് ഈ റെസ്പിറേറ്ററി പാത്വേയിലെ കാർബൺ കോമ്പൗണ്ടുകളെ മറ്റു റിയാക്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആംഫിബോളിക് പാത്വേ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എക്സർഗോണിക്കുമാണ്, അതായത് എനർജി റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ എഴുതാം? തേർഡ് ഓപ്ഷൻ, ഫോട്ടോസിന്തസിസ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. ഓക്കെ, വിച്ച് among the following have stem modification for photosynthesis? ഫോട്ടോസിന്തസിസിന് വേണ്ടി സ്റ്റെം മോഡിഫൈ ചെയ്യുക. സാധാരണ ഫോട്ടോസിന്തസിസ് നടത്തേണ്ട ആരാണ്? ലീഫാണ്. അപ്പം ലീഫിന് വേറെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് സ്റ്റെമ്മിന് ചിലപ്പോൾ അങ്ങനെ ഫോട്ടോസിന്തസിസ് ചെയ്യേണ്ടതായിട്ട് വരുവേ. അപ്പോൾ അത് നമുക്ക് ഒരു ഓപ്ഷനായിട്ട് നോക്കാം കേട്ടോ. ഒപ്പൻഷ്യ, തീർച്ചയായിട്ടും ഒപ്പൻഷ്യയിൽ
ഒപ്പൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളിമുൾ ചെടിയില്ലേ, അത് കാക്ടസ്, അതിൻ്റെ സ്റ്റെം ഫില്ലോക്ലാഡ് ആണ്. കാര്യം അതിന് ലീഫൊക്കെ സ്പൈൻ ആയിരിക്കുന്നുണ്ട്, ഫില്ലോക്ലാഡ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡെറ്റൂറയിൽ അങ്ങനെ സ്റ്റെം അങ്ങനെയൊന്നും മോഡിഫൈ ചെയ്തിട്ടില്ല. ആസ്പെറാഗസിൽ ഉണ്ട് കേട്ടോ. ആസ്പെറാഗസിൽ ശരിക്കും ഫില്ലോക്ലാഡ് കറക്റ്റായിട്ടല്ല, ക്ലാഡോഡ് എന്ന് പറയുന്ന ഒരു മോഡിഫിക്കേഷനാണ്. ഇപ്പം ഫില്ലോക്ലാഡും ക്ലാഡോടും നമ്മളെ വ്യത്യാസം എന്ന് വെച്ചാൽ ഫില്ലോക്ലാഡ് അൺലിമിറ്റഡ് ഗ്രോത്ത് കാണിക്കും, ക്ലാഡോട് ലിമിറ്റഡ് ഗ്രോത്തേ കാണിക്കുകയുള്ളൂ. ഫില്ലോക്ലാഡിന് മെനി നോട്ട്സ് ആൻഡ് ഇന്റർനോട്ട്സ് കാണും, ക്ലാഡോഡിന് 1 or 2 ഇന്റർനോട്ട്സ് ഒക്കെ കാണത്തുള്ളൂ. അപ്പം ആ ഒരു വ്യത്യാസമാണ്. പക്ഷെ സ്റ്റെം തന്നെയാണ് കേട്ടോ ആസ്പെറാഗസിലെ. നമുക്ക് ആസ്പെറാഗസ് ശതാവരിയില്ലേ, അതിൻ്റെ ലീഫ് എന്ന് തോന്നുന്ന ഭാഗങ്ങൾ ആക്ച്വലി സ്റ്റെം ആണ്. കാര്യം അവിടെയും ലീവ്സ് സ്പൈനുകളായിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്പൻഷ്യ ഓക്കെ ഗ്രീൻ ഫ്ലാറ്റൻഡ് സ്റ്റെം. അപ്പം അതായിരിക്കും ആൻസർ. നോക്കാം അടുത്തത്. ഒപ്പൻഷ്യ ഓക്കെ. അക്കേഷ്യയില് ഇതാണ് ഫില്ലോഡാണ്, ലീഫ് മോഡിഫിക്കേഷൻ. കോമ്പൗണ്ട് ലീഫിന്റെ റാച്ചസ് ആണ് ഫില്ലോഡായിട്ട് മോഡിഫൈ ചെയ്യുന്നത്. അപ്പം അത് പറ്റിയല്ല. കാഷ്റൈനയിൽ സ്റ്റെമ്മാണ് ഈ ആസ്പെറാഗസിലെ പോലെ തന്നെ. കാഷ്റൈനയിൽ ഫില്ലോക്ലാഡ്, ആസ്പെറാഗസ് അല്ല ഒപ്പൻഷ്യയിലെ പോലെ തന്നെ നമുക്ക് ഫില്ലോക്ലാഡ് പറയാം കാഷ്റൈനയിൽ. അക്കേഷ്യയിൽ ലീഫാണ്. അപ്പം അത് കാരണം നമുക്ക് ഓപ്ഷൻ 2 ആണ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓപ്ഷൻ 2 കുറച്ച് കട്ടി ക്വസ്റ്റൻ ആയിരുന്നു. ഉച്ചയ്ക്ക് നമ്മളിങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് എടുത്താലേ എഴുതാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ഒന്നുകൂടെയൊക്കെ എഴുതി വെച്ച് വായിക്കുക കേട്ടോ. സോ ക്വസ്റ്റൻ നമ്പർ 112. ഓക്കെ, ഡ്രൂപ്സ് ആർ കോൾഡ് സ്റ്റോണി ഫ്രൂട്ട്സ്. എന്താ കാര്യം? ബിക്കോസ് ദേ ഹാവ് ഡ്രൂപ്സ്. ഫ്രൂട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ആകെ പഠിക്കാനുള്ള ഫ്രൂട്ട് ഈ ഡ്രൂപ്സ് ആണ്. ഡ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും മാംഗോയും കോക്കനട്ടും ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ പെരികാർപ്പ്, ഫ്രൂട്ട് വാൾ ഹാസ് 3 ഡിസ്റ്റിങ്റ്റീവ് ലെയേഴ്സ്. കണ്ടാൽ നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന 3 ലെയേഴ്സ് ഉണ്ട് അല്ലേ. ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പ്. എൻഡോകാർപ്പ് നല്ല ഹാർഡാണ്. കോക്കനട്ടിൻ്റെ ഒക്കെ എൻഡോകാർപ്പ് ആലോചിച്ച് നോക്കിയേ. എൻഡോകാർപ്പും സീഡ് കോട്ടും കൂടെ മെർജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കോക്കനട്ട് ഷെല്ലൊക്കെ ഭയങ്കര കട്ടിയാണ്. പിന്നെ മാങ്ങയുടെ കേസ്, മാംഗോയിലും എൻഡോകാർപ്പ് നല്ല കട്ടിയാണ്, സീഡിനെ കവർ ചെയ്തിരിക്കുന്ന ആ എൻഡോകാർപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സ്റ്റോണി ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞ് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓപ്ഷൻ നോക്കാൻ. അങ്ങനെയാണെങ്കിൽ ഹാർഡ് എപ്പികാർപ്പ്, മീസോകാർപ്പ് അതൊന്നും അങ്ങനെയല്ല എന്ന് മാംഗോയുടെ കേസിലൊക്കെ നമുക്ക് അറിയാം. ഹാർഡ് മീസോകാർപ്പ് ഒരിക്കലും അല്ല. ഹാർഡ് മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ്. ഹാർഡ് എൻഡോകാർപ്പാണ് റീസൺ. അപ്പൊ കോക്കനട്ടും മാംഗോയും തമ്മിലുള്ള വ്യത്യാസം എന്താ? 2 ഗ്രൂപ്പാണെങ്കിലും കോക്കനട്ടിൽ മീസോകാർപ്പ് ഫൈബ്രസ് ആണ്, എഡിബിൾ അല്ല. എന്നാൽ മാംഗോയിലെ എഡിബിൾ എന്ന് പറയുന്നത് മീസോകാർപ്പാണ് ഇല്ലേ. ഓക്കെ, അപ്പൊ ആൻസർ അതാണ് 4. Then question number 113. Identify in order the plant showing alternate, opposite and world phyllotaxy. അപ്പൊ ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താ? ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മില് നോഡുകളിൽ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പം 3 ഫില്ലോടാക്സിയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കാം. ചൈന റോസ് ചെമ്പരത്തിയിൽ ഓൾട്ടർനേറ്റ് ആണ്. കെലോട്രോപ്പിസ് ഓപ്പോസിറ്റ് ആണ്. നിറിയം അല്ല നമുക്ക് വേൾഡ് ഫില്ലോടാക്സിക്ക് എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത്. നിറിയം എന്ന് പറഞ്ഞാൽ ഒളിയാൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഒളിയാൻഡർ അരളിയില്ലേ, അരളി അതായത് നമ്മൾ മലയാളത്തിൽ അരളിപ്പൂ എന്ന് പറയും, അതാണ് നിറിയം. അപ്പോൾ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് വേൾഡ് ഫില്ലോടാക്സിക്ക്. നമുക്ക് NCERT അൽസ്റ്റോണിയ ഏഴം പാലയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുപോലെ കോമൺ ആയിട്ടുള്ള ഓസിമം, തുളസി, നീറിയം ഇതിലെല്ലാം പിന്നെ തുളസിയിൽ ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. അപ്പോൾ കലോട്രോപ്പിസ് മാത്രമാണ് NCERT ഉള്ളത്. കലോട്രോപ്പിസും ഗുവാവയും ഉണ്ട്, പേരയും ഉണ്ട്. അപ്പോൾ തുളസിയും കൂടെ എക്സ്ട്രാ പഠിക്കണം, ഓസിമ. അതുപോലെ നമ്മൾ ഈ വേൾഡ് ഫില്ലോടാക്സിയിൽ നിറിയം കൂടെ നമ്മൾ എക്സ്ട്രാ എക്സാമ്പിളായിട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ അലമാൻഡ കോളാമ്പിപ്പൂ എന്നൊക്കെ പറഞ്ഞ് വളരെ കോമൺ ആയിട്ട് യെല്ലോ കളറിൽ കാണുന്ന ഒരു പൂക്കളുള്ള ഒരു പ്ലാന്റാണ് അലമാൻഡ. അപ്പോൾ അതൊക്കെ അത്രയും കോമൺ ആയതുകൊണ്ട് NCERT ഇല്ലെങ്കിലും നമ്മൾ ആ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ ചൈന റോസ്, കെലോട്രോപ്പിസ്, നിറിയം അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതേ ഓർഡറിൽ വരുന്നത്. അപ്പോൾ അതാണ് ആൻസർ. ബാക്കി നമ്മൾ നോക്കുമ്പോൾ എല്ലാം അങ്ങോട്ടും ഷഫിൾ ചെയ്ത് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ 1 ആണ് ആൻസർ. ഓക്കെ, യെസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 114. റോസി ഈസ് ദ ട്രാൻസ്ജീനിക്. അപ്പോൾ നമ്മൾ ബയോടെക് 2-ൽ കുറേയൊക്കെ നമ്മൾ ട്രാൻസ്ജീനിക് ഓർഗാനിസത്തിനെ പറ്റി, ട്രാൻസ്ജീനിക് ആനിമൽസിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പോഴും എല്ലാം ഞാനൊക്കെ പൊതുവേ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പറയുമ്പോഴത്തേക്കും റോസി പശു എന്ന് അറിയാണ്ട് പറഞ്ഞു. റോസി എന്ന് പറഞ്ഞാൽ റോസി പശു നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ആയി പോവേ. അതൊരു പക്ഷേ ഒരു രീതിയിൽ നല്ലതാണ്. കാരണം നമുക്കത് റോസി എന്ന് പറയുന്ന ഷീപ്പാണെന്നോ ബുള്ളാണെന്നോ കാറ്റാണെന്നോ ഒന്നും നമുക്ക് കൺഫ്യൂഷൻ വരികയല്ല. കൗ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും.
ഇല്ലേ? ഓക്കെ. Then question number 115. The technique used in India for the production of virus-free plants. വൈറസ് ഫ്രീ പ്ലാന്റ്സ്. അപ്പോൾ ഈ ടെക്നിക്ക് യൂസ്ഡ് ഇൻ ഇന്ത്യ മാത്രമല്ല, എല്ലായിടത്തും ഈ ബയോടെക്നോളജി അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചറിൽ വൈറസ് ഫ്രീ, അതായത് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വൈറസ് ഫ്രീ പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാം. അല്ലാതെ ഇപ്പോൾ വെറുതെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ഓക്കെ അതിൻ്റെ ഏത് പാർട്ടും എടുക്കാം. കാരണം എന്താ വെച്ചാൽ അതിന് വൈറസ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ വൈറൽ ഇൻഫെക്റ്റഡ് ആണ്, അത് ഇപ്പോൾ എൻഡേഞ്ചേർഡ് പ്ലാന്റ് ആയിരിക്കും, അതിൻ്റെ പ്രൊപ്പഗേഷൻ ഭയങ്കര പ്രയാസമായിരിക്കാം. അപ്പോൾ അതിൻ്റെ വേറെ ഏതെങ്കിലും പാർട്ട് എടുത്ത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ പ്ലാന്റ്സിലും വൈറസ് ഉണ്ടാവും. വൈറസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഏതെങ്കിലും കോൺസ് വഴിയോ സ്ട്രമാറ്റോ വഴിയോ ഒക്കെ പ്ലാന്റ് ബോഡിക്ക് അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടോട്ടി ഇങ്ങോട്ടോടി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് സീഡിൽ വരെ പോകുന്ന ഒരാളാണ്. പക്ഷേ മെരിസ്റ്റത്തിൽ പോവുകയല്ല. കാര്യം മെരിസ്റ്റത്തിൽ മൈറ്റോട്ടിക് മെഷീനറി മാത്രമേ ഉള്ളൂ. മെരിസ്റ്റമാറ്റിക് സെല്ലുകളിൽ വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷനോ വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കി കൊടുക്കലോ അങ്ങനെയുള്ള യാതൊരു മെഷീനറിയും ഇല്ലല്ലോ. അതുകൊണ്ട് മെരിസ്റ്റം എപ്പോഴും, മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏത് എപ്പിക്കൽ മെരിസ്റ്റവും ആക്സിലറി മെരിസ്റ്റവും ഫ്രീ ആണ്, വൈറൽ ഫ്രീ ആണ്. പ്ലാന്റ്സിന്റെ ബാക്കി എല്ലാ ഭാഗങ്ങളിലും വൈറസ് ഉണ്ടെങ്കിലും ഈ രണ്ട് റീജിയനിൽ വൈറസ് കാണുകയില്ല, മെരിസ്റ്റമാറ്റിക് റീജിയനിൽ കാണുകയില്ല. അപ്പോൾ അങ്ങനെ വൈറസ് ഫ്രീ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ മെരിസ്റ്റം കൾച്ചറാണ് ആൻസർ. ആന്ത്രക് കൾച്ചറൊക്കെ ഹാപ്ലോയിഡ്സിനെ ഉണ്ടാക്കാനൊക്കെയാണ് ആന്ത്രക് കൾച്ചർ. ഇന്ത്യയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. എംബ്രിയോ കൾച്ചർ എംബ്രിയോ റെസ്ക്യൂവിന് വേണ്ടിയിട്ടാണെന്ന് പഠിച്ചിട്ടുണ്ട്. പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ സാധാരണ നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷനൊക്കെ നടത്തിയിട്ട് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനൊക്കെ നടത്തിയിട്ടൊക്കെ പ്രോട്ടോപ്ലാസ്റ്റ് നമ്മൾ കൾച്ചർ ചെയ്യാറുണ്ട്. അതൊക്കെ. അപ്പോൾ ആൻസർ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ മെരിസ്റ്റം കൾച്ചർ. ഓക്കെ. Then question number 116. Okay, in a dicot stem the vascular bundles are. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ബാക്കി ചാപ്റ്ററുകളിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെയാണ് വരേണ്ടത്. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് വരണം, ഡൈക്കോട്ട് സ്റ്റെമ്മ് വരണം. കാരണം ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോക്കോട്ട് സ്റ്റെമ്മ്, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും അനാറ്റമി, അതിനിടെ കൂടെ ഡൈക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ സെക്കൻഡറി ഗ്രോത്തും കൂടെ ഒക്കെ എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്ന തലയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ അനാറ്റമിയിലോട്ട് വന്നിട്ട് ഡൈക്കോട്ട് സ്റ്റെം മാത്രമായിട്ട് എടുക്കണം. അല്ലാതെ ഓപ്ഷൻസ് നോക്കിയിട്ട് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ കാണുമ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മ് അതിൻ്റെ അനാറ്റമി ഓർക്കുക. അതിൻ്റെ വാസ്കുലർ ബണ്ടിൽസ് എന്നൊക്കെ പറഞ്ഞ ഒരു ബ്രോക്കൺ റിങ് ആയിട്ടാണ് അല്ലേ, അതിങ്ങനെയല്ലേ, സ്റ്റീലാണെങ്കിൽ ഒരു ബ്രോക്കൺ റിങ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. broken ring, right? And each of the vascular bundle is conjoined collateral. Conjoined എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലോം ഫ്ലോയും ഒരുമിച്ചാണ്, കൊലാട്രൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും സൈഡ് ബൈ സൈഡ് ഒരേ റേഡിയസിലാണ്. ആൻഡ് ഓപ്പൺ ആണ്. ഡൈക്കോട്ടല്ലേ, അപ്പോൾ സെക്കൻഡറി ഗ്രോത്ത് നടത്തുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈമറി സൈലം പ്രൈമറി ഫ്ലോയത്തിൻ്റെ ഇടയിൽ ഇൻട്രാഫാസിക്കുലാർ കേംബിയം ഉണ്ട്. അപ്പോൾ ഓപ്പൺ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ വന്നിട്ട് വേണം ഓപ്ഷൻസിലേക്ക് വരാൻ. അപ്പോൾ നമുക്ക് കൺജോയിൻ കൊലാട്രൽ ക്ലോസ്ഡ്, അത് മോണോക്കോട്ട് സ്റ്റെമ്മിലാണ്, പിന്നെ ലീഫുകളിലും അങ്ങനെയാണ് കാണുന്നത്. കൺജോയിൻ കൊലാട്രൽ ക്ലോസ്ഡ്, കൺജോയിൻ കൊലാട്രൽ ഓപ്പൺ. നമ്മൾ ആദ്യം തിയറി ഓർത്തത് അത് എവിടെ ഓപ്ഷനായിട്ടുണ്ട്. റേഡിയലൊക്കെ എവിടെ കാണുന്നത്? റേഡിയൽ റൂട്ടിലാണ് കാണുന്നത്. ബൈക്കൊലാട്രൽ ഈ കുക്കുംബർ ഫാമിലിയിലൊക്കെ സ്റ്റെമ്മിൽ കാണുന്ന ഒരു ബണ്ടിലാണ് ബൈക്കൊലാട്രൽ. കൺജോയിൻ ബൈക്കൊലാട്രൽ ക്ലോസ്ഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നും അല്ല, ഡൈക്കോട്ട് സ്റ്റെമ്മാണ്, ബൈക്കൊലാട്രൽ അല്ല. അത് പ്രത്യേകിച്ച് കുക്കുംബർ ഫാമിലി എന്നൊക്കെ ചോദിച്ചാലേ ബൈക്കൊലാട്രലൊക്കെ നമുക്ക് പറയേണ്ട കാര്യമുള്ളൂ, നമുക്ക് പഠിക്കാനുമില്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2, കൺജോയിൻ കൊലാട്രൽ ഓപ്പൺ. Then question number 117. Okay, find out the mismatched pair. വീണ്ടും നമ്മൾ അനാട്ടമിയിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ടാ മിനറൽ ന്യൂട്രീഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഫംഗ്ഷൻ ആലോചിച്ച് നോക്കിയാൽ നീഡഡ് ഡ്യൂറിങ് ഫോർമേഷൻ ഓഫ് മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫൈബർ. സ്പിൻഡിൽ ഫൈബർ ഫോർമേഷന് കാൽഷ്യം ആവശ്യമാണ്, അങ്ങനെ തന്നെ NCERT കൊടുത്തിട്ടുമുണ്ട്. സൾഫർ കോൺസ്റ്റുവൻറ്റ് ഓഫ് അമിനോ ആസിഡ്സ് ലൈക്ക് സിസ്റ്റീൻ ആൻഡ് മെത്തിയോണൈൻ, പിന്നെ വൈറ്റമിൻസിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. മാംഗനീസ് എസെൻഷ്യൽ ഫോർ ദ സ്ട്രക്ചറൽ കൊഹിഷൻ ഓഫ് 2 സബ് യൂണിറ്റ്സ് ഓഫ് റൈബോസോം. അതായത് റൈബോസോമിന് സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്, ലാർജർ സബ് യൂണിറ്റും ഉണ്ട്. ട്രാൻസ്ലേഷൻ സമയത്ത് mRNAയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ 2 സബ് യൂണിറ്റുകൾ ഒരുമിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഇതിങ്ങനെ ഇരിക്കാനായിട്ട് മാംഗനീസ് അല്ല മെഗ്നീഷ്യമാണ് ആവശ്യം, അല്ലേ? അപ്പൊ അതാണ് തെറ്റ്. ക്ലോറിൻ, അതുപോലെ ക്ലോറിനും മാംഗനീസും ഒക്കെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ, ഫെർട്ടിലൈസേഴ്സ് ഓഫ് വാട്ടറിന് വേണം. അപ്പോൾ ക്ലോറിൻ അത് ശരിയാണ്. സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 118. Okay, one plant is medicinal, another is ornamental, while the third one is fumigatory of the family Solanaceae. These are respectively. വീണ്ടും നമ്മൾ നേരെ തിരിച്ച് മോർഫോളജിയിലേക്ക് ചെല്ലുകയാണ്. ഫാമിലി സ്റ്റഡിയാണ് നമ്മൾ അവിടെ ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാ നോക്കിയാൽ മെഡിസിനൽ പ്ലാന്റ് ഒന്ന് ഓർണമെന്റൽ ആണ്, മൂന്നാമത്തത് ഫ്യൂമിഗേറ്ററി ആണ്,
സൊളനേസി ആണ് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഫ്യൂമിഗേറ്ററി നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ടുബാക്കോ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ ലാസ്റ്റ് എക്സാമ്പിൾ പറയേണ്ടത് ടുബാക്കോയാണ്. എന്നിട്ട് നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും. കാര്യം എന്താ വെച്ചാൽ 3 ഓപ്ഷനിൽ ലാസ്റ്റ് ടുബാക്കോയാണ് വന്നിരിക്കുന്നത്. സാരമില്ല, നമുക്ക് നോക്കാം. അലോവേര എന്ന് പറയുന്ന കറ്റാർ വാഴ, അത് മെഡിസിനൽ ആണ്. അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിനലൊക്കെ തന്നെയാണ്, പക്ഷെ അത് ലിലിയേസിയാണ്, മോണോക്കോട്ടാണ്, അതറിയണം. ഗ്ലോറിയോസ ഓർണമെന്റൽ ആണ്, പക്ഷെ അത് ലിലിയേസിയാണ്. ബെലഡോണ സൊളനേസിയാണ്, മെഡിസിനൽ ആണ്. ബെലഡോണ ആൻഡ് അശ്വഗന്ധ എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൊടുത്തിട്ടില്ലേ. പെറ്റ്യൂണിയ സൊളനേസിയെ ഓർണമെന്റൽ ആണ്. ദെൻ ടുബാക്കോ, ആൻസർ കിട്ടി. അശ്വഗന്ധ മെഡിസിനൽ ആണ്, സൊളനേസിയാണ്, പക്ഷെ ഗ്ലോറിയോസ ഓർണമെന്റൽ ആണ്, ലിലിയേസിയാണ് അല്ല. അലോവേര മെഡിസിനൽ ആണ്, ലിലിയേസിയാണ്. ടുളിപ്പ് ലിലിയേസിയാണ്, ഓർണമെന്റൽ ആണ്, ലിലിയേസിയാണ്. അശ്വഗന്ധ മെഡിസിനൽ ആണ്, സൊളനേസിയാണ്. ഇതിങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റണം. ഈ മോർഫോളജിയിലൊക്കെയുള്ള ഒരു പ്രോബ്ലം ഇതാണ്, നമുക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ വരുത്തി തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ വലിയ ആപ്ലിക്കേഷൻ ലെവലോ ഒത്തിരി വലിയ ഗംഭീര കൺസെപ്റ്റുകളോ ഒന്നും അതിനകത്ത് ഇല്ല. പക്ഷേ കണ്ടന്റ് വാസ്റ്റാണ്, ഒരുപാട് എക്സാമ്പിൾസും നന്നായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പം അതിനെന്താ വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. ഇപ്പം നമ്മൾ എല്ലാം വായിച്ച് പഠിച്ച് എല്ലാ ചാപ്റ്റർക്ക് ഒരുമാതിരിയൊക്കെ എല്ലാം വായിച്ച് പഠിച്ച് വെച്ചിരിക്കുക. അപ്പം ഇതുപോലുള്ള ചില കേസുകളാണ് നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇനി നീറ്റ് വരെയുള്ള ദിവസങ്ങളിലും കുറച്ച് സമയം ഈ മോർഫോളജിയിലൊക്കെ ഇങ്ങനത്തെയൊക്കെ ഈ ഫാമിലി എക്സാമ്പിളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളത് എല്ലാ ദിവസവും രാത്രി ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുക. രാത്രിയല്ല, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്താണെങ്കിൽ, രാത്രി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം മറക്കും എന്ന് ഉറപ്പുള്ള കുറച്ച് പോർഷൻസ് ആണ് ബയോളജിയിൽ ഈ മോർഫോളജി പോലെയൊക്കെയുള്ള ഈ കേസ്, മിനറൽ ന്യൂട്രീഷനിലെ മിനറൽസിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ദിവസം ഒരു 10 മിനിറ്റ് ആവർത്തിച്ച് വായിച്ചാൽ മതി. ഇനിയുള്ള ദിവസം മാത്രം അത് മതി, ധാരാളമാണ് ഇനിയുള്ള ദിവസങ്ങൾ കേട്ടോ. മാത്രം വായിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതുപോലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫാമിലി ഏതാ, ഫംഗ്ഷൻ ഏതാ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയേ. ശരി, അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2. ഓക്കെ. Then question number 119. Okay, some of the stages in the hydrarch are labeled as. Hydrarch എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടറിലുള്ള അക്വാട്ടിക് മീഡിയത്തിലുള്ള സസഷനാണ്, ഇക്കോളജിക്കൽ സസഷൻ ഓർ പ്ലാന്റ് സസഷൻ. അതും നമ്മൾ പിക്ചറൈസ് ചെയ്ത് പിക്ചറുകൾ ഓർത്തിട്ട് നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കേണ്ടതാണ്. കാരണം ഹൈഡ്രാർക്കിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഡയഗ്രാംസ്, പിക്ചേഴ്സ്, ഓരോ സ്റ്റേജും ഓരോ സിറൽ സ്റ്റേജും അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡർ ചോദിക്കുക, അത് ഒന്നിലധികം പ്രാവശ്യം പ്രീവിയസ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ സ്റ്റേജ് എന്തായാലും ഫൈറ്റോ പ്ലാങ്ക്ടൺ ആയിരിക്കും അല്ലേ. ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ് എന്ന് പറയുന്നത് D ആണ് അല്ലേ, D ആണ്. ഓക്കെ. പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ സബ്മേർജ്ഡ് പ്ലാന്റ് സ്റ്റേജ് C. അത് കഴിഞ്ഞ് സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ്, അതായത് വെള്ളത്തിനടിയിലുള്ള പ്ലാന്റ്സും ഉണ്ട്, മുകളിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്, E. റീഡ് സ്വാം സ്റ്റേജ്, അപ്പോൾ കൂടുതൽ വാട്ടർ ബോഡി ഷാലോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. റീഡ് സ്വാം സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ മാഷ്മെഡോ സ്റ്റേജ്, അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫോറസ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്കിത് ആദ്യത്തെ ഓപ്ഷൻ തന്നെ DCEBA എന്ന് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ അതൊക്കെ കുറേ നമുക്ക് ടെക്സ്റ്റിനകത്തുള്ള ഡയഗ്രാംസ്, പിക്ചേഴ്സ് വെച്ചിട്ടൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമേ. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 120. Which one of the following is a device used to control a particulate matter? Particulate matter കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ particulate matter മാത്രം റിമൂവ് ചെയ്ത് എയറിനെ പുറത്തേക്ക് വിടാൻ പറ്റുന്ന ഒരു ടൂളാണ്, ഒരു മെഷീനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. കാറ്റലിറ്റിക് കൺവേർട്ടർ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഓട്ടോമൊബൈൽസിൽ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിനെ ഓക്സിഡൈസ് ചെയ്യുന്നൊരു ടൂളാണ്. സ്ക്രബ്ബേഴ്സിൽ പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോയിസണസ് ഗ്യാസസിനെ റിമൂവ് ചെയ്യാനാണ്.
അപ്പോൾ അങ്ങനെയും കൂടി ഒരു കാര്യമുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പർട്ടിക്കുലേറ്റ് മാറ്റർ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ക്രബ്ബേഴ്സും ESPയും തമ്മിലൊരു ഡൗട്ട് വരും. ഇൻസിനറേറ്റർ എന്തായാലും വരില്ലല്ലോ, ഹോസ്പിറ്റൽ വേസ്റ്റ് ഒക്കെ കത്തിച്ച് കളയൊക്കെ. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് വരികയല്ല, ഇതും കൂടെ ഡൗട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. നമുക്ക് 2 ഓപ്ഷൻസ് ആൻസറായി വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാനൊക്കെ നമുക്ക് തോന്നുവേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എടുക്കുക. അപ്പോൾ സ്ക്രബ്ബേഴ്സിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പോയ്സണസ് ഗ്യാസസ് കളയുക എന്നുള്ളതാണ്. അപ്പം ESPയിലാണ് പർട്ടിക്കുലേറ്റ് മാറ്റർ മാത്രമായിട്ട് കളയുന്ന ഒരു ടെക്നിക്കായിട്ട് പറയുന്നത്, ടൂളായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 തന്നെ എടുക്കാം കേട്ടോ. അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വരും റിയൽ എക്സാമിനേഷന്. റൈറ്റ്, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 121. കളർലെസ് പ്ലാസ്റ്റിക് സ്റ്റോറിങ് ഓയിലീസ്. കളർലെസ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് തന്നെ ആരാണ്? ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. ബാക്കി ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ പിഗ്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പം ഈ ല്യൂക്കോപ്ലാസ്റ്റുകൾക്ക് ഫോട്ടോസിന്തസിസിൽ പങ്കില്ല. അവർ ഫുഡ് സ്റ്റോറേജ് എന്താണ് പ്ലാസ്റ്റിഡുകളാണ്. അപ്പോൾ അതിൽ ഓയിൽ സ്റ്റോർ ചെയ്യുന്ന ആരാ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എലയോപ്ലാസ്റ്റ് ആണ്. ഓയിൽ സീഡുകളിൽ ഒക്കെ എൻഡോസ്പോമിലോ കോട്ട്ലിഡനിലോ ഒക്കെ കൂടുതൽ കാണുന്ന പ്ലാസ്റ്റിഡുകളാണ് എലയോപ്ലാസ്റ്റ്. പ്രോട്ടീനോപ്ലാസ്റ്റ് ഓർ അലിറോപ്ലാസ്റ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. പ്രോട്ടീനോപ്ലാസ്റ്റ് ഓർ അലിറോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റ് സ്റ്റാർച്ച് ആണ്. പ്രാഗ്മോപ്ലാസ്റ്റ് സെൽ ഡിവിഷൻ, പ്ലാന്റ് സെൽ ഡിവിഷനിൽ സൈറ്റോകൈനസിസിലൊക്കെ വരുന്നൊരു ആളാണ്. സോ എലയോപ്ലാസ്റ്റ് ആണ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 122. During which stage of prophase 1 the crossing over takes place? അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒന്നും എക്സ്പ്ലനേഷൻ നമുക്ക് വേണ്ടല്ലോ. പാക്കറ്റീൻ എത്രയോ പ്രാവശ്യം നമ്മൾ നമ്മുടെ പരീക്ഷകളിൽ തന്നെ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. സോ ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കറ്റീൻ. ഇപ്പോൾ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ആലോചിക്കുക പോലും വേണ്ട, ക്രോസിംഗ് ഓവർ കാണുമ്പോൾ തന്നെ ആ പാക്കറ്റീൻ ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. അതൊന്നും ആരും തെറ്റിച്ച് കാണൂല കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 123. One hormone is a natural anti-transparent. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയേ. ആൻറ്റി ട്രാൻസ്പാരൻ്റ് എന്ന് പറയുന്നത് സ്ട്രൊമാറ്റ അടച്ച് ട്രാൻസ്പിറേഷൻ കുറച്ച് സ്ട്രെസ് കണ്ടീഷനിൽ നിന്ന് പ്ലാന്റിനെ രക്ഷിക്കുന്ന സ്ട്രെസ് ഹോർമോൺ ഏതാ? ആബ്സിസിക് ആസിഡ് ആണ്. അനദർ ഇസ് യൂസ് ടു സ്പീഡ് അപ്പ് ദ മാൾട്ടിംഗ് പ്രോസസ് ഇൻ ബ്രൂവിംഗ് ഇൻഡസ്ട്രി. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നല്ലോണം വായിച്ച് ചെയ്യുന്ന കുട്ടിക്ക് അതിനും ആൻസർ പെട്ടെന്ന് കിട്ടും. ഗിബറലിൻസ്. ഓപ്ഷൻ നോക്കുന്നില്ല കേട്ടോ, ഓപ്ഷൻ നോക്കാതെയാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. വൈൽ ദ തേർഡ് ഹെൽപ്സ് ഇൻ ഫ്രൂട്ട് റൈപ്പനിങ്. അത് റൈപ്പൻ ഫ്രൂട്ടിൽ കൂടുതൽ ഉണ്ടാകുകയും ഫ്രൂട്ട് റൈപ്പനിങ് സമയത്ത് ഫ്രൂട്ട്സിൽ റെസ്പിറേറ്ററി റേറ്റ് കൂടുകയും റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയൊക്കെ ചെയ്യിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗേഷ്യസ് ഹോർമോൺ എത്തിലീൻ. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻ നോക്കി എങ്ങനെ അവർ നമ്മളെ തെറ്റിക്കാൻ നോക്കിയാലും തെറ്റല്ല. കാരണം ആബ്സിസിക് ആസിഡ്, ഗിബർലിൻ ആൻഡ് എത്തിലീൻ എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷനിലേക്ക് തന്നെ നമ്മൾ ലേബിൾ ചെയ്യുവാണ്. ഓക്കെ, ശരി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 124. Arrange the respiratory intermediates given below in the ascending order considering the number of carbon atoms present in them. ഇത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലാണ്. നമ്മൾ റെസ്പിറേറ്ററി പാത്വേ, ഗ്ലൈക്കോളിസിസും ലിങ്ക് റിയാക്ഷനും ക്രബ് സൈക്കിളും ഒക്കെ നല്ലോണം അറിഞ്ഞാലേ അതിലുള്ള ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്സിന് എത്ര കാർബൺ ആറ്റം എന്നും കൂടെ നമുക്കറിയാം, അറിഞ്ഞിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും കാർബൺ നമ്പർ എത്ര എന്നുള്ളത് നമുക്ക് ആദ്യം ഇവിടെ എഴുതി വെക്കാവേ, എന്നിട്ട് നമുക്ക് ഓപ്ഷനിലേക്ക് വരാം കേട്ടോ. മാലിക് ആസിഡിന് 4 കാർബൺ ആണ്. അസറ്റൈൽ കോഎൻസൈം 2 കാർബൺ. ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് 5 കാർബൺ. ഓക്കെ, പൈറുവിക് ആസിഡ് 3 കാർബൺ. സിട്രിക് ആസിഡ് 6 കാർബൺ. അപ്പോൾ 2, 3, 4, 5, 6 എന്ന് വേണം വരാനായിട്ട് അല്ലേ? അങ്ങനെയല്ലേ ഓപ്ഷൻ? അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഏതായിരിക്കും വരുന്നത്? 2 അസറ്റൈൽ കോഎൻസൈം 3 പൈറുവിക് ആസിഡ് 4 മാലിക് ആസിഡ് 5 ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് 6 സിട്രിക് ആസിഡ്. ഏതാ ഓപ്ഷൻ വരുന്നത്? സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ ഇവിടേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, അല്ലാതെ ഇത് നിങ്ങൾ തെറ്റിക്കും കുറേ പേരെങ്കിലും തെറ്റിക്കും എന്നൊന്നും വച്ചിട്ടൊന്നും അല്ല കേട്ടോ. കാരണം ഇതൊന്നും അങ്ങനെ തെറ്റിക്കുകയല്ല. റെസ്പിറേറ്ററി പാത്വേ ഒക്കെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വരച്ചൊക്കെ പഠിക്കുന്നുണ്ട്, ഒന്നും അങ്ങനെ തെറ്റല്ല ആർക്കും. പക്ഷെ ഇത് ഈ അസെൻഡിങ് ഓർഡറിലൊക്കെ ഇങ്ങനെ ആക്കിയൊക്കെ എടുത്ത് 4 ഓപ്ഷനും കൂടെ ഒക്കെ നോക്കി വരുമ്പോൾ കുറച്ച് സമയം കളയാമല്ലോ എന്നാണ് അവരുടെ സൂത്രം. എത്രത്തോളം നമ്മൾ തിയറി തരുവാണോ അത്രത്തോളം സ്പീഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 125. ഓക്കെ, 125 ക്വസ്റ്റ്യൻ ഇതാണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അയൺ കണ്ടെയ്നിങ് ഇലക്ട്രോൺ കാരിയർ. ഓക്കെ, അയൺ കണ്ടെയ്നിങ് ഇലക്ട്രോൺ കാരിയർ ഇൻവോൾവ് ഇൻ ബോത്ത് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ റെസ്പിറേറ്ററി ETSലും ഫോട്ടോസിന്തറ്റിക് ETSലും, കാര്യം ETSലാണല്ലോ ഇലക്ട്രോൺ കാരിയേഴ്സ് ഉള്ളത്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു അയൺ കണ്ടെയ്നിങ് ഇലക്ട്രോൺ കാരിയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അയൺ കണ്ടെയ്നിങ് ഫെറഡോക്സിൻ അയൺ കണ്ടെയ്നിങ് ആണ്. സൈറ്റോക്രോമും അയൺ കണ്ടെയ്നിങ് ആണ്. പ്ലാസ്റ്റോക്കിനോൺ, പ്ലാസ്റ്റോസയാനിൻ, കോപ്പർ, സൾഫർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. സൈറ്റോക്രോമിലും കോപ്പർ ഉള്ളവരുണ്ട്. അപ്പോൾ ഫെറഡോക്സിൻ
റെസ്പിറേഷനിലാണ് വരുന്നത് അല്ലേ. പ്ലാസ്റ്റോക്വിനോണും പ്ലാസ്റ്റോസയാനിനും ഫോട്ടോസിന്തറ്റിക് ETSിലാണ് വരുന്നത്. സൈറ്റോക്രോം പക്ഷേ സൈറ്റോക്രോം F, സൈറ്റോക്രോം B6 ഒക്കെ ഫോട്ടോസിന്തറ്റിക് ETSിലും സൈറ്റോക്രോം C1, സൈറ്റോക്രോം A3 കോംപ്ലക്സ് ഇതൊക്കെ റെസ്പിറേറ്ററി ETSിലും വരും. അപ്പോൾ അതാണ് കോമൺ ആയിട്ട് കാണുന്നത്. സോ ഫോർത്ത് ഓപ്ഷൻ ക്ലിയർ ആണല്ലോ. റൈറ്റ്, ആക്ച്വലി ആപ്ലിക്കേഷൻ ലെവലാണ് കേട്ടോ. Then question number 126, which of the following reaction is lacking during glycolysis? ഗ്ലൈക്കോളിസിസിൽ ഇല്ലാത്തത് ഏതാണ്? അപ്പോൾ ഗ്ലൈക്കോളിസിസിന് 10 കെമിക്കൽ കൺവേർഷൻ പെട്ടെന്ന് മനസ്സിലാക്കി വരികയാണ്. അവിടെ എവിടെയെങ്കിലും ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുക. ഇല്ല. അവിടെ ATP ഉണ്ടാകുന്നുണ്ട്, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഉണ്ട്, അതുപോലെ NADH2 ഉണ്ടാകുന്നുണ്ട്, അതായത് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഡീകാർബോക്സിലേഷൻ നടക്കുന്നില്ല. അത് ലിങ്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പൈറുവിക് ആസിഡ് ടു അസറ്റൈൽ കോഎൻസൈമേൻ. ആ റിയാക്ഷനിലും പിന്നെ ക്രബ് സൈക്കിളും ആണ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നത്. ഡീഹൈഡ്രോജനേഷൻ ഒക്കെ നടക്കും. അതുകൊണ്ടല്ലേ മറ്റേ NADH2 ഉണ്ടാകുന്നത്. ഡീഹൈഡ്രേഷൻ ഉണ്ട്, വാട്ടർ റിമൂവ് ചെയ്യുന്നുണ്ട്, മറ്റേ ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് ഒക്കെ പറയുന്നിടത്ത് അവിടെ പിന്നെ ഫോസ്ഫോറിലേഷൻ, ഓക്കെ, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. അതൊക്കെ തിയറി തറവായിരുന്നാൽ മതി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 127, മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും അവരുടെ കാര്യങ്ങളൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, ഡയാറ്റംസ്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുക. ഡയാറ്റം എന്ന് പറയുന്നത് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷൻ അല്ലേ, ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്, ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റുകളാണ് ക്രൈസോഫൈറ്റ്സിൽ വരുന്ന. ദെൻ യുഗ്ലിനോയിഡ്സിന് നമുക്കിവിടെ ചേർക്കാൻ പറ്റുന്ന ഈ തന്നിരിക്കുന്നതിൽ സെൽവാളില്ലല്ലോ, പെല്ലിക്കിൾ. സ്ലൈമോൾഡിന് ചേരുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ സ്പോർസ് പൊസസ് ട്രൂ സെല്ലോസിക് സെൽവാളാണ് കേട്ടോ. സെല്ലോസിക് സെൽവാളാണ്, സ്ലൈമോൾഡാണ്, സ്ലൈമോൾഡ്. ഗോണിയോലാക്സ് എന്ന് പറയുന്നത് ഗോണിയോലാക്സ് റെക്ടൈഡ്. അടുത്ത റൈസോപ്പസ് എന്ന് പറയുന്ന ആരാണ് ഇതിനകത്ത്? ബ്രെഡ് മോൾഡ് റൈസോപ്പസ്, ഫൈക്കോമൈസീറ്റിൽ വരുന്നത്. 53124 ഓപ്ഷൻ 1 ആണ് ആൻസർ. Then question number 128, the juvenile phase of gametophyte in mosses. എന്ന് പറയുമ്പോൾ ആരാ? ബ്രയോഫൈറ്റ് ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് കാണിക്കുന്നത്. പ്രോമിനന്റ് ജനറേഷൻ ഗെമറ്റോഫൈറ്റ് ആണ്, അതിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് സ്പോറോഫൈറ്റ്. മോസസ് ആകുമ്പോൾ പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ് സ്പോറോഫൈറ്റിന്. ഇത് ചോദിച്ചിരിക്കുന്ന ഗെമറ്റോഫൈറ്റിന്റെ ഇനിഷ്യൽ ഫേസ്, ജുവനൈൽ ഫേസ്, അതായത് സ്പോർട്സ്, ഹാപ്ലോഡ് സ്പോർട്സ് നിലത്ത് വീണ് മോയിസ്റ്റ് സോയിലൊക്കെ വീണ് ജെർമിനേറ്റ് ചെയ്ത് ആദ്യമേ ലീഫി സ്റ്റേജ് അല്ല ഉണ്ടാകുന്നത്. ഓരോ സ്പോറും ജെർമിനേറ്റ് ചെയ്ത് പ്രോട്ടോണീമ എന്ന് പറയുന്ന ഇനിഷ്യൽ ഗെമറ്റോഫിറ്റിക് സ്റ്റേജ്. പിന്നെ അത് പ്രൈമറി പ്രോട്ടോണീമ, അത് പിന്നെ ഫ്രാഗ്മെന്റ് ചെയ്ത് സെക്കൻഡറി പ്രോട്ടോണീമയാവും. പിന്നെ അതിൽ നിന്ന് ചെറിയ ബഡ്സ് ആയിട്ടാണ് ലീഫി സ്റ്റേജ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം ആൻസർ ഏതാണ്? പ്രോട്ടോണീമ. അവിടെ പ്രോത്താലസ് ഒന്ന് മാറിപ്പോരുത്. പ്രോത്താലസ് ഫേണിന്റെ ഒക്കെ ഗെമറ്റോഫൈറ്റ് ആണ്. പ്രോട്ടോണീമ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 129, ചൂസ് എ സെറ്റ് ഓഫ് ഫംജൈ ഇൻ ദ ക്ലാസ് ഡിറ്ററോമൈസീഡ്സ്. ഡിറ്ററോമൈസീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളൊക്കെ പെട്ടെന്ന് ഓർക്കണം, എന്നിട്ട് വേണം നോക്കാൻ. മ്യൂക്കർ, റൈസോപ്പസ് ആൽബിഗോ, 3 ഫൈക്കോമൈസീറ്റ് ആണ്. ആസ്പെർജിലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ, 3 ആസ്കോമൈസീറ്റ് ആണ്. അഗാരിക്കസ്, അസ്റ്റിലാഗോ പക്സീനിയ, അഗാരിക്കസ് അസ്റ്റിലാഗോസ് മട്ടാണ്, പക്സീനിയ റസ്റ്റ് ആണ്, 3 ബസിഡിയോമൈസീറ്റ് ആണ്. അപ്പോൾ പിന്നെ ഓൾട്ടർനേറിയ, കൊളിറ്റോട്രിക്കം, ട്രൈക്കോഡർമ, ഡ്യൂട്രോമൈസീറ്റ്. അവിടെയും നമ്മൾ ആവർത്തിച്ച് വായിച്ച് ഇന്ന ക്ലാസ്സിൽ ഇന്ന എക്സാമ്പിളുകളെന്ന് പറഞ്ഞ് ഇങ്ങനെ വായിച്ചാലേ നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. സോ ഫോർത്ത് ഓപ്ഷൻ. And question number 130, read the following statements. Okay, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനാ? How many of the above statements are right? കറക്റ്റ് ഏതൊക്കെയാണെന്നാണ് പറയേണ്ടത് കേട്ടോ. നോക്കാലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സാൽവീനിയ ഇസ് എ ഹെട്രോസ്പോറസ് ഫ്ലോട്ടിംഗ് അക്വാറ്റിക് ഫേൺ വിച്ച് ലാക്സ് റൂട്ട്. നിങ്ങളുടെ NCERT +1 NCERTയിൽ സാൽവീനിയയുടെ പടം കൊടുത്തിട്ടുണ്ടോ? ആലോചിച്ച് നോക്കുക. പടം മാത്രമേ കൊടുത്തുള്ളൂ, ലേബലിംഗ് ഒന്നുമില്ല. അപ്പോൾ അത് അക്വാറ്റിക് ഫേൺ ആണ്, ഹെട്രോഫിലസ് ആണ്. അതായത് 2 ടൈപ്പ് ലീഫ് ഉണ്ട് കേട്ടോ. അത് തിയറി പോർഷനിൽ എഴുതിയിട്ടില്ല, പക്ഷെ പടം കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന എക്സ്പാൻഡ് ആയിട്ടുള്ള ലീഫും വെള്ളത്തിൻ്റെ അടിയിൽ കണ്ട റൂട്ട്സ് ആണെന്ന് തോന്നുന്ന ഹൈലി ഡിസെക്റ്റഡ് ലീഫും, 2 ടൈപ്പ് ലീഫുണ്ട്. ഹെട്രോസ്പോറസ് ആണ്, അത് തിയറി പോർഷനിലുണ്ട്. ഫ്ലോട്ടിംഗ് അക്വാറ്റിക് ഫേൺ, ഓക്കെ, റൂട്ട്സ് ഇല്ല. അപ്പോൾ അത് ശരിയാണ്. അടുത്ത, പൈനസ് ഈസ് എ ജിംനോസ്പോം വിത്ത് മൈക്കോറൈസൽ റൂട്ട്സ്, ശരിയാണ്.
ഡയറക്റ്റ് തിയറിയിൽ പറയുന്നതാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് യൂണീക് ടു ആൻജിയോസ്പേം, ശരിയാണ്. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ദ മെയിൽ ഓർ ഫീമെയിൽ കോൺസ് ഓർ സ്ട്രോബിലൈ മേ ബി ബോൺ ഓൺ ദ സെയിം ട്രീ. സൈക്കസ്, സൈക്കസ് ഡയേഷ്യസ് ആണ്. മെയിൽ കോൺ ഒരു മരത്തിലും ഫീമെയിൽ കോൺ ഉണ്ടാവില്ലല്ലോ, ഫീമെയിൽ ലാക്സ്, അപ്പം അത് വേറെ മരത്തിലുമാണ്. അപ്പോൾ ഡയേഷ്യസ് ആണ്. പൈനസ് മൊണീഷ്യസ് ആണ്. ഫീമെയിൽ കോൺ മെയിൽ കോൺ ഒരേ മരത്തിലാണ്. അപ്പോൾ ഈ തെറ്റ്. Mycoplasma like cell wall, smallest living cell known, can survive without oxygen, pathogenic in animals and plants. ശരിയാണ്, ശരിയാണ്. അപ്പോൾ 1, 2, 3, 4 അല്ല 1, 2, 3, 4. How many of the statements are right? 4. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ. Then question number 131. A non-membrane bound organelle found in all cells, both eukaryote as well as prokaryote, and within certain other cell organelle. നമുക്ക് ക്വസ്റ്റിൻ്റെ ആദ്യത്തെ പോർഷൻ വായിക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും. പ്രോക്യാരിയോട്ടിലും യൂക്യാരിയോട്ടിലും ഒരേപോലെ കാണുന്ന ഓർഗനൽ എന്ന് പറയുന്ന റൈബോസോം മാത്രമാണ്. പിന്നെ യൂക്യാരിയോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയുടെ അകത്തും ക്ലോറോപ്ലാസ്റ്റിനകത്തും എന്തുണ്ട്? 70s റൈബോസോംസ് ഉണ്ട്. അപ്പോൾ തേർഡ് ഓപ്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 132. Chromosomal behavior occurring during different substages of prophase 1 of meiosis is given below. Select which is suited to diplotin. അപ്പം prophase 1 ആണ്. ഡിപ്ലോട്ടീൻ എന്ന് പറയുന്നത് പ്രൊഫേസ് 1 ഏറ്റവും ലാസ്റ്റ് ഫേസ് ആണ്. തന്നിരിക്കുന്നതിൽ ഏതാ ശരി എന്നാണ്? ഡിപ്ലോട്ടീൻ അല്ല, ലാസ്റ്റ് ഫേസ് ഡയാകൈനസിസ് ആണ് അല്ല, അങ്ങനെയല്ലേ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്, അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഏതാണ്? ഡിപ്ലോട്ടീൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോമസോം സ്റ്റാർട്ട് പെയറിംഗ് ടുഗെദർ, അത് സൈഗോട്ടീൻ. ബൈവാലന്റ് ടെട്രാഡ് ക്ലിയർലി വിസിബിൾ, അത് പാക്കറ്റീൻ. Dissolution of synaptonymal complex and the tendency of recombined homologous chromosome of the bivalent to separate from each other except at the site of crossover, that is diakinesis. Terminalization of chiasma, diplotin ആണ് കേട്ടോ, ഡിപ്ലോട്ടീൻ ആണ്. ഞാൻ എവിടോ ബൈ മിസ്റ്റേക്ക് ഞാൻ ചെറിയൊരു ബ്രേക്ക് വന്നു, സാരമില്ല, അത് ബാറ്ററി ഒന്ന് മാറ്റി വയ്ക്കാനായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ, അത് എവിടെ? അത് ഡയാകൈനസിസിലാണ്. അപ്പോൾ ഡിപ്ലോട്ടീൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? തേർഡ് ഓപ്ഷൻ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 133. ഓക്കെ, എന്താണ്? പോയിന്റ് ഔട്ട് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സിംഗർ ആൻഡ് നിക്കോൾസൺ. അവിടെ നമുക്ക് 1972 പിന്നെ സിംഗർ ആൻഡ് നിക്കോൾസൺ എന്താ ചെയ്തത്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ, അതും ഡയറക്റ്റ് ആയിട്ട് തിയറി പോർഷനിലുള്ളതാണ്. സോ പ്രപ്പോസ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ. അങ്ങനെയാണ് എങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റുഡോൾഫ് വിർഷോയാണ്. ഒമിനിസ് സെല്ലുലെ ഈ സെല്ലുലെ ഫോർമുലേറ്റഡ് സെൽ തിയറി 1839 നമ്മുടെ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ്. ഡിസ്കവേർഡ് ന്യൂക്ലിയസ് അത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ഇത് സിംഗർ ആൻഡ് നിക്കോൾസൺ. സോ ഓപ്ഷൻ 4. Clear ആണല്ലോ? റൈറ്റ്. Then question number 134. Interaction involved in lichens between the mycobiont and phycobiont. Lichensile mycobiont, phycobiont, algal component phycobiont, fungal component mycobiont, അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്, മ്യൂച്വലിസം ആണ് അല്ലേ? അപ്പോൾ ഈ ഇൻട്രാക്ഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ അതൊക്കെ പറഞ്ഞ സമയം കളയുന്നില്ല. ആൻസർ മ്യൂച്വലിസം. അടുത്തത് ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സദേൺ ബ്ലോട്ട് ഹൈബ്രിഡൈസേഷൻ using radio labeled VNTR as a probe. അപ്പോൾ ഇവിടെ നമുക്ക് VNTR പ്രോബായിട്ടൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിലാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റെപ്പുകൾ ഏത് ഓർഡറിലാണ് എന്ന് വായിച്ച് നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് DNA ഐസൊലേറ്റ് ചെയ്യണം അല്ലെ? അൺനോൺ സെൽ ക്രൈം സൈറ്റിൽ നിന്ന് കിട്ടുന്ന സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം 3 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് 5 ആണ്. Then separation of DNA fragments by gel electrophoresis 4. Okay, then transfer of separated DNA fragments to synthetic membrane, other southern blotting 6.
Then hybridization using labeled VNTR probe, അത് 1 ആണ്. Then detection of hybridized DNA fragments by autoradiography 2. അപ്പോൾ ഏതാ 3, 5, 4, 6, 1, 2 ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അവിടെ നമുക്ക് തിയറി അറിയാവുന്നതുകൊണ്ട് കറക്റ്റ് ഓർഡറും സ്റ്റെപ്പും എല്ലാം അറിയാം. പക്ഷേ ഇതിൽ നിന്ന് ഈ ഓപ്ഷനിൽ നിന്ന് നോക്കിയെടുക്കണം. ഇതിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. വേറെ എങ്ങോട്ടോ ഓപ്ഷൻ ആയിരുന്നെങ്കിൽ നമ്മളെല്ലാം നോക്കി വരണമായിരുന്നു. അപ്പോൾ അതൊക്കെ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അടുത്ത സെക്ഷൻ ബിയിലേക്ക് പോവുകയാണ് നമ്മൾ. ക്വസ്റ്റ്യൻ നമ്പർ 136. An indispensable polysaccharide for preparing solid culture media derived from some red algae like Gracilaria. Agar. കൂടുതലൊന്നും പറയുന്നില്ല. Agar. Gelidium and Gracilaria. A system widely practiced in the northeastern region of our country involves felling and burning of forests followed by cultivation of crops for a few years and abandoning cultivation to allow forestry growth. അപ്പം ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ കാണുന്നതാണ് ജും കൾട്ടിവേഷൻ അല്ലേ, അതായത് സ്ലാഷ് ആൻഡ് ബേണിംഗ് ഡീഫോറസ്റ്റേഷൻ്റെ ഒരു കാരണമായിട്ട് ഇപ്പം മാറിയിരിക്കുന്ന ഒരു കൾട്ടിവേഷൻ പ്രാക്ടീസാണ് ജും കൾട്ടിവേഷൻ. അഗ്രോ ഫോറസ്ട്രി, സോഷ്യൽ ഫോറസ്ട്രി, എഫോറസ്റ്റേഷൻ ഒക്കെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റിൽ വരുന്നതാണ്. സോ ആൻസർ ജും കൾട്ടിവേഷൻ. അയ്യോ ക്വസ്റ്റ്യൻ എടുത്തില്ലല്ലോ, ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓക്കെ, സോ fourth option, Jum cultivation. Question edukka eppozhum maranu povuva. Then question number 138. Okay, one of the following is not a feature of angiosperm. Aikotte, vessels in xylem feature ആണ്, കമ്പാനിയൻ സെൽസ് ഇൻ ഫ്ലോയം ഫീച്ചർ ആണ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ പിന്നെ ഭയങ്കര ഫീച്ചർ ആണ്, അത് യുണീക്ക് ഫീച്ചർ ആണ്. ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം ബിഫോർ അല്ല ആഫ്റ്റർ ഫെർട്ടിലൈസേഷനാണ് ആൻജിയോസ്പേമിൽ നടക്കുന്നത്. ബിഫോർ ഫെർട്ടിലൈസേഷൻ എൻഡോസ്പേം ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത് ജിംനോസ്പേമിലാണ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 139. Basidiomycetes which are able to produce exogenous sexual spores are commonly called. ബസിഡിയോമൈസീറ്റിലെ സ്പോറുകൾ എന്താ? ബസിഡിയോസ്പോർസ് ആണ്, എക്സോജീനസ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അവരുടെ കോമൺ നെയിം എന്ന് പറയുന്നത് ക്ലബ് ഫഞ്ചൈ ആണ്. ആൽഗൽ ഫഞ്ചൈ എന്ന് ഫൈക്കോമൈസീറ്റിനെ വിളിക്കുന്നത്, സാക് ഫഞ്ചൈ ആസ്കോമൈസീറ്റ് ആണ്, ഇംപെർഫെക്റ്റ് ഫഞ്ചൈ ഡ്യൂട്രോമൈസീറ്റ് ആണ്. അപ്പോൾ ക്ലബ് ഫഞ്ചൈ ആണ് ആൻസർ, തേർഡ് ഓപ്ഷൻ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 140. 140. Which of the following type of placentation is found in a multicarpillary multilocular syncarpous ovary? Marginal pea plants like കാണുന്ന marginal unilocular monocarpillary condition ആണ്. Axile ആണ് ആൻസർ. പെറൈറ്റലില് മൾട്ടികാർപ്പലറി ഒക്കെ ആണെങ്കിൽ പോലും യൂണിലോക്കുലാർ ആണ്, ലാസ്റ്റ് സ്റ്റേജിലാണ് സ്യൂഡോസെപ്റ്റോ ഒക്കെ ഉണ്ടാകുന്നത്. ഫ്രീ സെൻട്രലാണെങ്കിലും യൂണിലോക്കുലാർ ആണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ, ആക്സൈൽ പ്ലാസന്റേഷൻ. Then 141. In crop cycle, a molecule of GTP is formed during the conversion of. ഉടനെ ക്രബ് സൈക്കിൾ ആലോചിക്കുക. സക്സനൈൽ കോഎൻസൈം എയിൽ നിന്ന് സക്സനിക് ആസിഡ് ഉണ്ടാകുമ്പോഴാണ് സബ്സ്ട്രേറ്റ് ഫോസ്ഫോറിലേഷൻ വഴി ഒരു GTP ഉണ്ടാകുന്നത്. അത് പിന്നെ ATP ആയിട്ട് മാറും. സോ ഇവിടെയൊക്കെ നമ്മളിങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം നമുക്ക് പെട്ടെന്ന് GTP എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓപ്ഷനിലേക്ക് വരാൻ പറ്റും, തേർഡ് ഓപ്ഷൻ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 142. മാത്സ് ദ ഫോളോയിങ് ആണ്. ഓക്കെ, നമുക്കതിനകത്ത് നോക്കാം. ഡയറ്റമേഷ്യസ് എർത്ത്. ഡയറ്റമേഷ്യസ് എർത്ത്, ഡയറ്റം എന്ന് പറയുന്ന ഒരു ക്രൈസോഫൈറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന ഡയറ്റമേഷ്യസ് എർത്ത്. അപ്പം ഡി. സെൽവോൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ്. സെൽവോൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസിക് പ്ലേറ്റുകളായിട്ട് കാണുന്നത് ഡൈനോഫ്ലജലേറ്റ്സിലാണ്. പ്രോട്ടീൻ റിച്ച് പെല്ലിക്കിൾ കാണുന്നത് യുഗ്ലിനോയിഡ്സിലാണ്. സാപ്രോഫിറ്റിക് പ്രോട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇതിനകത്ത് സ്ലൈം മോൾഡ് ആണ് അല്ലേ. തിയറിറ്റിക്കലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ DCBA ഫസ്റ്റ് ഓപ്ഷൻ 1. ഓക്കെ, then question number 143. One of the following is a chili variety. സ്ട്രാറ്റജി ഇതൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ വരികയാണ്. Chili variety which is resistant to chili mosaic virus, tobacco mosaic virus and leaf curl developed in our country. ഏതാ? ഹിമഗിരി. ഹിമഗിരി വീറ്റ് ആണ്. പ്യൂസ സദാബഹാർ ആണ് ചില്ലിയുടെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു വെറൈറ്റി പഠിക്കുന്നുള്ളൂ. പ്യൂസ കോമൾ ഫ്ലാറ്റ് ബീൻ വെറൈറ്റി ആണ്. അല്ല, പ്യൂസ കോമൾ കൗപ്പി നോട്ട് ഫ്ലാറ്റ് ബീൻ, കൗപ്പി വെറൈറ്റി ആണ്. പ്യൂസ ശുഭ്ര കോളിഫ്ലവർ വെറൈറ്റി ആണ്. അപ്പോൾ പ്യൂസ സദാബഹാർ അവിടെയും കുറച്ച് നമ്മൾ കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 144. Extra genomic genetic material found in prokaryotic organism like bacteria, extra chromosomal DNA, plasmid അല്ലേ. മീസോസോമോ ന്യൂക്ലിയോഡോ ക്രോമാറ്റോഫോറോ ഒന്നും അല്ല, പ്ലാസ്മിഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 145.
The middle lamellae is a layer which holds or glue the different neighboring cells together mainly of. Middle lamella is made up of mainly calcium pectate and magnesium pectate ആണ്. അപ്പോൾ മെയിൻലി കാൽഷ്യം പെക്റ്റേറ്റ് ആണ്, magnesium pectate ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കാൽഷ്യം പെക്റ്റേറ്റ്, ഓപ്ഷൻ 2. Then question number 146. A naturally occurring phenomenon that is responsible for heating of Earth's surface and atmosphere. ഏതാ ആരാ ചെയ്യുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലേ? അപ്പോൾ ഇഫക്റ്റ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഓക്കെ, ബാക്കി ഓപ്ഷനൊന്നും എന്തായാലും അതുമായിട്ട് ചേരുന്നതേ അല്ല. അപ്പോൾ അത് കാരണം നമുക്ക് സുഖമായിട്ട് സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരാം. അതൊന്നും ആരും തെറ്റിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 147. Pioneer species in Xerox succession which are able to secrete acids to dissolve rocks helping in weathering and soil formation. Xerox successionൽ ആദ്യത്തെ ആളാരാണ്? പൈനിയർ സ്പീഷീസ് ലൈക്കൻസ് ആണ് അല്ലേ? ലൈക്കൻസ്. ഓക്കെ, അതും തെറ്റിക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല. Then question number 148. Find out the pairs which are correctly matched with respect to estivation of petals. Okay, estivation of petals. China rose petals valvate അല്ല, ട്വിസ്റ്റഡ് ആണ്. കോട്ടൺ ട്വിസ്റ്റഡ് ആണ്, കറക്റ്റ് ആണ്. ഗുൽമോഹർ ഇംബ്രിക്കേറ്റ് ആണ്, ശരിയാണ്. കാഷ്യ വെക്സ്ലറി അല്ല, കാഷ്യയിൽ ഇംബ്രിക്കേറ്റ് ആണ്. അപ്പോൾ ഇവിടെ 2ഉം 3ഉം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അതല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ട കറക്റ്റ്ലി മാച്ച് 2 and 3 ആണ്. 2 and 3 എന്ന് പറയുന്ന തേർഡ് ഓപ്ഷൻ. ഓക്കെ, then question number 149. Select the false statement from the following. In roots, the protoxylem lies towards periphery. ഓക്കെ, റൂട്ടിൽ സ്റ്റീൽ ആലോചിച്ച് നോക്കിയേ. ഡൈക്കോട്ട് റൂട്ടായാലും മോണോക്കോട്ട് റൂട്ടായാലും റേഡിയൽ അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലർ ടിഷ്യൂ ആണ്. സൈലം എക്സാർക്ക് ആണ്. എക്സാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? പ്രോട്ടോസൈലം പെരിഫറിയിലേക്കും മെറ്റാസൈലം സെൻട്രലിലേക്കും. അപ്പോൾ പേസൈക്കിളിനെ ഫേസ് ചെയ്താണ് പ്രോട്ടോസൈലം. അപ്പോൾ ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ എന്തായിരുന്നു? ഇൻ റൂട്ട്സ് ദ പ്രോട്ടോസൈലം ലൈസ് ടുവേഴ്സ് പെരിഫറി ആൻഡ് മെറ്റാസൈലം ലൈസ് ടുവേഴ്സ് ദ സെൻറ്റർ. ദാറ്റ് ഇസ് ആൻസർ. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ അതിനകത്ത് എന്താ തെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 150. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു ഏർലി എക്സ്പെരിമെന്റ്സ് concerned with photosynthesis is wrongly matched? Jan Ingenhouse showed that sunlight is essential for photosynthesis. ശരിയാണ്. Julius von Sachs proved that plants produce glucose when they grow. സ്റ്റാർച്ച് ആയിട്ട് സൂക്ഷിച്ച് വെക്കുന്നു ഒക്കെ അദ്ദേഹമാണ് പറഞ്ഞത്. ജോസഫ് പ്രിസ്ലി ആണ് showed that plants release oxygen. മറ്റേ ബെൽജാർ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തത്. TW Angelman demonstrated that carbon dioxide is essential for photosynthesis. അത് ചെയ്തത് മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ്. മോൾസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അത് ചെയ്തത്. TW Angelman റെഡ് ലൈറ്റിലും ബ്ലൂ ലൈറ്റിലുമാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷൻ സ്പെക്ട്രം ഒക്കെ വരച്ച ആളാണ്. അപ്പോൾ 4 ആണ് മിസ് മാച്ച്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോട്ടണി പോർഷനിലെ ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ തീർന്നു. പക്ഷേ സുവോളജി പോർഷനിൽ നമുക്ക് കുറച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 23-24ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ, സുവോളജി പോർഷനിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുക്കാം. നമ്പർ 153 നമുക്ക് തുടങ്ങേണ്ടത്. മെഷറിംഗ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD ഈസ് മെത്തേഡ് യൂസ്ഡ് ഫോർ. BOD എന്ന് പറയുമ്പോൾ വാട്ടറിൽ എത്രത്തോളം ഓർഗാനിക് കണ്ടന്റ് കൂടുതലായിട്ടുണ്ടോ അത്രത്തോളം മൈക്രോബ്സിന് ഡീകേ ചെയ്യേണ്ടി വരും, അത്രത്തോളം ഓക്സിജൻ വെള്ളത്തിൽ നിന്ന് എടുക്കേണ്ടി വരും, അത്രത്തോളം BOD കൂടുതലായിരിക്കും. ഇത്രയും കാര്യം അറിഞ്ഞു വെച്ചിട്ട് വേണം നോക്കാൻ. എസ്റ്റിമേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ് വാട്ടർ, ദാറ്റ് ഇസ് ആൻസർ. വർക്കിംഗ് ഔട്ട് ദ എഫിഷ്യൻസി ഓഫ് ഓയിൽ ഡ്രിവൻ, അതൊന്നും അല്ലല്ലോ. മെഷറിംഗ് ദ ആക്ടിവിറ്റി ഓഫ് സക്കാരോമൈസിസ് സെർവീസി, അതുമായിട്ട് ഒരു ബന്ധവുമില്ല. വർക്കിംഗ് ഔട്ട് ദ എഫിഷ്യൻസി ഓഫ് RBC, പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ 1 ആണ് ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ദെൻ നമുക്കിനി ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നമ്പർ 154 ആണ്. മൊണാസ്കസ് പർപ്യൂരിയസ് ഈസ് എ ഈസ്റ്റ് യൂസ്ഡ് കമേഴ്ഷ്യലി ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് statins ഉണ്ടാക്കുന്ന ഒരു ഈസ്റ്റ് ആണ് മൊണാസ്കസ് പർപ്യൂരിയസ്. Statins are used for lowering the
blood cholesterol. Blood cholesterol lowering statins, fourth option. Okay. Next question വന്നിട്ട് നമുക്ക് 156 ആണ്. 156 direct question ആണ്. Yeast is used in the production of തന്നിരിക്കുന്നതിൽ ഏതാ? ബ്രെഡ് ആൻഡ് ബിയർ. അതുകൊണ്ടല്ലേ പ്രൂവേഴ്സ് ഈസ്റ്റ്, ബേക്കേഴ്സ് ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത് അല്ലേ? Then question number 157, a good producer of citric acid Aspergillus niger. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഫസ്റ്റ് ഓപ്ഷൻ. Then question 158, which one of the following is not applicable to RNA? 5' and 3' hydroxyl end. കാര്യം ഡി എൻ എ ആയാലും ആർ എൻ എ ആയാലും പോളിന്യൂക്ലിയോട്ടൈഡ് സ്റ്റാൻഡുകൾ ഒരുപോലെ തന്നെയല്ലേ, ന്യൂക്ലിയോട്ടൈഡുകൾ തന്നെയല്ലേ? അപ്പോൾ അത് അല്ല, നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെട്രോസൈക്ലിക് നൈട്രോജിനസ് ബേസസ് പ്യൂരിനും പിരമിഡിനും തന്നെയാണ്. ചാർഗ്യാഫ് റൂൾ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കബിൾ ആണ്. പിന്നെ ടി ആർ എൻ എ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ പോലും ആ ഒരു മോളിക്യൂളിനകത്ത് ബേസ് പെയറിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചാർഗ്യാഫ് റൂളേ നമുക്ക് പറയാൻ പറ്റും. ചില കുട്ടികൾക്ക് ഇത് ഒരു ഡൗട്ട് വരും, പക്ഷെ നമുക്ക് ചാർഗ്യാഫ് റൂൾ. ഓക്കെ. Then question number 159, a pleiotropic gene. One gene controls more than one character, that is a pleiotropic gene. Phenylketonuria അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ it is a gene evolved during Pliocene. അല്ല. Controls a trait only in combination with another gene. അല്ല. Controls multiple traits in an individual. Is expressed only in primitive plants. Third option ആണ് ആൻസർ. അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യനുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 161 ആണ്. A colorblind man marries a woman with normal sight who has no history of color blindness in her family. Okay, a colorblind man. അപ്പോൾ X-linked recessive disorder ആണ്. അപ്പോൾ colorblind man നമുക്ക് സ്മോൾ സി ഇങ്ങനെ ഞാൻ ഇടാവേ, റിസസീവ് അലീലിനെയാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ colorblind man marries a normal woman who has no history of color blindness. അപ്പോൾ woman ഹോമോസൈഗസ് ഡോമിനന്റ് ആയിരിക്കും ആണല്ലോ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദർ ഗ്രാൻഡ്സൺ ബീയിങ് കളർ ബ്ലൈൻഡ് എന്നാണ് ഇവർക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. ഗ്രാൻഡ്സൺ എന്ന് പറയുമ്പോൾ ഇവരുടെ ആൺകുട്ടി വഴിയുമാകാം പെൺകുട്ടി വഴിയുമാകാം എന്നാണ്. അപ്പം നമ്മൾ ഇതിൽ ഏത് ഗ്രാൻഡ്സണിനെയാണ് എടുക്കുന്നതെന്നുള്ളതാണ് ഇപ്പോഴത്തെ അന്ന് ക്വസ്റ്റൻ ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ അതായിരുന്നേ. അപ്പം നമ്മൾ എടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പം ഇവരുടെ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും കാരിയർ ഫീമെയിൽ അല്ലേ, കാരിയർ ഫീമെയിലും അതുപോലെ തന്നെ കാരിയർ ഫീമെയിലും നോർമൽ മെയിലുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോർമൽ എടുക്കണ്ട, കാരണം എത്രത്തോളം കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ അലിയിൽ അടുത്ത ജനറേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഒന്ന് എടുത്താൽ മതി. അപ്പം നമുക്ക് ഇവരുടെ പെൺകുട്ടിയുടെ മകനെ ഗ്രാൻഡ് സൺ ആക്കാം. അപ്പം ഇങ്ങനെയൊന്നും ക്ലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല എങ്കിൽ നമുക്ക് ആ തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരുവേ. അപ്പം ഇവരുടെ മകൻ എന്ന് പറയുമ്പോൾ നമ്മൾ അന്നേരം എടുക്കേണ്ടത് കളർ ബ്ലൈൻഡ് ഫാദറിനെ ആണോ നോർമൽ ഫാദറിനെ ആണോ എന്ന് പിന്നെയും നമുക്ക് ഡൗട്ട് വരും. കാരണം ഫാദർ ആരാന്ന് പറയണില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. ഏത് ഫാദർ ഇടണം? കളർ ബ്ലൈൻഡ് ഫാദർ തന്നെ ഇടാം കേട്ടോ. കളർ ബ്ലൈൻഡ് ഫാദർ ഇട്ടാൽ ഇവരുടെ കുട്ടികളെന്ന് പറയുമ്പോൾ കാരിയർ പെൺകുട്ടി ഉണ്ടാവുന്നുണ്ട്. പെൺകുട്ടിയെ നമ്മൾ നോക്കണ്ട. പിന്നെ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൺകുട്ടിയാണ് ഉണ്ടാകുന്നത് അല്ലേ. കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൺകുട്ടി നോക്കിയാ ഒന്നുകൂടെ. കാരിയർ പെൺകുട്ടിയും കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൺകുട്ടിയും. അപ്പോൾ 50% ആണ് വരുന്നത്, 0.5. പിന്നെ നമുക്കല്ല ഇനി നോർമൽ ആയിട്ടുള്ള ആള് എന്നുള്ള രീതിക്ക് നമുക്ക് അങ്ങനെ എടുത്ത് നോക്കിയാലോ, ഇങ്ങനെ എടുത്ത് നോക്കിയാലോ. പ്രോബബിലിറ്റി ഓഫ് ദർ ഗ്രാൻഡ് സൺ ബീങ് കളർ ബ്ലൈൻഡ് എന്നല്ലേ. ഓക്കെ, അപ്പം എങ്ങനെയാ വരിക? അപ്പോഴും 50% കളർ ബ്ലൈൻഡ് ആൺകുട്ടിക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ 0.5 ആണ് ആൻസർ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആൻസർ കീയിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ആൻസർ കീ നിങ്ങൾക്ക് തെറ്റായിട്ടാണ് തന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ആൻസർ ശരിക്കും 0.5 ആണ്. അത് കറക്റ്റ് ചെയ്തോണേ. അന്ന് പരീക്ഷയ്ക്ക് ഒരു 0.5 തന്നെയാണ് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇവരുടെ ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ അച്ഛൻ വഴിയുള്ളതാണോ അതോ അമ്മ വഴിയുള്ളതാണോ, സോറി അങ്ങനെയല്ല, മകൻ വഴിയുള്ള ഗ്രാൻഡ് സൺ ആണോ മകൾ വഴിയുള്ള ഗ്രാൻഡ് സൺ ആണോ എന്നുള്ളതൊരു ചെറിയ കൺഫ്യൂഷൻ വരും. അപ്പം നമ്മളെപ്പോഴും രണ്ട് അലീലുകളും അടുത്ത ജനറേഷനിലേക്ക് പോകത്തക്ക രീതിയിലുള്ളൊരു ജീനോ ടൈപ്പ് വേണം നമ്മളവിടെ എടുക്കാൻ. അപ്പം അത് മകളല്ലേ പറ്റുള്ളൂ. ശരി, അപ്പോൾ 0.5 ആണ് എൻ്റെ ആൻസർ. കറക്റ്റ് ചെയ്ത് നോക്കണേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 162. 162, the species confined to a particular region and not found elsewhere is termed as endemic species. എളുപ്പം അല്ലേ, endemic. Then
Question number 163. Cryopreservation. Liquid nitrogen minus 196 degrees Celsius സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് cryopreservation എന്ന് പറയുന്നത്. Of gametes of threatened species in viable and fertile condition can be referred to as ex situ conservation ആണ് കേട്ടോ. ex situ conservation. ബാക്കി തന്നിരിക്കുന്നത് sacred groove in situ ആണ്. in situ cryoconservation of biodiversity. cryopreservation in situ ആയിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം നമുക്ക് advanced ex situ conservation option 1 കേട്ടോ. പിന്നെ വരുന്ന question number 165 ആണ്. High value of BOD, biochemical oxygen demand, indicates that നമ്മൾ already ഡിസ്കസ് ചെയ്തതാണ് water is highly polluted. വേറൊന്നും വരില്ലല്ലോ അല്ല. Water is highly polluted. What is less polluted? Consumption of organic matter in the water is higher by the microbes. Higher value of BOD. Consumption of organic matter in the water is higher by the microbe. Water is pure. ഇപ്പോൾ ഇതെന്തായാലും വരില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു കൺഫ്യൂഷൻ വരുമായിരിക്കും അല്ലെ. ഈ ഒരു ഓപ്ഷൻ കൺസംഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ദ വാട്ടർ ഈസ് ഹയർ. എത്ര ഓർഗാനിക് മാറ്റർ എന്ന് പറയണില്ല. മൈക്രോബുകൾ ഒത്തിരി ഓർഗാനിക്കിനെ കൺസ്യൂം ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ എത്ര ഓർഗാനിക് ഉണ്ടെന്ന് പറയുന്നില്ലല്ലോ. കൂടുതലാണോ കുറവാണോ എന്ന് പറയുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് വാട്ടർ ഇസ് ഹൈലി പൊല്യൂട്ടഡ് എന്നുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഹൈ വാല്യൂ ഓഫ് BOD വരാൻ കാരണം വാട്ടർ ഈസ് ഹൈലി പൊല്യൂട്ടഡ്. ഇത് കൺസംഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ദ വാട്ടർ ഈസ് ഹയർ ബൈ ദ മൈക്രോബ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ നമുക്ക് ഓർഗാനിക് മാറ്റർ ഹൈ എമൗണ്ടിലുണ്ട് എന്നും കൂടെ തന്നെങ്കിലേ നമുക്കത് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ അതുകൊണ്ട് 1 തന്നെയാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കേട്ടോ. അടുത്ത question number 167 ആണ്. The movement of a gene from one linkage group to another is called. ഇത് ഔട്ട് സിലബസ് ആണ്, പക്ഷെ ഒരിക്കൽ നീറ്റിന് വന്നതാണ്. ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോമലോഗസ് പെയറിനെയാണ് നമ്മൾ ഒരു ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഫീമെയിലൊക്കെ 23 ലിങ്കേജ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ലിങ്കേജ് ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ലിങ്കേജ് ഗ്രൂപ്പിലേക്ക് ജീനുകൾ പോകുന്നത്, അങ്ങനെ പോകുന്നത് മ്യൂട്ടേഷനാണ്. അങ്ങനെ സാധനം പോകാറില്ലല്ലോ. ജീനുകളുടെ ക്രോസിംഗ് ഓവറാണ് നടക്കുന്നത്. അത് വിത്തിൻ എ ലിങ്കേജ് ഗ്രൂപ്പാണ്. ഇതൊരു ലിങ്കേജ് ഗ്രൂപ്പാണ്, ഹോമോലോഗസ് പെയർ. ഇതിനകത്തുള്ള 2 ക്രോമസോംസ് തമ്മിലാണ് അലീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിംഗ് ഓവറിന് വിധേയമാകുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് അത് വേറൊരിടത്തേക്ക് പോകുന്നുവെങ്കിൽ അത് മ്യൂട്ടേഷനാണ്. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നൊരു മ്യൂട്ടേഷനാണ് കേട്ടോ. നമുക്ക് ശരിക്കും ട്രാൻസ്ലൊക്കേഷൻ പഠിക്കാനില്ല, അതുകൊണ്ട് വലിയ ബോധർ ചെയ്യണ്ട. പോട്ടെ. അടുത്ത question number 168. Gene regulation governing lactose operon of E. coli that involves the LAC-I gene product is. LAC-I gene, inhibitor gene ആണ്, regulatory gene ആണ്. അതുണ്ടാക്കുന്ന പ്രോട്ടീൻ റെഗുലേറ്റർ പ്രോട്ടീൻ ഒരു റിപ്രസർ പ്രോട്ടീൻ ആണ്. അത് ഓപ്പറേറ്റർ സീക്വൻസിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് ലാക്കോപ്രോണിനെ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നെഗറ്റീവ് റെഗുലേഷൻ ആണ്. പിന്നെ ഇൻഡ്യൂസിബിൾ ആണ്. ഇൻഡ്യൂസിബിൾ ആവാൻ കാരണം മെറ്റബോളൈറ്റ് ആയ ലാക്ടോസിന് ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്ത് ലാക്കോപ്രോൺ സ്വിച്ച് ഓൺ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ആണ്, ഇൻഡ്യൂസിബിളും ആണ്. ബിക്കോസ് റിപ്രസർ പ്രോട്ടീൻ പ്രിവെൻസ് ട്രാൻസ്ക്രിപ്ഷൻ. ദാറ്റ് ഈസ് ആൻസർ. നെഗറ്റീവ് ആൻഡ് റിപ്രസിബിൾ അല്ല, നെഗറ്റീവ് ആൻഡ് ഇൻഡ്യൂസിബിൾ ആണ്. ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഇതിനകത്ത് ഇല്ല. ബീറ്റാ ഗാലക്ടോസിഡേസ് ക്യാൻ സ്വിച്ച് ഓഫ്, ഒരിക്കലും ഇല്ല. പോസിറ്റീവ് ആൻഡ് ഇൻഡ്യൂസിബിൾ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ബൈ ലാക്ടോസ്. പോസിറ്റീവ് എന്ന് പറയുന്ന പോസിറ്റീവ് റെഗുലേഷൻ നമുക്ക് പഠിക്കാനില്ല. പോസിറ്റീവ് റെഗുലേഷൻ വേറൊരു പ്രോട്ടീൻ ഉണ്ട്, ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട്, കാറ്റബിളൈറ്റ് ആക്ടിവേറ്റർ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് വേറൊരു പ്രോട്ടീൻ വേറൊരു ഓപ്രോണിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട്. അത് വേറൊരു ഓപ്രോണിൽ ഉണ്ടാവുക, പക്ഷെ അത് നേരെ ഉണ്ടായി നേരെ ലാക്കോപ്രോണിൽ വന്നിട്ട് അയാൾ കാരണമാണ് ലാക്കോപ്രോൺ സ്വിച്ച് ഓൺ ആവുന്നത്. അപ്പം അതാണ് പോസിറ്റീവ് റെഗുലേഷൻ, നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ അല്ലാതെ ഇൻഡ്യൂസിബിൾ ആയതുകൊണ്ടല്ല കേട്ടോ. അപ്പം ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ. പിന്നെ ഇനി വരുന്ന 169 ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോത്ത് പെയർസ് ഹാവ് കറക്റ്റ് കോമ്പിനേഷൻ. ഓക്കെ. ഇൻസിറ്റു കൺസർവേഷൻ അല്ല ക്രയോപ്രിസർവേഷൻ, ഇൻസിറ്റു അല്ല സീഡ് ബാങ്ക്, ഇൻസിറ്റു അല്ല ടിഷ്യൂ കൾച്ചർ. എളുപ്പമുണ്ട് കണ്ടുപിടിക്കാൻ. ഇൻസിറ്റു കൺസർവേഷൻ ആണ് നാഷണൽ പാർക്ക്, എക്സിറ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ. സോ ഫോർത്ത് ഓപ്ഷൻ ആണ്. So question number 170. Multiple alleles are present at different loci on the same chromosome. At different loci on the at the same locus of the chromosome. ഒരു ക്രോമസോമിന്റെ സെയിം ലോക്കസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ എടുക്കേണ്ടത്. കാരണം മൾട്ടിപ്പിൾ അലീൽസ് എന്തായാലും ഒരു ഇൻഡിവിജ്വലിൽ പറയുന്ന അല്ല, ഒരു പോപ്പുലേഷനിലാണ്. അതുകൊണ്ട് ഓപ്ഷൻ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പോപ്പുലേഷനിലാണെന്നുള്ള അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ഒരു പോപ്പുലേഷനിലെ എല്ലാ ഇൻഡിവിജ്വൽസിലും ഒരേ ക്രോമസോമിൽ ഒരേ സൈറ്റിൽ കാണുന്ന ജീനുകളെ ആണ് നമ്മൾ ഒരു ജീനിന്റെ പല പല അലീലുകൾ എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ അലീൽസ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ദ ആൻസർ, സെക്കൻഡ് ഓപ്ഷൻ. ഇനിയുണ്ടല്ലോ question number 174. Which one of the following statements is incorrect?
Okay, in competitive inhibition, the inhibitor molecule is not chemically changed by the enzyme. Inhibitor molecule is not chemically changed by the enzyme. ഇല്ല, ഇൻഹിബിറ്റർ മോളിക്യൂൾ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് അനലോഗ് ആണ്, കാണാൻ സബ്സ്ട്രേറ്റിനെ പോലെ ഇരിക്കുന്നേ ഉള്ളൂ. ശരിയാണ്. The competitive inhibitor does not affect the rate of breakdown of the enzyme substrate complex. Does not affect the rate of breakdown of. ഇല്ല, അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. സബ്സ്ട്രേറ്റിനെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കുകയില്ല. അതാ അപ്പോൾ അതൊന്നും ശരിയാണ്. ദ പ്രസൻസ് ഓഫ് ദ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ഡിക്രീസസ് ദ KM ഓഫ് ദ എൻസൈം. ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് ഇൻഹിബിറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ സബ്സ്ട്രേറ്റ് കൊടുത്താലേ KM വാല്യൂ കൂടുതൽ സബ്സ്ട്രേറ്റ് കൊടുത്താലേ Vmax/2 എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ആണ് ഇൻകറക്റ്റ്. ഡിക്രീസസ് അല്ല, ഇൻക്രീസസ് ആണ്. എ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ റിയാക്ട്സ് റിവേഴ്സിബിളി വിത്ത് ദ എൻസൈം ടു ഫോം ആൻ എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ്. ശരിയാണ്. അപ്പോൾ തേർഡ് ഓപ്ഷൻ ആണ് ആൻസർ. ഇനിയുണ്ടല്ലോ 176 ഉണ്ട്. ഇനിയുണ്ട്, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ സോളജി പോർഷനിൽ വരുന്നുണ്ട്. 176, ദ എർത്ത് സമ്മിറ്റ് ഹെൽഡ് ഇൻ റിയോ ഡി ജാനറോ ഇൻ 1992 വാസ് കോൾഡ്. എന്തിനാണ്? അവിടെ നമുക്ക് കാര്യം എന്താണെന്നറിയാം, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓപ്ഷനിലേക്ക് വരാവുന്നതാണ്. ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണ് മെയിനായിട്ട് പറയുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 180. കോൺകനവാലിനെ ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്, ഒരു ലെക്റ്റിൻ ആണ്. ലെക്റ്റിൻ ആണ് ഈ ലെക്റ്റിൻ. തേർഡ് ഓപ്ഷൻ. അടുത്ത, which one of the following, question number 181 ആണ്, which one of the following equipments is essentially required for growing microbes on a large scale for industrial production of enzyme? ബിയോഡി ഇൻക്യുബേറ്റർ അതൊന്നും എന്തായാലും വരില്ലല്ലോ, കാരണം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് എൻസൈം ആണ്, അതും ലാർജ് സ്കെയിൽ ആണ്, അതും മൈക്രോബുകളെ ഉപയോഗിക്കുന്നത് ബയോറിയാക്ടേഴ്സിനകത്ത് വെച്ചിട്ടാണ്. സോ ഫോർത്ത് ഓപ്ഷൻ. Okay, then next question number 182. Select the incorrect statement. Inbreeding decreases homozygosity. അല്ല, ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അല്ല, ശരിയാ, ഇൻക്രീസ് ചെയ്യുക. ശരിയാ. ഇൻബ്രീഡിംഗ് ഇസ് എസെൻഷ്യൽ ടു ഇവോൾവ് പ്യുവർ ലൈൻസ് ഇൻ എനി ആനിമൽ. ഇത് ആനിമൽ ബ്രീഡിങ്ങിൽ വരുന്ന ക്വസ്റ്റൻ ആണ്. അത് പോട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ടണിയിലും നമുക്ക് പറയാം, സെൽഫിങ് എലിമിനേറ്റ്സ് ഹാംഫുൾ റെസസീവ് ജീൻസ് ദാറ്റ് ഇൻക്രീസ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ സോളജി ടീച്ചറും അത് പറയും കേട്ടോ. നമുക്ക് ബോട്ടണിയിലും പറയാവുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റൻ നമ്പർ 183. സെലക്ട് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് ബയോകൺട്രോൾ ഏജൻറ്റ്സ്. ബയോകൺട്രോൾ ഏജൻറ്റ്സ് ബാസിലസ് തുറിഞ്ചിയൻസിസ് ബയോകൺട്രോൾ ഏജന്റ്. ഓക്കെ, ടുബാക്കോ മൊസൈക്ക് വൈറസ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, അഫിഡൊന്നും നമ്മൾ ഉപയോഗിക്കുകയല്ലോ. ട്രൈക്കോഡർമ ഉപയോഗിക്കുന്നുണ്ട്, ബാക്ലോ വൈറസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ബാസിലസ് തുറിഞ്ചിയൻസിസും ശരി. ഓസ്ലറ്റോറിയം നമ്മൾ ഉപയോഗിക്കില്ല. റൈസോബിയം ഒക്കെ നമ്മൾ ബയോ ഫെർട്ടിലൈസറായിട്ടാണ് ഉപയോഗിക്കുന്നത്. നോസ്റ്റോക്ക്, അസോസ്പെർലം ഇതെല്ലാം ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പോൾ 2 ആണ് ആൻസർ. അതാ കറക്റ്റ് കോമ്പിനേഷൻ വരുന്നത്. ദെൻ 187 ഉണ്ടല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. 187. ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെഫറൻസ് ടു ലിപ്പിഡുകളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ ഫ്രം the option given below. അത് എനിക്ക് തോന്നുന്നു ചൂസ് എ കറക്റ്റ് ആൻസർ, അതായത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പറയാനാണ്. ലിപ്പിഡ്സ് ഹാവിംഗ് ഓൺലി സിംഗിൾ ബോണ്ട് ആർ കോൾഡ് അൺസാച്ചുറേറ്റഡ്. അല്ല, അൺസാച്ചുറേറ്റഡിൽ എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ അത് തെറ്റ്. ലെസത്തിൻ ഈസ് എ ഫോസ്ഫോലിപ്പിഡ്, മെംബ്രെയിൻ ലിപ്പിഡ് ആണ് ശരി. അപ്പോൾ ബി ശരിയാണ്. ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈൻ ആണ് ഗ്ലിസറോൾ. ശരിയാ, 3 OH ഗ്രൂപ്പുള്ള ആൽക്കഹോളാണ്, പ്രൊപ്പൈൻ ആണ് ശരി. പാൽമിറ്റിക് ആസിഡ് ആസ് 20 കാർബൺ ആറ്റം അല്ല, പാൽമിറ്റിക് ആസിഡിൽ 16 കാർബൺ ആറ്റം അല്ലേ ഉള്ളേ അല്ലേ. അപ്പോൾ അത് തെറ്റ്. അപ്പോൾ ആൻസർ ചെയ്താൽ ബി ആൻഡ് സി ആണ്, ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 189 നമുക്ക് വരുന്നുണ്ട്. 89. ഓക്കെ, വിച്ച് ഈസ് ദ ഓൺലി എൻസൈം ദാറ്റ് ഹാസ് capability to catalyze elongation in the process of transcription in prokaryotes. ട്രാൻസ്ക്രിപ്ഷനിലെ ഇനിഷ്യേഷനും ടെർമിനേഷനും RNA polymerase enzyme catalyze ചെയ്യുന്നില്ല, ഇലോങ്ങേഷന് മാത്രമാണ് ചെയ്യുന്നത്. DNA dependent RNA polymerase enzyme അല്ലേ. Then question number 194. Which one of the following statements about histones is wrong? Histones carry positive charge. Correct. അത് correct ആണ്. Histones are organized to form a unit of 8 molecule. Histone octamer ശരിയാണ്. The pH of histones is slightly acidic. തെറ്റാണ്. Histone proteins are basic proteins അല്ലേ. ബേസിക് ലൈസീൻ ആൻഡ് അർജിനൈൻ റിച്ച് ആണ്, ബേസിക് ആണ്. അപ്പോൾ അതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്, അതാണ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ഒരെണ്ണം കൂടെയാണ് നമുക്കുള്ളത്. 198. The E. coli cells with N15 in double-stranded DNA are incubated in medium containing N40 nucleotide. Okay, after 60 minutes, how many E. coli cells will have DNA totally free from
N15 അതിന് ഓപ്ഷൻ്റെ ചെറിയൊരു കറക്ഷനുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ 0 വേണ്ട, 4, 6, 8, 2 അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ആഫ്റ്റർ 60 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 40 മിനിറ്റ്സ് വരെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റിലും ഉണ്ട്. 60 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര DNA മോളിക്യൂളാണ്? 8 DNA മോളിക്യൂൾ, അത് 8 സെല്ല്. അപ്പോൾ 8 സെല്ലിൽ 2 എണ്ണത്തിന് ഹൈബ്രിഡ് DNA-യും 6 എണ്ണത്തിന് ലൈറ്റ് DNA-യുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ N15 ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് DNA മാത്രം, N14 മാത്രം. സോ സെക്കൻഡ് ഓപ്ഷൻ, അത് 6 ആക്കി എടുത്തോണേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടണി പോർഷനിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സുവോളജി ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുവോളജി ക്വസ്റ്റ്യൻസുമായിട്ട് ടീച്ചർ ഇപ്പോൾ വരും കേട്ടോ, വെയിറ്റ് ചെയ്യണേ. അതും കൂടെ കേട്ട് കാര്യങ്ങളെല്ലാം നല്ലോണം മനസ്സിലാക്കി all the best. Okay, goodbye. Good evening, my dear students, my future doctors. Welcome to Rank Booster Series. സുവോളജി ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പ് വന്ന ശ്രീവിദ്യ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 151 റെഡിയാകുക, മിസ്സിൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻ ചെയ്തു പോകണം. Evolution of different species in a given area starting from a point and spreading to other geographical area is known as. ഇത് എവല്യൂഷനിലെ അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ അതേ ഡെഫിനിഷൻ എടുത്തിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ട. ദ ഓപ്ഷൻ 1 is the right answer, adaptive radiation. ഓപ്ഷൻ 1 ആണ്. അതായത് എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അതേ ഡെഫിനിഷനാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നാച്ചുറൽ സെലക്ഷൻ, നേച്ചർ സെലക്ട് ചെയ്യുക, അതല്ല. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, അതല്ല. ഡൈവേർജന്റ് എവല്യൂഷൻ. വാട്ട് ഈസ് ഡൈവേർജന്റ് എവല്യൂഷൻ? സിമിലർ സ്ട്രക്ചർ എലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഡ്യൂ ടു അഡാപ്റ്റേഷൻസ് ടു ഡിഫറെൻറ്റ് നീഡ്സ്, അതാണ് ഡൈവേർജന്റ് എവല്യൂഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡെഫിനിഷൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1, adaptive radiation. The next question number 152. Common cold differs from pneumonia in that. ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓപ്ഷൻ 1, pneumonia is a communicable disease. Yes, it is a communicable disease. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴി. അല്ലെങ്കിൽ ആ ന്യൂമോണിയ ഉള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ പേഴ്സൺ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ഡ്രോപ്ലെറ്റ്സ് പുറത്തേക്ക് തെറിക്കാം, അങ്ങനെ അത് സ്പ്രെഡ് ചെയ്യാം. Then, whereas common cold is a nutritional deficiency disease. Common cold ഒരിക്കലും nutritional deficiency disease അല്ല. It is a viral disease. അപ്പോൾ ഓപ്ഷൻ തെറ്റ്. Pneumonia can be prevented by a live attenuated bacterial vaccine. Live attenuated എന്ന് പറയാറില്ല. Attenuated എന്ന് പറഞ്ഞാൽ inactivated അല്ലെങ്കിൽ weak pathogen. അപ്പോൾ തെറ്റാണ്.
whereas the common cold has no effective vaccine. Common cold in effective vaccine ഒന്നുമില്ല. പക്ഷെ നമ്മൾ ന്യൂമോണിയയുടെ കാര്യത്തിൽ ലൈവ് അറ്റുനേറ്റഡ് എന്ന് പറഞ്ഞത് കാരണം ആ ഓപ്ഷൻ തെറ്റ്. Then 3, pneumonia is caused by a virus. Pneumonia is caused by a bacterium. Haemophilus influenzae or Streptococcus pneumoniae. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തെറ്റായിട്ട് എടുക്കാം. Then option 4, pneumonia pathogen infects alveoli, whereas the common cold affects nose and respiratory passage but not the lungs. ന്യൂമോണിയ ആൽവിയോളെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതേസമയം കോമൺ കോൾഡ് നോസിനെ റെസ്പിറേറ്ററി പാസേജിനെയാണ്, ബട്ട് നോട്ട് ദ ലങ്സ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 155. Malfunctioning of adenohypophysis may badly affects the functions of. Adenohypophysis എന്ന് പറയുന്നത് posterior pituitary. Posterior pituitary secrete ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാ? ഗ്രോത്ത് ഹോർമോൺ, TSH, ACTH, LH, FSH, MSH. ഇത് ആക്ട് ചെയ്യുന്ന ടാർഗറ്റ് ഓർഗൻസ് ഉണ്ടോ എന്ന് ഇതിൽ നോക്കുക. ഓപ്ഷൻ 1 അഡ്രീനമെഡുല്ല. അഡിനോഹൈപ്പോഫൈസിസ് അഡ്രീനമെഡുല്ലയിൽ ആക്ട് ചെയ്യത്തില്ല. അപ്പൊ ഇറ്റ്സ് റോങ്. ഗൊണാഡിൽ എഫക്ട് ചെയ്യാം. ടെസ്റ്റിസ് ആൻഡ് ഓവറി. ഗൊണാഡിൽ എഫക്ട് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് LH-ഉം FSH-ഉം, ലൂട്ടനൈസിംഗ് ഹോർമോൺ ആൻഡ് FSH ഹോർമോൺ. അപ്പൊ ഗൊണാഡ് കറക്റ്റ് ആണ്. തൈമസിലും പാൻക്രിയാസിലും അഡിനോഹൈപ്പോഫൈസിന്റെ ആക്ഷൻ വരുന്നില്ല. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. Then next question number 160. A jawless fish എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം സൈക്ലോസ്റ്റോംസ, ഏനാത്തായ, which lays eggs in fresh water and whose Ammocetus larvae after metamorphosis return to the ocean. സൈക്ലോസ്റ്റോംസ് ആണ്, ഏനാത്തായാണ്, is a marine form. അവരവരുടെ ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടി ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നു. ആഫ്റ്റർ ബ്രീഡിംഗ് ലാർവ ഉണ്ടായതിനു ശേഷം after metamorphosis they return to the ocean. That migration is anadromous migration. Anadromous migration കാണിച്ചിരിക്കുന്ന ഈ 4 ഓപ്ഷനിലും നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. മിക്സിൻ സൈക്ലോസ്റ്റോം ആണ്, ബട്ട് മിക്സിൻ is hermaphrodite. Its fertilization is internal. അതുകൊണ്ട് ഒരിക്കലും ഈ മൈഗ്രേഷൻ കാണിക്കത്തില്ല. ട്രൈഗൺ എന്ന് പറയുന്ന കാർട്ടിലേജനസ് ഫിഷസ് ആണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, അപ്പൊ അതല്ല. നെക്സ്റ്റ് പെട്രോമൈസോൺ എക്സിബിറ്റ് അനാഡ്രോമസ് മൈഗ്രേഷൻ. മറൈൻ ഫോം ആണ്, ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ സ്പോണിങ്ങിന് വേണ്ടി ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നത്. കറക്റ്റ് ആൻസർ ഈസ് പെട്രോമൈസോൺ. 4th ഓപ്ഷൻ കൂടെ നോക്കാം. കാർക്കാരോഡോൺ ഈസ് എ കാർട്ടിലേജനസ് ഫിഷ്. is a wrong answer. So our answer is option 3. Next question. Which of the following is not a sexually transmitted disease? ഇതിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് STD അല്ലാത്തത് ഏത്? ഓപ്ഷൻ 1 എയ്ഡ്സ് STD ആണ്, ഇറ്റ്സ് എ വൈറൽ STD. ഓപ്ഷൻ 2 ട്രൈക്കോമോണിയാസിസ് ഈസ് എ പ്രോട്ടോസോവൻ STD, ഒരു പ്രോട്ടോസോവയാണ് അത് കോസ് ചെയ്യുന്നത്. ഓപ്ഷൻ 3 മെനിഞ്ചൈറ്റിസ് ഈസ് എ വൈറൽ ഇൻഫെക്ഷൻ ഓഫ് ക്രേനിയൽ മെനിഞ്ചസ് സറൗണ്ടിങ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, അത് STD അല്ല. Then syphilis is a bacterial STD. അപ്പൊ not a STD എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 3 meningitis. Next question. Question number 166. Which of the following statement is not correct? Goblet cells are present in the mucosa of the intestine and secrete mucus. Correct. Goblet cells എന്ന് പറയുന്നത് mucus secreting cells ആണ്, mucus ആണ് secrete ചെയ്യുന്നത്. Correct. Oxendic cells are present in the mucosa stomach and secrete HCl. Oxendic cells or parietal cells. Correct. Acini are present in the pancreas and secrete carboxypeptidase. പാൻക്രിയാറ്റിക് ഗ്യാസിനെ സെക്രീറ്റ് ചെയ്യുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്, അതിലുള്ളൊരു എൻസൈമാണ് കാർബോക്സിപെപ്റ്റിഡേസ്. കറക്റ്റ്.
Parietal cells are present in the submucosa stomach and secrete pepsinogen. Pepsinogen secrete ചെയ്യുന്നത് peptic or chief cells ആണ്. Parietal cells എന്ന് പറയുന്നത് or oxyntic cells which secrete HCl and Cassell's intrinsic factor. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് ആണ്. നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 4. പെപ്സിനോജനെ സെക്രീറ്റ് ചെയ്യുന്നത് പെപ്റ്റിക് ഓർ ചീഫ് സെൽസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് animals is not viviparous? Elephant, platypus, whale, pteropus. Elephant viviparous ആണ്, whale viviparous ആണ്, pteropus viviparous ആണ്, platypus is an oviparous mammal, egg laying mammal ആണ്. അപ്പോൾ so our answer is option 2. Next question. Erythropoiesis in adult occurs. What is erythropoiesis? RBC formation പറയുന്ന പേരാണ് erythropoiesis. ഓപ്ഷൻ 1 ലിവർ, ഓപ്ഷൻ 2 സ്പ്ലീൻ. ലിവറിലും സ്പ്ലീനിലും നടക്കുന്നത് എറിത്രോപോയിസിസ് ഫീറ്റസ് സ്റ്റേജ് നടക്കുന്ന എറിത്രോപോയിസിസ്, അത് നടക്കുന്നത് ലിവറിലും സ്പ്ലീനിലുമാണ്. റെഡ് ബോൺ മാരോയിലാണ് എറിത്രോപോയിസിസ് ഇൻ അഡൽട്ട് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3. അപ്പൊ ഓപ്ഷൻ 4 കൂടെ നോക്കാം. കിഡ്നി സെക്രീറ്റ് എറിത്രോപോയിറ്റിൻ. കിഡ്നി ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും, ദാറ്റ് ഈസ് എറിത്രോപോയിറ്റിൻ, which stimulate erythropoiesis in response to low RBC count and low oxygen deficiency. Low oxygen level in the blood. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എറിത്രോപോയിസിസ് ഇൻ അഡൽട്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 റെഡ് ബോൺ മാരോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when you hold your breath, which of the following gas changes in blood would first lead to the urge to breathe? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ ബ്രീത്ത് നമ്മളിങ്ങനെ പിടിച്ചു വെച്ചാൽ പിന്നെ പെട്ടെന്ന് അതിന്റെ ബ്രീത്ത് എടുക്കാനുള്ള ഏർജ് വരുന്നത് ഈ താഴെ തന്നിരിക്കുന്ന ഏത് കണ്ടീഷനിലാണ്? ഓപ്ഷൻ 1 rising CO2 concentration, falling CO2 concentration, falling carbon monoxide concentration, falling oxygen concentration. The correct answer is option 1 rising carbon dioxide concentration. കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ കൂടുമ്പം ബ്ലഡിന്റെ pH ന് വ്യത്യാസം വരും. These changes in pH is detected by chemoreceptors in aortic arch and carotid artery, which in turn signals അല്ലെങ്കിൽ which activate respiratory rhythm center, which in turn signals the respiratory muscles. റെസ്പിറേറ്ററി മസിൽസിന് സിഗ്നൽ കൊടുക്കും പിടിച്ചു വെച്ചിരിക്കുന്ന ആ ബ്രീത്തിനെ റിലീസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീണ്ടും ബ്രീത്ത് എടുക്കും. അപ്പോൾ അതിന് കണ്ടീഷൻ ഉണ്ടാക്കുന്നത് റൈസിങ് carbon dioxide concentration. Next question. A population will not exist in Hardy-Weinberg equilibrium if. എന്താണ് Hardy-Weinberg equilibrium? Allelic frequency and genotypic frequency remain constant if generation after generation. ഓരോ ജനറേഷൻ കഴിയുന്തോറും allelic frequency അല്ലെ genotypic frequency കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. എപ്പോഴാ? There is no evolutionary forces. അവിടെ evolutionary forces ഒന്നും വരാൻ പാടില്ല. ഏതൊക്കെ evolutionary forces? മ്യൂട്ടേഷൻ, ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, റാൻഡം മേറ്റിംഗ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് അവിടെ വരുന്നില്ല എങ്കിൽ that population is in Hardy-Weinberg equilibrium. പക്ഷെ ഈ കണ്ടീഷൻസ് അവിടെ വർക്ക് ചെയ്താൽ ആ പോപ്പുലേഷനിലെ ഈക്വിലിബ്രിയം അവർക്ക് ലോസ് ആകും. അപ്പൊ അവിടെ എവല്യൂഷൻ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ 1 there are no mutation കറക്റ്റ്. മ്യൂട്ടേഷൻ ഇല്ലെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. there is no migration ഇല്ലെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. പോപ്പുലേഷൻ ഈസ് ലാർജ്. വലിയൊരു പോപ്പുലേഷൻ വന്നു കഴിയുമ്പം അവിടെ ജീനോടൈപ്പ് ഫ്രീക്വൻസി ഒന്നും വലിയ കാര്യമായിട്ട് വരത്തില്ല. അപ്പോഴും അത് ഇക്വിലിബ്രിയത്തിലാണ്. ഇൻഡിവിജ്വൽസ് മേറ്റ് സെലക്റ്റീവ്ലി. റാൻഡം മേറ്റിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻഡിവിജ്വൽസ് മേറ്റ് സെലക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ അവിടെ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ആണ്. ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വന്നു കഴിയുമ്പോൾ ജീനോടൈപ്പ് ഫ്രീക്വൻസിക്ക് വേരിയേഷൻ വരാം.
അപ്പോൾ അവിടെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടാം. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Match the following structures with their respective location in organs. Is the match the following ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കി പോകാം. ക്രിപ്സ് ഓഫ് ലബർക്യൂൻ. ക്ലിപ്സ് ഓഫ് ലബർക്യൂൻ കാണുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ. ഹെപ്പാറ്റിക് ഗ്ലോബ്യൂളിനെ സറൗണ്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ഷീത്താണ് ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ. അപ്പോൾ അത് ലിവറുമായിട്ട് കണക്റ്റഡ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുമ്പോൾ അത് എൻഡോക്രൈൻ പാൻക്രിയാസ് ആണ്. പാൻക്രിയാസുമായിട്ട് കണക്ഷൻ. ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് is present in the submucosae of the duodenum. അപ്പം നമ്മുടെ ഓപ്ഷൻ വരേണ്ടത് A3, B4, C1, D2. ഓപ്ഷൻ 3 is the correct answer. Next question. Which of the following muscular disorders is inherited? തന്നിരിക്കുന്നതിൽ ഏത് ഡിസോർഡർ ആണ് ഇൻഹെറിറ്റഡ്, ജന്മന ഉണ്ടാകുന്നത്? ടെറ്റനി. ടെറ്റിന് വരിക എന്ന് പറഞ്ഞാൽ വൈൽഡ് സ്പാസം ഇൻ മസിൽ അല്ലെ വൈൽഡ് കൺട്രാക്ഷൻസ് ഇൻ മസിൽ. അത് ഏത് സാഹചര്യത്തിലാണ് വരുന്നത്? ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറഞ്ഞു കഴിയുമ്പം ഹൈപ്പോ കാൽസ്യമിക് ആകുമ്പോഴാണ് ടെറ്റിന് കോസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ അതല്ല. മസ്കുലർ ഡിസ്ട്രോഫി is a genetic disorder. It is inherited. Is a genetic disorder. Is a progressive degeneration of skeletal muscle. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ 2. Myasthenia gravis is an autoimmune disorder. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. Botulism is a food poisoning caused by toxin produced by Clostridium botulinum എന്ന് പറയുന്ന ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഫുഡ് പോയിസണിങ് ആണ് ബോട്ടിലിസം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ അല്ല. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. മസ്കുലർ ഡിസ്ട്രോഫി ഇസ് എ ജെനറ്റിക് ഡിസോർഡർ വിച്ച് ഈസ് ഇൻഹെറിറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സ്പീഷീസ്, ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, വായിച്ചെടുക്കാനുണ്ട്. The weight of newborn ranges from 2 to 5 kg. ന്യൂബോൺ ബേബീസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 തൊട്ട് 5 kg വരെയാണ്. 97% of the newborn with an average weight between 3.3 kg survive. അതിൽ 3.3 kg വന്ന 97% ഇൻഫൻസ് സർവൈവ് ചെയ്തു. 99% of the infants born with the weight from 2 to 2.5 kg or 4 to 5 to 5 kg die. 2 to 2.5 kg എന്ന് പറയുമ്പോൾ അത് വെയിറ്റ് ഇല്ലാത്തവർ, അണ്ടർ വെയിറ്റാ. 4 to 5 to 5 kg എന്ന് പറയുമ്പോൾ അവർ ഓവർ വെയിറ്റാ. അപ്പോൾ അണ്ടർ വെയിറ്റ് ആയവരും ഓവർ വെയിറ്റ് ആയവരും ഡൈ ആയി, അവരും മരിച്ചുപോയി. അപ്പം ഇതിൽ മീഡിയം വെയിറ്റ് നിന്നവരാണ് 3.3 kg. ആ കുഞ്ഞുങ്ങളാണ് സർവൈവ് ചെയ്തത്. വിച്ച് ടൈപ്പ് ഓഫ് സെലക്ഷൻ പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ്? ഇവിടെ 3 ടൈപ്പ് വെയിറ്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അണ്ടർ വെയിറ്റ്, ഓവർ വെയിറ്റ്, മീഡിയം വെയിറ്റ്. അപ്പൊ ഇവിടെ മീഡിയം വെയിറ്റ് ആൾക്കാരെയാണ് നേച്ചർ സെലക്ട് ചെയ്തത്. സോ ദിസ് സെലക്ഷൻ ഈസ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഇത് സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണ്. ഇൻ വിച്ച് മോർ ഇൻഡിവിജ്വൽസ് അക്വയർ മീൻ ക്യാരക്ടർ value. So our answer is option 2, stabilizing selection. Next question. What would be the heart rate of a person? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹാർട്ട് റേറ്റ് ആണ്. If the cardiac output is 5 liter. Cardiac output എന്ന് പറഞ്ഞാൽ 5 liter ആകാം or 5000 milliliter. Blood volume in the ventricles at the end of diastole is 100 milliliter and at the end of ventricular systole is 50 milliliter. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹാർട്ട് റേറ്റ് നിങ്ങൾ കാർഡിയക് സൈക്കിളിനോട് കണക്ട് ചെയ്ത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. Stroke volume is multiplied by heart rate gives cardiac output. Stroke volume ഹാർട്ട് റേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കാർഡിയക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം മിസ് ആ ഫോർമുല ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുവാണ്. സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ഗീവ്സ് കാർഡിയാക് ഔട്ട്പുട്ട്.
സ്ട്രോക്ക് വോളിയം ഇവിടെ തന്നിട്ടുണ്ട് 100 ml 50 ml തന്നിട്ടുണ്ട്. അത് മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് 50 ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഹാർട്ട് റേറ്റ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്ന 5 ലിറ്റർ ആണ്. അത് 5000 ml. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കാൻ 5000/50. അപ്പൊ ആൻസർ 100 വരും. 100 ബീറ്റ്സ് പെർ മിനിറ്റ്. ഓപ്ഷനിലേക്ക് നോക്കാം. 50, 75, 100, 125 beats per minute. So our answer is option. This option is wrong. Progestasar 10Ng20. ഇത് രണ്ടും ഹോർമോൺ റിലീസിംഗ് അയോഡിയാണ്. അപ്പോൾ so our answer is option 3. Next question. Which of the following secretes the hormone relaxing during the later phase of pregnancy? During the later phase of pregnancy, ovaries secrete relaxin. Ovary ഏത് പാർട്ടാണ്? Corpus luteum of ovary. Secrete relaxin. This relaxin soften the connective tissues of pubic symphysis and help it to dilate uterine cervix for parturition. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് റിലാക്സിൻ, which is secreted at the later phase of pregnancy. So our answer is option 3. The next question. Match list 1 with the list 2. അപ്പം ലിസ്റ്റ് 1 പാത്തോജന്റെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 പാത്തോജൻ അല്ല, ലിസ്റ്റ് 1 ഡിസീസിന്റെ പേരുകളാണ്, ലിസ്റ്റ് 2 പാത്തോജൻ. അപ്പം നമുക്ക് നോക്കാം. ഫൈലേറിയാസിസ്. ഫൈലേറിയാസ് കോസ് ചെയ്യുന്ന പാത്തോജൻ എന്ന് പറയുന്നത് വൂച്ചേറേരിയ ബാൻക്രോഫ്റ്റി, ഫൈലേറിയൽ വർം. അപ്പൊ A3 വന്നു. ഇവിടെ A3 എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. Then അമീബിയാസിസ്. അമീബിയാസിസ് കോസ് ചെയ്യുന്ന പ്രോട്ടോസോവൻ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. ന്യൂമോണിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ഹീമോഫിലസ് ഇൻഫ്ലുവൻസേ. റിംഗ് വർം കോസ് ചെയ്യുന്ന ഫംഗസ് ദ ജനീറ ട്രൈക്കോഫൈറ്റൺ. അപ്പം ഓപ്ഷൻ 3 ആണ് ആൻസർ. A3, B4, C1, D2. So our answer is option 3. Next question. Receptors for sperm binding in mammals are present on zona pellucida, corona radiata, vitelline membrane, perivitelline space. ഇവിടെ നമ്മൾ സെക്കൻഡറി സൈറ്റിന്റെ ഡയഗ്രാം വരച്ചാൽ ഇത് സൈറ്റോപ്ലാസം, ഈ കാണുന്നത് പ്ലാസ്മ മെംബ്രെയിൻ, ഇതിന് ചുറ്റും വരുന്നത് പെരിവൈറ്റിലിൻ സ്പേസ്, അതിന് ചുറ്റും വരുന്നത് സോണ പെലൂസിഡ, ഇതിന് ചുറ്റും ഫോളിക്കുലാർ സെൽസ് കാണാം എന്ന് പറയുന്നത് കൊറോണ റേഡിയേറ്റ. സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ വന്നു കഴിയുമ്പം അക്രോസോമിലുള്ള സ്പേം ലൈസിൻസ്, അവിടെ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ഉണ്ട്, അത് ആദ്യം കൊറോണ റേഡിയേറ്റായി ഡൈജസ്റ്റ് ചെയ്ത് സോണ പെല്ലൂസിഡയിലെത്തും. അപ്പം സോണ പെല്ലൂസിഡയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ റിസപ്റ്റേഴ്സ് ഉണ്ട്, ആ റിസപ്റ്റേഴ്സ് ബൈൻഡ് ചെയ്യും. അപ്പോഴാണ് അവിടെ കോർട്ടിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പം കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ഉണ്ട്, കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് കോർട്ടിക്കൽ എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യും. ദീസ് എൻസൈംസ് ഡെപ്പോസിറ്റഡ് ഓൺ ദ സോണ പെല്ലൂസിഡ. അപ്പോഴാണ് സോണ പെല്ലൂസിഡ ഹാർഡൻ ആകുന്നത്, വിച്ച് പ്രിവെന്റ്സ് പോളിസ്പെർമി. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ, receptor for sperm binding in mammals are present on option 1 zona pellucida. Next question. Which of the following infections is not performed by secretions from salivary gland? Salivary glandന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് സലീവയാണ്, അതിന്റെ ഫങ്ഷൻ അല്ലാത്തത്. അപ്പൊ സലീവയ്ക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സലീവയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? മ്യൂക്കസ് ഉണ്ട്,
ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്. എൻസൈംസ് എന്ന് പറയുന്നത് ലൈസോസൈം ഉണ്ട്, സലിവറി അമിലേസ് ഉണ്ട്. സലിവറി അമിലേസ് ഇസ് എ സ്റ്റാർച്ച് ഡൈജസ്റ്റിംഗ് എൻസൈം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോന്നും അതിന്റെ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഡൈജഷൻ ഓഫ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. യെസ്, സലിവറി അമിലേസ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അപ്പൊ അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റാർച്ച്, അതിനെ സിമ്പിൾ ആക്കി മാറ്റും. അപ്പൊ അത് ഇതിന്റെ ഫങ്ഷൻ ആണ്. അടുത്ത ലൂബ്രിക്കേഷൻ ഓഫ് ഓറൽ ക്യാവിറ്റി. സലൈവയ്ക്കകത്ത് മ്യൂക്കസ് ഉണ്ട്, അപ്പൊ അത് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ഫങ്ഷൻ ആണ്. ഡൈജഷൻ ഓഫ് ഡൈസാക്കറൈഡ്സ്. ഡൈസാക്കറൈഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് സക്കസെൻട്രിക്കസ് എന്ന് പറയുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിനകത്തുള്ള ഡൈസാക്രഡേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇത് സലിവറി ഗ്ലാൻഡിലെ സെക്രീഷനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് പെർഫോംഡ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3. കൺട്രോൾ ബാക്ടീരിയ പോപ്പുലേഷൻ ഇൻ മൗത്ത്. ഇവിടെ ലൈസോസൈം ഉണ്ട്, ഇസ് ആന്റി ബാക്ടീരിയൽ ഏജന്റ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3, ഡൈജഷൻ ഓഫ് ഡൈസാക്കറൈഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are not the effects of parathyroid hormone? പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ PTH ഈസ് എ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറയുമ്പം അതിനെ കൂട്ടിക്കൊണ്ട് വന്ന് ബാലൻസ് ചെയ്യുന്ന ഹോർമോണാണ് PTH. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് ദി എഫക്ട്സ് ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺ, അതായത് PTHന്റെ ഫങ്ഷൻ അല്ലാത്തത്. ഫസ്റ്റ് വൺ, സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ബോൺ റിസോർപ്ഷൻ. ബോൺ റിസോർപ്ഷൻ നടത്തുമ്പം ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂടുക. അപ്പൊ നമ്മുടെ ആൻസർ അതല്ല. ഡിക്രീസ് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ്, ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂട്ടുവാണ്. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ നോട്ട് ദി എഫക്ട്സ് എന്നാ. അപ്പൊ ഇതൊരു ആൻസർ ആണ്. റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം അയോൺസ് ബൈ റീനറ്റ് ട്യൂബ്യൂൾ. റീനറ്റ് ട്യൂബ്യൂളിൽ നിന്ന് കാൽഷ്യം അയോൺസിനെ റീഅബ്സോർബ് ചെയ്യുമ്പോഴാണ് ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടുന്നത്. സോ അതുകൊണ്ടാണല്ലോ ഇതിനെ ഹൈപ്പർ കാൽസ്യമിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ നോട്ട് ദ എഫക്റ്റ് അല്ല, ദ എഫക്റ്റ് ആണ്. ഡിക്രീസ് അബ്സോർപ്ഷൻ ഓഫ് CA2 ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ്. ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് കാൽഷ്യത്തെ അബ്സോർബ് ചെയ്യുവാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുവല്ല. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരും ഇൻക്രീസ് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്. അതുമായിട്ട് ഒരു റോളും ഇല്ല, അതും നമ്മുടെ ആൻസർ ആയിട്ട് വരും. അപ്പൊ നോട്ട് ദി എഫക്ട് ഓഫ് PTH. B, D and E only. B വരും, D വരും, E വരും. ഈ മൂന്നെണ്ണം PTHന്റെ ഫംഗ്ഷൻ അല്ല. മറ്റു പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് PTHന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരേണ്ടത് 1, B, D and E only. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് മസ്കുലർ കൺട്രാക്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് occur? ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത് ഇസർ ലൈൻ ഡിസപ്പിയേഴ്സ്, എ ബാൻഡ് വൈഡൻസ്, ഐ ബാൻഡ് റിഡ്യൂസസ് ഇൻ ലെങ്ത്, മയോസിൻ ഹൈഡ്രലൈസസ് ATP റിലീസിംഗ് ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്, ഇസർ ലൈൻ അറ്റാച്ച്ഡ് ടു ആക്ടിൻസ് ആർ പുൾഡ് ഇൻവേർഡ്സ്. മസ്കുലർ കൺട്രാക്ഷൻ നടക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നടക്കുന്നെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ആക്ടിൻ ഫിലമെന്റ്, ഇത് മയോസിൻ ഫിലമെന്റ്, വീണ്ടും മിസ് ആക്ടിൻ വരയ്ക്കുവാണ്, ആക്ടിൻ ഫിലമെന്റ്, വീണ്ടും മയോസിൻ ഫിലമെന്റ്. ആക്ടിൻ ഫിലമെന്റ് മിസ് ഒന്ന് നീട്ടി വരയ്ക്കുവാണ്. ഈ ആക്ടിൻ ഫിലമെന്റ് വരുന്ന ബാൻഡ് ഐ ബാൻഡ്, ഇത് ഐ ബാൻഡ്. ഇതിന്റെ സെന്റർ വരുന്നത് എ ബാൻഡ്, മയോസിൻ ഫിലമെന്റ് മാത്രം. ഐ ബാൻഡില് ആക്റ്റീവ് ഫിലമെന്റ് മാത്രമേ ഉള്ളൂ. ആക്റ്റീവ് ഫിലമെന്റ് സെന്ററിൽ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്, ദാറ്റ് ഈസ് ഇസഡ് ലൈൻ. ഇസഡ് ലൈൻ. എ ബാൻഡ് എന്ന് പറയുമ്പം ആക്റ്റിനും ഉണ്ട്, മയോറ്റാണ്. എ ബാൻഡിന് ഒരു വ്യത്യാസവും വരുന്നില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്ന എ ബാൻഡ് വൈഡൻസ് എന്ന ഓപ്ഷൻ തെറ്റ്. ഐ ബാൻഡ് റെഡ്യൂസസ് ഇൻ ലെങ്ത്. അപ്പൊ ഐ ബാൻഡ് അടുത്ത് വരും, അത് കറക്റ്റ് ആണ്, അതിന്റെ ലെങ്ത് കുറയും. മയോസിൻ ഹൈഡ്രലൈസസ് ATP റിലീസിംഗ് ADP ആൻഡ് ഇനോർഗാനിക്
ഫോസ്ഫേറ്റ്. ഒരു ATP മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്യും, അപ്പോൾ അത് ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റും അതിൻ്റെ കൂട്ടത്തിൽ എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചാണ് കൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പം കറക്റ്റ്. ഇസഡ് ലൈൻ അറ്റാച്ച്ഡ് ടു ആക്റ്റിൻസ് ആർ പുൾഡ് ഇൻവേർഡ്സ്. ഈ നിൽക്കുന്ന ഇസഡ് ലൈൻസ് അടുത്ത് വരുന്നതുകൊണ്ടാണ് ആക്റ്റീവ് ഫിലമെന്റും അകത്തേക്ക് കയറി വരുന്നത്. കറക്റ്റ്. അപ്പൊ ഏതൊക്കെ ഇവന്റ് ആണ് നടക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ACDE. ACD എന്ന് പറയുന്നത് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the favorable conditions required for the formation of oxyhemoglobin at alveoli. ആൽവിയോളയിലാണ് ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ആൽവിയോളയിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് PO2 കൂടുതലാണ്, PCO2 കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്. അപ്പം ഓക്സിഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ നടക്കുന്ന ആൽവിയോളയിലാണ്. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ PO2, ലോ PCO2, ലോവർ ടെമ്പറേച്ചർ. ഓപ്ഷൻ 2. ഈ ഫാക്ടേഴ്സ് അവിടെ വന്നെങ്കിൽ ആൽവിയോളിൽ വെച്ച് ഓക്സിഹീമോഗ്ലോബിൻ്റെ ഫോർമേഷൻ നടക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നമ്മുടെ നോൺ കോഡേറ്റയിലെ ക്വസ്റ്റ്യൻ ആണ്. മെറ്റാമറിസം, കനാൽ സിസ്റ്റം, കോംപ്ലേറ്റ്സ്, നിഡോബ്ലാസ്റ്റ്, സീലിയൻഡ്രേറ്റ, ടിനോഫോറ, അനിലിഡ, പോറിഫറ. മെറ്റാമറിസം കാണിക്കുന്നത് അനലിഡ. കനാൽ സിസ്റ്റം പോറിഫറ, കോംപ്ലേറ്റ്സ് ടിനോഫോറ, നിഡോബ്ലാസ്റ്റ് സീലിയൻട്രേറ്റ. അപ്പൊ നമ്മുടെ ആൻസർ വരേണ്ടത് മെറ്റാമറിസം അനലിഡ A3 എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ദെൻ കനാൽ സിസ്റ്റം എന്ന് പറയുമ്പം B4 അതും 2 ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. സി കോംപ്ലേറ്റ്സ് കാണിക്കുന്ന ടിനോഫോറ C2 എന്ന് പറയുമ്പോൾ 4th ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. നിഡോബ്ലാസ്റ്റ് 1 സീലിയൻട്രേറ്റ D. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following characteristics is incorrect with respect to cockroach? കോക്രോച്ചിനെ പറ്റി കുറേ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ഇൻകറക്റ്റ്? 10th abdominal segment in both sexes bear a pair of anus cerci. മെയിൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ചിന്റെ 10ാമത്തെ സെഗ്മെന്റ് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ഏനൽ സെർസൈ. അത് കറക്റ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ്. A ring of gastric ceca is present at the junction of midgut and hindgut. ഇതിന്റെ എലിമെന്ററി കനാൽ എടുത്താൽ ഗ്യാസ്ട്രിക് സീക്കെ ഓർ ഹെപ്പാറ്റിക് സീക്കെ എന്ന് പറയുന്ന 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് പ്രസന്റ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഫോർഗട്ട് ആൻഡ് മിഡ്ഗട്ട്. ഫോർഗട്ടിനും മിഡ്ഗട്ടിന്റെ ഇടയ്ക്കുള്ള ജംഗ്ഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട് ആണ്. ദിസ് ഓപ്ഷൻ ഈസ് റോങ്. Hypopharynx lies within the cavity enclosed by mouth parts. ഇത് കറക്റ്റ് ആണ്. In females, 7th, 8th and 9th sterna forms a genital pouch. 7ാമത്തെ 8ാമത്തെ 9ാമത്തെ സ്റ്റെർന ജോയിൻ ചെയ്തുണ്ടാകുന്നതാണ് ഫീമെയിലിലെ ജെനിറ്റൽ പൗച്ച്. കറക്റ്റ് ആണ്. നമ്മളോട് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 2 is the incorrect. That is the correct answer. Next question. Assertion reason question ആണ്. Zoology പാർട്ടിലെ ലാസ്റ്റ് question. Given below are 2 statements. One is labeled as assertion and other is labeled as reason. Assertion: all vertebrates are chordates, but all chordates are not vertebrates. Phylum chordate ആയി പറയുന്ന ഒരു ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്. അതേസമയം എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ് അല്ല. കറക്റ്റ്. റീസൺ, അതിന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്ര കോളം ഇൻ ദ അഡൽട്ട് വെർട്ടിബ്രേറ്റ്. നോട്ടോകോഡ് കാണുന്ന എംബ്രിയോണിക് സ്റ്റേജിലാണ്. അഡൽട്സ് ആകുമ്പോൾ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്ത് വെർട്ടിബ്ര കോളം എത്തും. അത് കറക്റ്റാണ്. ഇപ്പം റീസണും കറക്റ്റാണ്, അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. അപ്പോൾ നമുക്ക് ഏത് കൊടുക്കാം? ഓപ്ഷൻ 1, 2,
3, 4. 4 കൊടുക്കാം. Both A and R are correct and R is the correct explanation of A, assertion. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4. ഇതോടുകൂടി നമ്മുടെ സുവോളജി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഈ ടെസ്റ്റ് സീരീസിൽ ഇന്നത്തെ ലൈവിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു മിസ് പറഞ്ഞത്. ഇച്ചിരി നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ കണ്ടന്റ് പഠിച്ചിരിക്കുന്ന കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചു എന്നാണ് മിസ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയും മുമ്പോട്ട് ഇതുപോലെ നല്ല സ്പിരിറ്റോടു കൂടി ക്വസ്റ്റ്യൻ ചെയ്ത് മുന്നേറുക. അതുകൊണ്ടാണ് മിസ് ആദ്യമേ നിങ്ങളെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്ന് വിളിച്ചത്. ഡോക്ടർമാരായി നിങ്ങൾ ഇപ്പം നമ്മൾ നീറ്റ് എക്സാം കൂടെ ഒന്ന് അപ്പിയർ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും സക്സസ് വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.